നമസ്കാരം. പ്രിൻസ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയ ആ കാര്യം വിശദമായിട്ട് തന്നെ മാർക്ക് ഫെല്ലറോടും ജൂവിനോടും പറഞ്ഞു. ആ സ്കൈ സിറ്റിക്കകത്ത് എന്തുകൊണ്ട് മറ്റ് അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങൾ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നില്ലെന്ന് ചോദിച്ചാൽ ആ സ്കൈ സിറ്റി സംരക്ഷിക്കുന്നത് 9 ഗ്രേറ്റ് പ്രഭു കുടുംബങ്ങൾ ചേർന്നിട്ടാണ്. ശരിക്കും അവർ മറ്റ് കുടുംബങ്ങളിൽ നിന്ന് ഒരു സ്റ്റെപ്പ് മുകളിൽ നിൽക്കുന്ന ആളുകളാണ്. ആ 9 പേരുടെ ശക്തിയെക്കുറിച്ച് നല്ല ധാരണ ഉള്ളതുകൊണ്ടാണ് ആയിരക്കണക്കിന് പ്രഭു കുടുംബങ്ങളിൽ പ്രശ്നമുണ്ടാക്കി സ്കൈ സിറ്റിയിലേക്ക് വരുന്ന ആളുകളെ അവരാരും ഫോളോ ചെയ്ത് അവിടെ എത്താത്തത്. ആ 9 കുടുംബങ്ങൾ ഇപ്പോൾ മറ്റൊരു ടാർഗറ്റിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ കാരണം ആ 9 കുടുംബങ്ങളുമായി ബന്ധപ്പെട്ടും വിഷയങ്ങൾ ഉണ്ടാക്കിയ ആളുകൾ ആ സ്കൈ സിറ്റി കടന്നതാണ്. ആ സ്കൈ സിറ്റിയിലേക്ക് കടന്നിരിക്കുന്ന മാർക്ക് ഫെല്ലറെ പോലെ വേറെയും ആളുകൾ ഈ 9 കുടുംബങ്ങളുമായി കണക്ട് ചെയ്ത് അകത്തുണ്ട്. അതുവരെ മറ്റു കുടുംബങ്ങളുടെ മാത്രം പ്രശ്നമായിരുന്നു സ്കൈ സിറ്റിയിലെ ആ സംരക്ഷണം. ഇപ്പോൾ ആ 9 കുടുംബങ്ങളുടെയും കൂടി പ്രശ്നമായിരിക്കുകയാണ്. അതുകൊണ്ട് ആ 9 കുടുംബങ്ങളും ചേർന്ന് ആ സ്കൈ സിറ്റിയുടെ പ്രൊട്ടക്ഷൻ പിൻവലിക്കാനാണ് സാധ്യത. ആ പ്രൊട്ടക്ഷൻ പൂർണ്ണമായും രാജകുമാരൻ്റെ അധികാരവുമായി കണക്ട് ചെയ്ത് നിൽക്കുന്നതാണ്. പ്രൊട്ടക്ഷൻ പിൻവലിക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് രാജകുമാരൻ്റെ ആ അധികാരം നഷ്ടമാകുന്ന ഒരു സംഭവമാണ്. അങ്ങനെ പറഞ്ഞതിന് ശേഷം രാജകുമാരൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഇപ്പോൾ എവിടെ താമസിക്കുന്നത്? ഞാനിവിടെ അടുത്തൊരു വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുകയാണ്. മാർക്ക്, അതെന്തിനാ അവിടെ താമസിക്കുന്നത്? എൻ്റെ കൂടെ വാ. അവിടെ ഒരുപാട് വിശാലമായ മുറികൾ അങ്ങനെ വെറുതെ കിടക്കുകയാണ്. നമുക്ക് പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം. പ്രിൻസ് മാർക്കിനെ അങ്ങനെ ഇൻവൈറ്റ് ചെയ്തപ്പോൾ മാർക്ക് ജൂവിനൊന്ന് നോക്കി. ജൂ പെട്ടെന്ന് പ്രിൻസിനോട് ചോദിച്ചു, അല്ല അവിടെ വന്നാൽ കഴിക്കാൻ വല്ലതും കിട്ടുമോ? പിന്നെന്താ, കഴിക്കാൻ എന്ത് വേണമെങ്കിലും കിട്ടും. ജൂവിന് ഒറ്റ നോട്ടമേ ഉള്ളൂ, എവിടെ താമസിച്ചാലും കഴിക്കാൻ എന്തെങ്കിലും കിട്ടണം. പ്രിൻസ് അങ്ങനെ പറഞ്ഞതും ജൂ ചിരിച്ചുകൊണ്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ബാ നമുക്ക് പോവാം. ജൂ വളരെ ഫ്രീ ആയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ കാണുന്നത്. ഒരു തരത്തിലും ഒന്ന് ഒളിച്ചു വെച്ചുകൊണ്ട് ഇടപെടുന്ന ഒരു സ്വഭാവം ജൂവിനില്ല. ജൂവിൻ്റെ ആ സന്തോഷം കണ്ടപ്പം മാർക്കിനും സന്തോഷമായി. മാർക്കും ജൂവും കൂടി അവരുടെ വീട്ടിൽ മടങ്ങിയെത്തി. അവിടെ നിന്ന് അവരുടെ സാധനങ്ങളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രിൻസിനൊപ്പം പ്രിൻസിൻ്റെ വസതിയിലേക്ക് തിരിച്ചു. പ്രിൻസിൻ്റെ ആ കൊട്ടാരം താഴെ നിന്ന് കാണുന്ന പോലെ തന്നെ ഒരു മലയുടെ മുകളിലാണ്. ശരിക്കും ആ മലയുടെ മുകളിലേക്ക് കടക്കുമ്പോഴാണ് ആ കൊട്ടാരത്തിൻ്റെ ഒരു വിശാലതയും ഭംഗിയൊക്കെ മാർക്കും ജൂവും ശ്രദ്ധിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ ആ ഹോളി റീജിയൻ മുഴുവൻ അടക്കി ഭരിച്ചിരുന്ന രാജവംശത്തിൻ്റെ അവശേഷിപ്പാണ് ആ കൊട്ടാരം. ആ കൊട്ടാരം ഇപ്പോൾ പഴയതുപോലെ സംരക്ഷിക്കപ്പെടുന്നില്ല എന്ന് അവിടേക്ക് കിടക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും. ആ കൊട്ടാരത്തിന് കുറച്ച് കാവൽക്കാർ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. പ്രിൻസുമായി അകത്തേക്ക് കിടക്കുമ്പോൾ ലേശം പ്രായം ചെന്ന 2 ആളുകൾ ആ അകത്തറത്ത് തന്നെ നിൽക്കുകയാണ്. അവരെ കണ്ടതും പ്രിൻസ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇവർ മാത്രമാണ് എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടി അവശേഷിപ്പിച്ചിരിക്കുന്നത്. മാർക്ക് അത് കേട്ടപ്പോൾ അവരൊന്ന് സൂക്ഷിച്ചു നോക്കി. അവർ 2 പേരും ശരിക്കും പ്രായമുള്ള ആളുകളാണെങ്കിലും അതിശക്തരാണെന്ന് ഒറ്റ നോട്ട് തന്നെ വ്യക്തമാണ്. മാർക്കിൻ്റെ ഡിവൈൻ സെൻസിന് അളക്കാൻ കഴിയുന്നതിന് അപ്പുറത്താണ് അവരുടെ പവർ. മാർക്ക് അവർ 2 പേരെയും ഒന്ന് വണങ്ങി. മാർക്കിൻ്റെയും ജൂവിൻ്റെയും വിനയം അവർക്ക് ഒന്ന് ഇഷ്ടപ്പെട്ടു എന്ന് അവരുടെ മുഖഭാവം വിളിച്ചു പറയുകയാണ്. രാജകുമാരനെ ദേഹോപദ്രവം ഏൽപ്പിക്കാൻ ഒരാളെയും അവർ അനുവദിക്കില്ല എന്ന് അവരുടെ ബോഡി ലാംഗ്വേജ് മാർക്കിനോട് പറയുകയും ചെയ്തു. മാർക്കും ജൂവും പ്രിൻസിനൊപ്പം അവിടെ ആ കൊട്ടാരത്തിൽ താമസമാക്കി. ഒരുപാട് വിശാലമായ മുറികൾ അവിടെയുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ മാർക്കിന് ഇഷ്ടപ്പെട്ടത് അവിടുത്തെ വിശാലമായ ആ ഹാളാണ്. രാജഭരണം നിലവിലിരിക്കുമ്പോൾ ശരിക്കും സജീവമായിരുന്ന രാജസദസ് നടന്നിരുന്ന ഹാളിലേക്കാണ് മാർക്കിനെയും കൊണ്ട് പ്രിൻസ് എത്തിയത്. അതിമനോഹരമായ ഹാളാണ്. ഇപ്പോഴും ആ രാജപ്രൗഢി ആ ഹാളിൽ നമുക്ക് ദർശിക്കാൻ പറ്റും. മനോഹരമായ തൂണുകളും ചിത്രപ്പണികളും സിംഹാസനമൊക്കെ അതുപോലെ തന്നെ നിലനിൽക്കുകയാണ്. മാർക്കും ജൂവും ശരിക്കൊരു കൊട്ടാരത്തിനകത്ത് ആദ്യമായിട്ടാണ് കടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കൊട്ടാരത്തിനകത്തുള്ള ഓരോ കാഴ്ചകളും അവരെ വല്ലാതങ്ങ് അതിശയിപ്പിക്കുകയാണ്. മാർക്കിൻ്റെയും ജൂവിൻ്റെയും മുഖത്തെ അമ്പരപ്പും അതിശയൊക്കെ കണ്ടപ്പോൾ പ്രിൻസ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇതൊക്കെ ബാലൻസ് ഉള്ളൂ. അങ്ങനെ പറഞ്ഞിട്ട് മാർക്കിനെ വിളിച്ച് പ്രിൻസ് പുറത്തേക്ക് ഇറങ്ങി. ആ ഗ്രേറ്റ് ഹാളിൽ നിന്ന് ഇടതുവശത്തൂടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അല്പം മാറി ഒരു പീഠം മാർക്ക് കണ്ടു. ആ പീഠത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രിൻസ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്,
ആ പീഠത്തിലിരുന്നാണ് എൻ്റെ ആൻസിസ്റ്റർ ശരിക്കും കൾട്ടിവേറ്റ് ചെയ്തിരുന്നത്. ആ ആൻസിസ്റ്റർ ഒരു ലെവലിലൂടെ കടന്നിരുന്നുവെങ്കിൽ ഇമ്മോർട്ടൽ എംപറർ ആയനെ. ഇമ്മോർട്ടൽ എംപറർ ആകാൻ ആ ആൻസിസ്റ്റർക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ ആ റോയൽ കുടുംബം ഈ ശൈലിയിൽ അധപ്പതിക്കത്തില്ലായിരുന്നു. പ്രിൻസ് മാർക്കിനോട് ആ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പീഠം കണ്ടപ്പോൾ മാർക്കിനൊരു കൗതുകം. മാർക്ക് പ്രിൻസിനോട് ചോദിച്ചു, അല്ല, ഈ പീഠത്തിൻ്റെ കഥ അറിയാവുന്ന ആളുകളല്ലേ ഇവിടെയുള്ള അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങൾ? ആരെങ്കിലും ആ പീഠം പിന്നീട് ഉപയോഗിച്ചോന്നോ? ഈ മഹത്തായ 9 അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളിലെ ആളുകൾ ഇവിടെ വന്ന് ആ പീഠത്തിൽ ഒരുപാട് നേരം ഇരിക്കുകയും കിടക്കുകയൊക്കെ ചെയ്തവരാണ്. അവിടെ ഇരുന്ന് ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും ഒക്കെ അവർ കൾട്ടിവേറ്റ് ചെയ്തു. പക്ഷേ അവർക്ക് ആർക്കും അങ്ങോട്ട് വലിയ ഗ്രോത്ത് ഒന്നും ഉണ്ടായില്ല. ആ കൾട്ടിവേഷൻ പീഠത്തിന് എന്തായാലും ഒരു പവർ ഉണ്ടാവും. ഒരു ഇന്റേണൽ എനർജി ആ പീഠത്തിന് ചുറ്റും ഉണ്ട്. മാർക്കിനത് അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷെ ആ ഇന്റേണൽ എനർജി സ്വന്തം ബോഡിയിലേക്ക് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ആകർഷിച്ചെടുക്കാൻ, അല്ലെങ്കിൽ വലിച്ചെടുക്കാൻ അവിടെ കൾട്ടിവേറ്റ് ചെയ്ത ഒരു യോദ്ധാവിനും കഴിഞ്ഞിട്ടില്ല. ആ ഇന്റേണൽ എനർജി ആ രാജവംശത്തിലെ അതിശക്തനായ ആ യോദ്ധാവുമായി കണക്ട് ചെയ്ത് ഉണ്ടായതാണ്. അദ്ദേഹം അവശേഷിപ്പിച്ചു പോയ ഊർജമാണ് ആ പീഠത്തിന് ചുറ്റുമുള്ളത്. ആ പീഠത്തിലേക്ക് മാർക്ക് നോക്കുന്നുണ്ടെന്നും പ്രിൻസ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിനക്കും പിന്നീട് അത് ഉപയോഗിക്കാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് മാർക്ക് ഫെല്ലറെയും കൊണ്ട് പ്രിൻസ് പിന്നീട് എത്തിയത് ലൈബ്രറിയിലേക്കാണ്. അതിവിശാലമായ ഒരു ലൈബ്രറി ബിൽഡിങ്ങിന് മുന്നിലേക്ക് അവരെത്തി. മാർക്ക്, സമയം കിട്ടുമ്പോൾ നീ ലൈബ്രറി ഒന്ന് പരതുന്നത് നല്ലതാണ്. നിനക്ക് ആവശ്യമുള്ള പലതും ഇവിടെ ഉണ്ടാകും. പ്രത്യേകിച്ച് നിനക്ക് താല്പര്യമുള്ള ആ ഇമോർട്ടൽ സ്ലൈഡിംഗ് സെഷനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാർക്കിന് അത് ശരിക്കും ആവേശമുണ്ടാക്കിയ ഒരു അറിവാണ്. ആ ബിൽഡിങ്ങിലെ ഓരോ കാര്യങ്ങളും മാർക്ക് ഫെല്ലറെയും ജൂവിനെയും പ്രിൻസ് അങ്ങനെ കാണിച്ചുകൊണ്ട് നടക്കുകയാണ്. പ്രിൻസിന് തൻ്റെ ആ ഭൂതകാലം അവരുമായി പങ്കുവയ്ക്കുമ്പോൾ ഒരു ആവേശവും സന്തോഷവും ഒക്കെ ഉണ്ടാവുകയാണ്. സ്വാഭാവികമായിട്ടും അത് പ്രിൻസിലേക്ക് ഒരു ഊർജം കൊണ്ടുവരുന്നുണ്ട്. അവിടെ ആ ശൈലിയിൽ കഥ അങ്ങനെ ഓടുമ്പോൾ മറ്റൊരു സ്ഥലത്ത് 4-5 ആളുകൾ വളഞ്ഞിരിക്കുകയാണ്. അതിൽ ഒരാളെ നമ്മൾ അറിയും. അത് സാക്ഷാൽ ഗൂഷിംഗ് ആണ്. മാർക്കിനൊപ്പം അവിടെ ആ പൈറൂരിലുണ്ടായിരുന്ന അതേ ഗൂഷിംഗ് തൻ്റെ എതിരെ ഇരിക്കുന്ന ആളോട് പറഞ്ഞു, നമ്മൾ വിജയകരമായി അതങ്ങനെ നടപ്പിലാക്കിയിരിക്കുകയാണ്. അത് കേട്ടതും ഗൂഷിങ്ങിൻ്റെ എതിരെ ഇരുന്ന ആള് ഒന്ന് ഉറക്കെ ചിരിച്ചു. ഗൂഷിംഗ്, എനിക്ക് നിന്നെ സമ്മതിക്കാതെ നിർവാഹമില്ല. എന്ത് മനോഹരമായിട്ടാണ് നീ ആ ലേലത്തിൽ വന്ന സാധനങ്ങൾ അടിച്ചു മാറ്റിയത്. ആ സ്കൈ സിറ്റിയിലെ ലേലത്തിനിടയിൽ അവിടെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ മോഷണം പോയി എന്നുള്ള കഥ മാർക്ക് ഫെല്ലർ അവിടെ ഉണ്ടായിരുന്നപ്പോൾ കേട്ടതാണ്. ആ കഥയുടെ കാരണക്കാരാണ് അവിടെ ഇരിക്കുന്ന ആ 4 സംഘം. ഗൂഷിങ്ങിനോട് ആ മനുഷ്യൻ അങ്ങനെ ചിരിച്ചു പറഞ്ഞതും ഗൂഷിങ് അയാളോട് പറഞ്ഞു, ഹേയ് യാങ് നാങ്, നിങ്ങൾ പ്രസിഡന്റായിരിക്കുന്ന ഈ ലേല അസോസിയേഷനിൽ നിന്ന് നിങ്ങളുടെ സഹായമില്ലാതെ ഞാനെങ്ങനെയാ ഇത് അടിച്ചു മാറ്റുക? ശരിക്കും ആ ലേലത്തിന്റെ സംഘാടകൻ, അതിന്റെ പ്രസിഡന്റ്, അസോസിയേഷൻ തലവൻ യാങ് നാങ് ആണ് ഗൂഷിങ്ങിനൊപ്പം ചേർന്ന് അവിടെയുള്ള സാധനങ്ങൾ അടിച്ചു മാറ്റിയത്. അത് കേട്ടതും കൂടെയുള്ള ആളുകൾ ഉറക്കെ ചിരിച്ചു. സംഘാടകൻ തന്നെ മോഷ്ടാവായി മാറിയാൽ പിന്നെ മോഷണം എന്ന് പറയുന്നത് ഒരു കലയായി മാറും. അവരെല്ലാവരും ചിരിച്ചപ്പോൾ യാങ് നാങ് ഗൂഷിങ്ങിനോട് പറഞ്ഞു, ഗൂഷിങ്, പക്ഷേ നീ ശ്രദ്ധിക്കണം, എതിരാളി മാർക്ക് ഫെല്ലറാണ്. ഹേയ്, എന്ത് മാർക്ക് ഫെല്ലർ? അവൻ ആൾ മോശമാണെന്നും ഞാൻ പറയില്ല. അവൻ ശക്തനാണ്. അവനെ നേരിട്ട് തോൽപ്പിക്കാൻ പ്രയാസവുമാണ്. പക്ഷെ ഞാൻ അവനെ തോൽപ്പിക്കുന്നത് ശക്തി ഉപയോഗിച്ചല്ല, ചതിയിലൂടെയാണ്. യാങ് നാങ്, ചതിയിൽ കളവ് കാണിക്കാത്ത ആളാണ് ഞാൻ. തൻ്റെ ഒരു ശക്തി ഗൂഷിങ് വ്യക്തമാക്കുകയാണ്. ആരെങ്കിലും ചതിക്കാൻ അയാൾ തീരുമാനിച്ചാൽ അയാൾ ആത്മാർത്ഥമായി അയാളെ ചതിച്ചിരിക്കും. അതിന് കളവ് അയാൾ കാണിക്കത്തില്ല. യാങ് നാങ്ങിന് ഗൂഷിങ് പറഞ്ഞതിൻ്റെ അർത്ഥം ആദ്യം അങ്ങോട്ട് മനസ്സിലായില്ല. അതേ അവസ്ഥ തന്നെയാണ് കൂടുതലുള്ള ആളുകൾക്കും. ആ മൂവർ സംഘം ഗൂഷിങ്ങിൻ്റെ മുഖത്ത് അങ്ങനെ സൂക്ഷിച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് അവരുടെ മനസ്സിൽ ആ ആശയം ഇങ്ങനെ വിരിഞ്ഞു. അവർ ചിരി തുടങ്ങിയതും ഗൂഷിങ് അവരോട് പറഞ്ഞു, ചതുവിൽ ഞാൻ അവനേക്കാൾ 10 മടങ്ങ് മിടുക്കനാണ്. അങ്ങനെ ഗൂഷിങ് പറഞ്ഞതും യാങ് നാങ് ഗൂഷിങ്ങിനോട് ചോദിച്ചു, അല്ല ഗൂഷിങ്, നമുക്ക് ആ മോഷ്ടിച്ച സാധനങ്ങൾ ഒന്ന് പോയി കണ്ടാലോ? പിന്നെന്താ, നമുക്ക് പോവാം. അവര് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ആ മോഷണ സാധനങ്ങൾ വെച്ചിരിക്കുന്ന മുറിയിൽ ഒരു മനുഷ്യൻ നിൽക്കുകയാണ്. ആ മനുഷ്യനെയും നമ്മൾ അറിയും, കാരണം അയാളുടെ ആ മീശയാണ്.
മീശ അവിടെയുള്ള ആ ലേല സാധനങ്ങളിലേക്ക് പുഞ്ചിരിയോടെയാണ് നോക്കുന്നത്. ആ സാധനങ്ങൾ കണ്ട മീശ അറിയാതെ പറഞ്ഞു പോവുകയാണ്, ഛോ, ഈ സാധനങ്ങൾ മുഴുവൻ ലേലത്തിൽ ഒന്നൊന്നായി പിടിക്കാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. എന്തായാലും ഗൂഷിങ് ഈ സാധനങ്ങൾ അടിച്ചു മാറ്റിയത് നന്നായി. എനിക്ക് ഗൂഷിങ്ങിന്റെ കയ്യിൽ നിന്ന് ഇത് അടിച്ചു മാറ്റിയാൽ മതിയല്ലോ. അങ്ങനെ സ്വയം പറഞ്ഞ മീശ അടുത്ത നിമിഷത്തിൽ അവിടെയുള്ള മുഴുവൻ സാധനങ്ങളും മീശയുടെ ആ മാന്ത്രിക നിലവറിലേക്ക് മാറ്റി. അതിനുശേഷം മാന്ത്രിക നിലവറയിൽ നിന്ന് ഒരു പേപ്പർ എടുത്ത് ആ പേപ്പറിൽ മീശ ഇങ്ങനെ എഴുതി, താങ്ക് യു. ഞാൻ ഒരു മോശം കളറൊന്നുമല്ല, അതുകൊണ്ടാണ് ഞാൻ താങ്ക്സ് പറയുന്നത്. ഈ ഓരോ സാധനങ്ങളായി ഞാൻ മോഷ്ടിക്കാൻ നിൽക്കുന്നത് ബുദ്ധിമുട്ടാണ്. അത് നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാവും നിങ്ങൾ ഈ എല്ലാ സാധനങ്ങളും കൂടി ഒരു സ്ഥലത്ത് ശേഖരിച്ചു വെച്ചത്. അതിനുവേണ്ടി ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ് എന്ന് സ്നേഹപൂർവ്വം നിങ്ങളുടെ പ്രിയപ്പെട്ട കള്ളൻ. അങ്ങനെ എഴുതിയതിനു ശേഷം മീശ ആ പേപ്പർ അവിടെ ചുവരിലങ്ങ് പതിച്ചു. മീശ ആ മുറിയിൽ നിന്ന് പുറത്ത് കിടന്ന് ഏതരം അടി നടന്നതും അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയാണ്. മീശ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഏകദേശം ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞ് കാണുകയുള്ളൂ. ആ സമയത്താണ് ഗൂഷിങ് യാങ് നാങ്ങിനെയും കൂട്ടരെയും ക്ഷണിച്ചുകൊണ്ട് ആ മുറിയിലേക്ക് വരുന്നത്. ആ മുറിയിലേക്ക് കടന്ന ഗൂഷിങ് ഒരു സ്റ്റെപ്പ് അകത്തേക്ക് വെച്ചപ്പോൾ തന്നെ നിന്നു പോവുകയാണ്. പുറകെ വന്ന യാങ് നാങ് ആ ശൂന്യമായ മുറിയിലേക്ക് നോക്കി ഗൂഷിങ്ങിനോട് ചോദിച്ചു, ഗൂഷിങ്, സാധനം എവിടെ? മറുപടി പറയാനാകാതെ ഗൂഷിങ് ചുറ്റും നോക്കുമ്പോഴാണ് ചുവരിൽ പതിച്ചിരിക്കുന്ന ആ പേപ്പർ കണ്ടത്. ഗൂഷിങ് ആ പേപ്പറിലേക്ക് നോക്കുന്ന കണ്ടതും യാങ് നാങ്ങും കൂടെയുള്ള ആളുകളും ഗൂഷിങ്ങിനൊപ്പം ഓടി ആ ചുവരിനടുത്തെത്തി. അതിമനോഹരമായ അക്ഷരങ്ങളിൽ ആ കള്ളൻ അവിടുന്ന് സാധനങ്ങൾ കൊണ്ടുപോയ കാര്യം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. തങ്ങളെക്കാൾ വലിയൊരു കള്ളൻ ഇതാ തങ്ങൾ കൊണ്ടുവച്ച സാധനം അടിച്ചു മാറ്റിയിരിക്കുന്നു. ശരിക്കും കടുവ പിടിച്ച കിടുവ എന്നൊക്കെ പറയുന്ന ശൈലിയിൽ ഒരു കള്ളൻ ഇതാ ഗൂഷിങ്ങിനെ കൂട്ടരെയും സുന്ദരമായി ചതിച്ചിരിക്കുകയാണ്. ഒരുപാട് വിലപിടിപ്പുള്ള ആർട്ടിഫാക്റ്റുകളും മറ്റ് വിലപ്പെട്ട സംഭവങ്ങളുമാണ് യഥാർത്ഥത്തിൽ അന്ന് ലേലത്തിനുണ്ടായിരുന്നത്. ആ സാധനങ്ങൾ ഒന്നടങ്കമാണ് ഇതാ മോഷണം പോയിരിക്കുന്നത്. എന്ത് പറയണമെന്നറിയാതെ ആ 4 സംഘം ശരിക്കും ആ പേപ്പറിലേക്ക് കണ്ണു മിഴിച്ചെങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അങ്ങ് അകലെ ഒത്തിരി ദൂരെ സെയിന്റ് സ്കൂവിന്റെ മുന്നിൽ ഒരു സുന്ദരൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പെയിന്റിങ്ങിനകത്തുനിന്ന് ഇറങ്ങി വന്നതുപോലെ സൗന്ദര്യമുള്ള ആ മനുഷ്യനെ നമ്മൾ ഇതിനു മുമ്പ് ഒരു തവണ കണ്ടിരുന്നു. മാർക്ക് ഫെല്ലർ ആ ക്ഷേത്രത്തിൽ പോയ സമയത്ത് ആ ക്ഷേത്രത്തിൽ ആ മനുഷ്യൻ എത്തിയിരുന്നു. അത് ആ യാവോ കുടുംബത്തിന്റെ ഹോളി സണ്ണാണ്, യാവോ നൈനാൻ. യാവോ നൈനാൻ സുന്ദരമായ തന്റെ കണ്ണുകൾ കൊണ്ട് എതിരിരിക്കുന്ന സെയിന്റ് സ്കൂവിനെ തന്നെ അങ്ങനെ നോക്കിയിരിക്കുകയാണ്. സെയിന്റ് സ്കൂവും അതിസുന്ദരിയാണ്. സെയിന്റ് സ്കൂവിന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയ നൈനാൻ സെയിന്റ് സ്കൂവിനോട് പറഞ്ഞു, സെയിന്റസ്, നിന്റെ മനസ്സിൽ എന്തൊക്കെയോ വിഷയങ്ങളുണ്ടല്ലോ. സെയിന്റസ്, നീ മാർക്കിനെ കുറിച്ചല്ലേ ആലോചിക്കുന്നത്? നൈനാന്റെ ചോദ്യം കേട്ടതും സെയിന്റസ് ഒന്ന് ഞെട്ടി ഉണർന്ന് നൈനാനോട് പറഞ്ഞു, അതെ, ഞാൻ മാർക്കിനെ തന്നെയാണ് ആലോചിച്ചത്. മാർക്കിനെ കുറിച്ച് ആലോചിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ നിന്റെ മനസ്സ് മാർക്കിൽ കൊണ്ട് കൊളുത്തരുത്. നൈനാൻ, അതെന്താ അങ്ങനെ പറഞ്ഞത്? സെയിന്റസ്, മാർക്കും ആ ബ്ലാക്ക് കുടുംബത്തിലെ എമിലിയും തമ്മിൽ അടുപ്പത്തിലാണ്. അതിപ്പോൾ എല്ലാവർക്കും അറിയാം. നിനക്കറിയാമോ എന്ന് എനിക്കറിയത്തില്ല. അവർ രണ്ടുപേരും ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാണ്. മാർക്കിനോട് എമിലി ബ്ലാക്കിനെ കുറിച്ച് ചോദിക്കുമ്പോഴൊക്കെ മാർക്ക് ഉരുണ്ട് കളിക്കുന്നത് സെയിന്റ് സ്കൂ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. ആ എമിലി ബ്ലാക്കും മാർക്ക് ഫെല്ലറും ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണെന്ന് കേട്ടപ്പോൾ സെയിന്റസിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവളുടെ ഊഹം ശരിയാണെന്ന് ഇതാ വെളിവാകപ്പെടുകയാണ്. ഡയന, നീ പറയുന്ന വാസ്തുവാണോ? സെയിന്റസ്, അത് വാസ്തു തന്നെയാണ്. അവർ രണ്ടുപേരും ഒരേ സ്ഥലത്തു നിന്നാണ് ഇവിടേക്ക് വന്നത്. പിന്നെ സെയിന്റസ് എമിലി ബ്ലാക്ക് ആ ഇമ്മോർട്ടൽ എംബറുടെ പരമ്പരയിൽപ്പെട്ട ആളാണ്. ആ പരമ്പരയിൽ അതേ രക്തം ഈ അളവിൽ എത്തിയിട്ടുള്ള ഏക വ്യക്തിയാണ് സെയിന്റസ്. നമുക്ക് എല്ലാവർക്കും ആ പ്രവചനം അറിയാം. ഒരു കയോട്ടിക് ബോഡിയും ആ ബ്ലഡ് ലൈനും തമ്മിൽ യോജിച്ചാൽ രണ്ടുപേരുടെയും ശക്തി വർദ്ധിക്കുമെന്ന്. സെയിന്റസ് ഗോ ഒന്ന് ആലോചിച്ച് നോക്ക്. എമിലി ബ്ലാക്കും മാർക്ക് ഫെല്ലറും ഈ പറഞ്ഞ കോമ്പിനേഷൻ അനുസരിച്ച് ഒന്നാകാൻ സാധ്യതയുള്ളവരല്ലേ? അല്ലെങ്കിൽ അങ്ങ് വിദൂരതയിലുള്ള ആ ഗ്രഹത്തിൽ നിന്ന് മാർക്ക് എമിലി ബ്ലാക്കിനെ തേടി ഇവിടെ എത്തില്ലല്ലോ. വിധി അവരെ ഒന്നിപ്പിക്കാൻ സാധ്യതയുണ്ട്. യാവോ കുടുംബത്തിന്റെ ആ ഹോളി സൺ തന്റെ നിഗമനം സെയിന്റ് സ്കൂവിന്റെ മുന്നിൽ അവതരിപ്പിച്ചതും സെയിന്റ് സ്കൂ ഒന്ന് ചിരിച്ചു. നൈനാൻ, എന്റെ നിഗമനവും അതുതന്നെയാണ്. നാളെ ഈ ഹോളി റീജിയനിൽ, ഈ സെൻട്രൽ പ്ലെയിനിൽ 9 ഗ്രേറ്റ് അരിസ്റ്റോക്രാറ്റിക് ഫാമിലികളല്ല ഉണ്ടാവുക.
അത് 10 ആകും. സെയിൻറ്റസ്കൂ, നീ എന്താ പറയുന്നത്? മാർക്ക് അത്തരത്തിലൊരു ഫാമിലി സ്ഥാപിക്കുമെന്നാണ്? അതെ, മാർക്ക് നമ്മുടെ ഈ തലമുറയിൽ നിന്ന് ഇമ്മോർട്ടൽ എംപറർ ആകുന്ന ആദ്യത്തെ വ്യക്തിയാകും. ഇമ്മോർട്ടൽ എംപറർ ഒരാൾക്കും സങ്കല്പിക്കാനാവുന്ന ഒരു പൊസിഷനേ അല്ല. പണ്ട്, വളരെ വളരെ പണ്ട് അനവധി ആളുകൾ ഇമ്മോർട്ടൽ എംപറർ ആയിട്ടുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് അത് സംഭവിച്ചത്. അതിനുശേഷം ഇമ്മോർട്ടൽ എംപറർ എന്നുള്ളത് ഒരു ഐതിഹ്യമായി നിലനിൽക്കുകയാണ്. ആർക്കും എത്താൻ കഴിയാത്ത ഔന്നത്യത്തിലുള്ള ഒരു സ്ഥലം. ട്രൂ സെയിന്റ് ആയിരിക്കുന്ന ആള് പിന്നീട് 9 ട്രിബുലേഷൻ ട്രാൻസെൻഡിങ് സ്റ്റേജുകളിലൂടെ കടന്നാണ് ശരിക്കും ഇമ്മോർട്ടൽ എംപറർ ആകുന്നത്. ആ ട്രിബുലേഷൻ ട്രാൻസെൻഡിങ് സ്റ്റേജുകൾ വളരെ വളരെ കടുപ്പമുള്ള കൾട്ടിവേഷൻ ലെവലുകളാണ്. ആ ലെവലുകൾ കടക്കുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. കടക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അനവധി ആളുകൾ അവിടേക്ക് എത്തിയേനെ. മാർക്ക് ഫെല്ലർക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് സെയിൻറ്റസ്കൂ പറഞ്ഞപ്പോൾ യാവു നൈനാൻ സെയിൻറ്റസ്കൂവിനോട് പറഞ്ഞു, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. മാർക്ക് ആള് സ്മാർട്ടാണ്, ശക്തനാണ്, ശരിക്കും ബുദ്ധിയുള്ള ആളുമാണ്. പക്ഷേ ഇമ്മോർട്ടൽ എംപറർ ആകുക എന്നൊക്കെ പറഞ്ഞാൽ അത് മാർക്കിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഒരു കാര്യമായി എനിക്ക് തോന്നുന്നില്ല. മാർക്ക് ഫെല്ലർ ആ 2 അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളിലെയും ശരിക്കും അതിശക്തരായ 2 വ്യക്തികളുടെ സംഭാഷണത്തിൽ ഇതാ കടന്നു വന്നിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഈ ചർച്ച പല കുടുംബങ്ങളിലും നടക്കുകയാണ്. മാർക്ക് ആ സ്കൈസിറ്റിക് വാളിന് പുറത്തു വെച്ച് ഷീ കുടുംബത്തിന് ഷീഫങ്ങിനെ പരാജയപ്പെടുത്തിയത് ഒരു ചെറിയ സംഭവമായി ആരും കാണുന്നില്ല എന്നതാണ് ഇവിടെ വ്യക്തമാവുന്നത്. ഷീഫങ് അതിശക്തനാണ്. ആ അതിശക്തൻ ഷീ കുടുംബത്തിന്റെ അതീവ രഹസ്യ സ്പെല്ലുകൾ മാർക്കിനെതിരെ ഉപയോഗിച്ചെങ്കിലും മാർക്ക് ആ സ്പെല്ലുകളെ തകർത്തുകൊണ്ടാണ് ഷീഫങ്ങിനെ പരാജയപ്പെടുത്തിയത്. അതിപ്പോ ഒരു നാടോടി കഥ പോലെ എല്ലായിടത്തും പരന്നിരിക്കുകയാണ്. സകല സ്ഥലങ്ങളിലും മാർക്കൊരു ചർച്ചാ വിഷയമാണ്. അതുകൊണ്ട് തന്നെ മാർക്ക് ഫെല്ലറും ജൂവും പ്രിൻസിന്റെ കൊട്ടാരത്തിൽ നിന്ന് ടൗണിലേക്കൊക്കെ ഇടയ്ക്ക് ഇറങ്ങുമ്പോൾ അവര് ഈ കഥ കേൾക്കാറുണ്ട്. അവര് ചായക്കടയിലേക്ക് ചെന്നിരിക്കുമ്പോൾ എപ്പോഴും അവരുടെ അടുത്തേക്ക് ആളുകൾ ഓടി വരും. ഈ സ്കൈ സിറ്റിക്കകത്ത് ഉള്ള മിക്കവാറും ആളുകൾ പലരും പേടിച്ച് വന്നിരിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ അവർക്ക് മാർക്കിൽ ഒരു നേതാവിനെ കാണാൻ പറ്റുകയാണ്. മാർക്കിന്റെ അടുത്ത് വന്ന് ആ കാര്യം അവർ പറയുകയും ചെയ്യും. മാർക്ക് ഷീ കുടുംബത്തിനെതിരെ ഈ ഹെവൻലി റീജിയനിൽ ഒരാളും ഇതിനു മുമ്പേ ഒരു വിരല് പോലും ഉയർത്തിയിട്ടില്ല. അവിടെയുള്ള ഷിയുവിനെയും ഇപ്പൊ ഇതാ ഷീഫങ്ങിനെയും മാർക്ക് നീ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. ശരിക്കും ഇക്കാര്യം ഞങ്ങളിൽ ഉണ്ടാക്കുന്ന സന്തോഷം മാർക്ക് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞങ്ങളൊക്കെ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട് ഇത്തരം ഒരു ദിവസം ഉണ്ടാകാൻ വേണ്ടി. ശരിക്കും അവർ അധികാരത്തിൻ്റെ, ശക്തിയുടെ, പണത്തിൻ്റെ ഒരു ധാർഷ്ട്യത്തിൽ ഞങ്ങളെപ്പോലുള്ള ഇൻഡിപെൻഡന്റ് കൾട്ടിവേറ്റേഴ്സിനെ അടിച്ചമർത്തുകയാണ് ചെയ്യുക. മാർക്കിന് അവർ പറയുന്നത് മനസ്സിലാകും. കാരണം മാർക്ക് ബ്ലാക്ക് കുടുംബത്തിൽ പോയപ്പോൾ ആ കാഴ്ച കണ്ടതാണ്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് കൾട്ടിവേറ്റ് ചെയ്യുന്ന മാർഷൽ ആർട്ടിസ്റ്റ് ആകാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ അനവധി നാളത്തെ ശ്രമങ്ങൾക്കൊടുവിലാണ് റിവേഷൻ ഓഴ്സിലേക്ക് കടക്കുക. ആ സമയത്താണ് അവർക്ക് മുന്നോട്ട് പോകാനുള്ള റിസോഴ്സസ് അവരുടെ കയ്യിൽ ഇല്ല എന്ന കാര്യം മനസ്സിലാവുന്നത്. ആ റിസോഴ്സസിന് വേണ്ടി, അനുകൂലമായ സാഹചര്യങ്ങൾക്ക് വേണ്ടി അവര് ആ ബ്ലാക്ക് കുടുംബത്തിന്റെ പടികൾ കയറാൻ ശ്രമിക്കുന്ന കാഴ്ച മാർക്കിന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. 30 ദിവസത്തെ അതികഠിനമായ പരിശ്രമത്തിനൊടുവിൽ മാത്രമാണ് അവർക്ക് മുകളിലെത്താൻ പറ്റുന്നത്. ദിവസവും 100 കണക്കിന് ആളുകളാണ് മുകളിലേക്ക് കടക്കാൻ ശ്രമിക്കുക. പക്ഷെ വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമാണ് മുകളിലെത്തുക. മുകളിലെത്താൻ കഴിയാത്ത ഒത്തിരി ആളുകൾ ആ പടികളിൽ അവരുടെ ജീവൻ ബലിയർപ്പിക്കുന്നു എന്ന് പറയാം. സമാന സ്വഭാവത്തിൽ മറ്റു സ്ഥലങ്ങളിലും ഇതേ ശൈലിയിലുള്ള റിക്രൂട്ട്മെന്റ് ഉണ്ടാകും. അത്രയും ബുദ്ധിമുട്ടി ജീവൻ നഷ്ടപ്പെടുന്നെങ്കിൽ നഷ്ടപ്പെട്ടോട്ടെ എന്ന് കരുതി ആ പടികൾ കയറാൻ ആ ആളുകൾ ശ്രമിക്കുന്നത് ഉയർന്ന ഭാവി ലക്ഷ്യമിട്ടുകൊണ്ടാണ്. അങ്ങനെ ശ്രമിച്ച് ഉയർന്ന ഭാവിയിലേക്ക് എത്തിയില്ലെങ്കിൽ അവര് അടിച്ചൊതുക്കപ്പെടുന്ന ആളുകൾ പലരും ഒരു രക്ഷയുമില്ലാതെ വരുമ്പോഴാണ് ഈ സ്കൈ സിറ്റിയിലേക്ക് ഓടിയെത്തുന്നത്. മാർക്കിനിപ്പോ കഥകളൊക്കെ ഏകദേശം അറിയാം. മാർക്കും ജൂവും ആ സ്കൈ സിറ്റിയിലെ പല തെരുവുകളിലൂടെയും നടന്ന് ഭക്ഷണം കഴിച്ച് രസകരമായ കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങനെ പോകുമ്പോൾ മാർക്കിന്റെ ബോഡിയിലെ പരിക്ക് പതുക്കെ ഭേദമായി വരികയാണ്. ഈ സമയത്ത് ഒരു ദിവസം മാർക്കും ജൂവും പ്രിൻസിന്റെ കൊട്ടാരത്തിലെ അവരുടെ മുറിയിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വാർത്ത അവരെ തേടി വന്നു. ആ വാർത്തയുമായി അവരുടെ അടുത്തേക്ക് എത്തിയത് സാക്ഷാൽ പ്രിൻസ് തന്നെയാണ്. മാർക്കിന്റെ അടുത്തേക്ക് ഓടി വന്ന പ്രിൻസ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്,
ഇപ്പോൾ ഒരു വാർത്ത ഞാൻ കേട്ടായിരുന്നു. എന്താ പ്രിൻസ്? മാർക്ക്, ആ ലേല ഹൗസിൽ നടന്ന മോഷണം നടത്തിയത് നീയാണെന്നാണ് ആ ലേലം നടത്തുന്ന സ്ഥാപനത്തിന്റെ ഉടമ യാങ് നാങ് പറയുന്നത്. യാങ് നാങ്ങോ? അതെ, അയാളാണ് ഈ അസോസിയേഷന്റെ പ്രസിഡന്റ്. നീയും ഡീമൺ റേസിലെ ആ ഡീമൺ യോദ്ധാവും ചേർന്ന് നടത്തിയ ഓപ്പറേഷനാണ് ലേല ഹൗസിലെ ആ മോഷണമെന്നാണ് അയാൾ പറഞ്ഞുകൊണ്ട് വരുന്നത്. ശരിക്കും ഗുരുതരമായ ഒരു ആരോപണം മാർക്ക് ഫെല്ലർക്കെതിരെ ഇത് അവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഷീ കുടുംബവുമായി ബന്ധമുള്ള ഒരു സംവിധാനമാണ് ആ ലേല ഹൗസ് എന്ന് മാർക്ക് ഇതിനിടയിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ഷീ കുടുംബത്തിന്റെ ഒരു ആശ്രിതനാണ് ആ യാങ് നാങ്. ആ യാങ് നാങ് മനഃപൂർവ്വം മാർക്കിനെ വിചാരണ ചെയ്യാൻ വേണ്ടി ഒരു കാരണം ഉണ്ടാക്കുന്നതാണ്. പ്രിൻസ് കാര്യങ്ങൾ വിശദമാക്കിയതും ദേഷ്യത്തോടെ ജൂ ചാടി എണീറ്റു. ജൂവിന്റെ ആ ദേഷ്യം കണ്ടതും മാർക്ക് ജൂവിനോട് ചോദിച്ചു, ജൂ എന്ത് ചെയ്യാൻ പോകുന്നു? മാർക്ക്, ഞാൻ ഇപ്പോൾ വരാം. മാർക്കിനെ തടുക്കാൻ കഴിയുമ്പോൾ ജൂ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി. ജൂ അതിവേഗതയിൽ കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കണ്ട പ്രിൻസും ആകെ ഞെട്ടി എന്ന് പറയാം. ശരിക്കും ജൂവിനെ കുറിച്ച് പ്രിൻസിന് വലിയ പിടിയൊന്നുമില്ല. പ്രിൻസ് മാർക്കോട് ചോദിച്ചു, അവരെങ്ങോട്ടാ പോകുന്നത്? എനിക്കറിയില്ല. അങ്ങനെ പറഞ്ഞുവെങ്കിലും മാർക്കിന്റെ ഉള്ളിൽ ഒരു ഭയമുണ്ട്. മാർക്ക് ജൂവിന്റെ ബോട്ടം ലൈനാണ്. ജൂവിന് ചില ആളുകളുമായി മാത്രമാണ് ശരിക്കും ബന്ധമുള്ളത്. ആ ആളുകളിൽ രണ്ടുപേർ വെൻഡായും വെന്നെറിക്കുമാണ്. മൂന്നാമത്തത് മാർക്ക് ഫെല്ലറാണ്. പിന്നീട് ഒരാൾ വെൻഡായുടെയും വെന്നെറിക്കിന്റെയും അമ്മാവൻ ആ വെല്ലിയാണ്. അതിനും അപ്പുറത്തേക്ക് ജൂവിന്റെ മനസ്സിൽ തട്ടുന്ന ആളുകൾ കുറവാണ്. ശ്രീഹരിയും ശ്രീറാമും ഒക്കെ ജൂവിൽ നിന്ന് അല്പം അകലെ നിൽക്കുന്ന ആളുകളാണ്. പിന്നീട് ഒരു അടുപ്പമുള്ളത് സാക്ഷാൽ ഷൂ മേക്കറോടാണ്. എന്ന് പറഞ്ഞാൽ ഒരു വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമാണ് ജൂവിന്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ. ആ ആളുകൾക്ക് പുറമെ ജൂവിന് ഇപ്പോൾ സ്നേഹമുള്ളത് ആ ഡീമൺ സ്ലെയിം പീക്കിലെ ആളുകളാണ്. ഇവരിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു എന്ന് കേട്ടാൽ ജൂവിന്റെ രക്തം തിളയ്ക്കും. ജൂവിന്റെ ആ തിളച്ച രക്തം എന്ത് വേണമെങ്കിലും ചെയ്യും. അത് വൈകുന്നേരമായപ്പോൾ മാർക്ക് ഫെല്ലറും പ്രിൻസും അറിഞ്ഞു. പട്ടാപ്പകൽ ആ ലേലം നടന്ന ഹാള് ജൂ പൊളിച്ചടുക്കി. ജൂ ആ ഹാള് പൊളിച്ചടുക്കുമ്പോൾ അനവധി യോദ്ധാക്കൾ ആ സ്ഥലത്തേക്ക് ഓടിയെത്തിയിരുന്നു. സ്കൈ സിറ്റിക്കകത്ത് ഒരു ഫൈറ്റ് അനുവദനീയമല്ലാത്തത് കൊണ്ട് അവർക്ക് ജൂ ആ ഹാള് പൊളിച്ചെടുക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കാനേ പറ്റിയുള്ളൂ. സുന്ദരിയായ ഒരു പെൺകുട്ടി ആ കൂറ്റൻ ബിൽഡിങ്ങിനെ അവൾ അതിശക്തമായ പവർ ഉപയോഗിച്ച് തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ്. ആ തകർത്ത് തരിപ്പണമാക്കുന്ന കാഴ്ച ആളുകളൊക്കെ ലൈവായി കാണുകയും ചെയ്തു. സകലരും ശ്വാസം പിടിച്ചാണ് ആ കാഴ്ച കണ്ടത്. ഷീ കുടുംബത്തിന്റെ ബിൽഡിംഗ് ആണ്. ആ ബിൽഡിംഗ് ഒരാൾ തകർത്ത് തരിപ്പണമാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഷീ കുടുംബം ആ ആളോട് പ്രതികരിക്കും. പക്ഷേ സ്കൈ സിറ്റിക്ക് ഉള്ളിലായതുകൊണ്ട് ഷീ കുടുംബത്തിന്റെ യോദ്ധാക്കൾ ആ സ്കൈ സിറ്റിക്ക് ഉള്ളിലുണ്ടെങ്കിലും അവര് നിശബ്ദരായി അവർ ആ കാഴ്ച കണ്ടു എന്ന് തന്നെ പറയാം. ഏകദേശം സന്ധ്യയോടുകൂടി ജൂ മടങ്ങിയെത്തി. പ്രിൻസും മാർക്കും ജൂനെ കണ്ടതും ജൂവിന്റെ അടുത്തേക്ക് ഓടിയെത്തുകയായിരുന്നു. തന്റെ പ്രായമൊക്കെ മറന്നുകൊണ്ടാണ് പ്രിൻസ് ഓടിയെത്തിയത്. മാർക്ക് ജൂനോട് ചോദിച്ചു, എന്താവാൻ? അവരിനി ലേലം നടത്താൻ വേറെ സ്ഥലം കണ്ടുപിടിക്കേണ്ടി വരും. ജൂവിന്റെ മറുപടി വളരെ പ്രിസൈസ് ആണ്, വളരെ വ്യക്തമാണ്, കൃത്യതയാണ്. ജൂ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മാർക്കിനും പ്രിൻസിനും മനസ്സിലായില്ല. പക്ഷേ അല്പസമയം കഴിഞ്ഞപ്പോൾ വിവരങ്ങൾ അവരെ തേടി വന്നു. ആ ലേല ഹൗസ് ഇനിയൊരു ഓർമ്മ മാത്രമാണ്. അതറിഞ്ഞ മാർക്ക് ഫെല്ലറുടെ മുഖത്ത് ശരിക്കൊരു പുഞ്ചിരി വിരിഞ്ഞു. പ്രിൻസ് വല്ലാതെ അമ്പരപ്പോടെ മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, ഇത് വിഷയമാവുമല്ലോ? അതെ പ്രിൻസ്, ഇത് വിഷയമാകണം. വിഷയമായില്ലെങ്കിൽ നമ്മളിത് വിഷയമാക്കും. ജൂ, നമ്മളിവിടെ ഇങ്ങനെ ഒതുങ്ങി കഴിയുന്നത് നമ്മളെ വേട്ടയാടാൻ ആളുകൾ ഉള്ളത് കൊണ്ടാണ്. വേട്ടയാടപ്പെടുന്നവന്റെ ആ ബുദ്ധിമുട്ട് പലരും ഇതുവരെ അറിഞ്ഞിട്ടില്ല. ജൂ, അത് അവരെ അറിയിക്കാനുള്ള സമയമായില്ലേ? മാർക്ക്, ഉറപ്പായിട്ടുമായി. നീ പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഷീ കുടുംബവും യാവോ കുടുംബവുമാണ് മാർക്കിനിപ്പോൾ വേട്ടയാടുന്നത്. അവര് വേട്ടയാടപ്പെട്ടാൽ എങ്ങനെ ഉണ്ടാവും? അത് അവരൊന്നും അറിയണം. മാർക്ക് ആ രണ്ട് കുടുംബങ്ങളെക്കുറിച്ചും ജൂവിനോട് പറഞ്ഞതും ജൂവിന് കാര്യം മനസ്സിലായി. പ്രിൻസ് ആകെ അമ്പരം നിൽക്കുമ്പോഴേക്കും ആ രാത്രിയിൽ ജൂ വീണ്ടും പുറത്തേക്ക് പോയി. നേരം പുലർന്നപ്പോൾ ഒരു വാർത്ത എല്ലാവരും അറിയുകയാണ്. ഷീ കുടുംബത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ബിൽഡിംഗ് തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ്. പിറ്റേ ദിവസവും അത് ആവർത്തിച്ചു. അന്നത്തെ നഷ്ടം യാവോ കുടുംബത്തിനായിരുന്നു. ആ സ്കൈ സിറ്റിക്കകത്ത് യാവോ കുടുംബത്തിനും ഷീ കുടുംബത്തിനും മാത്രമല്ല, എല്ലാ പ്രമുഖ കുടുംബങ്ങൾക്കും അവരവരുടേതായ സംവിധാനങ്ങളുണ്ട്. അങ്ങനെയുള്ള സംവിധാനങ്ങളിൽ നിന്ന്
യാവോ കുടുംബത്തിൻ്റെയും അതുപോലെ ഷീ കുടുംബത്തിൻ്റെയും സംവിധാനങ്ങൾ തിരഞ്ഞു പിടിച്ച് ജൂ അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ജൂ അത് പൊളിച്ചെടുക്കുകയാണ്. ഒരു പെൺകുട്ടി ഈ സ്കൈ സിറ്റിക്കുള്ളിൽ ശരിക്കും ഒരു ടെററായി ത്രെട്ടായി വളർന്ന കാഴ്ച സ്വാഭാവികമായിട്ടും ആ സ്കൈ സിറ്റിക്ക് അകത്തുള്ള ആളുകളിൽ അമ്പരപ്പും അതിശയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ആ പെൺകുട്ടിയെ ഇടയ്ക്ക് അവര് മാർക്കിനൊപ്പം കണ്ടിട്ടുണ്ട്. മാർക്കുമായി ബന്ധമുള്ള ആ പെൺകുട്ടി ഒരു ടെററാണെന്ന് ഏകദേശം ഒരു ധാരണ സ്കൈ സിറ്റിക്കകത്ത് പതുക്കെ പതുക്കെ പടരുമ്പോൾ കൊട്ടാരത്തിലേക്ക് യാവോ കുടുംബത്തിൽ നിന്ന് ചില ആളുകളെത്തി. ആ സമയത്ത് മാർക്കും ജൂവും അകത്തെ മുറിയിലുണ്ട്. അവരോട് പുറത്തേക്ക് വരണ്ടെന്ന് യാവോ കുടുംബത്തിലെ ആളുകൾ വന്നു എന്ന് കേട്ടതും പ്രിൻസ് അറിയിക്കുകയും ചെയ്തു. ആ ഗ്രേറ്റ് ഹാളിലേക്കാണ് യാവോ കുടുംബത്തിൽ നിന്ന് ഒരു ഡസനോളം ആളുകൾ എത്തിയത്. അവര് പ്രിൻസിനെ കണ്ട് ഒന്ന് തൊഴുതു. പ്രിൻസ് അവരോട് ചോദിച്ചു, അല്ല എന്താ വന്നത്? പ്രിൻസ്, ഈ സ്കൈ സിറ്റിയിൽ അക്രമ പ്രവർത്തനങ്ങൾ ഒരു തുടർച്ചയായി മാറിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് പ്രിൻസിന്റെ കാര്യത്തിൽ ശരിക്കൊരു ഭയം തോന്നി. അതുകൊണ്ട് പ്രിൻസിന് സംരക്ഷണം നൽകാനായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ജൂവിന്റെ ആ ആക്ഷന് മറുമരുന്ന് യാവോ കുടുംബം ഇതാ കൊടുക്കുകയാണ്. പ്രിൻസിന് സംരക്ഷണം കൊടുക്കാൻ എന്ന പേരിൽ ആ കൊട്ടാരത്തിൽ യാവോ കുടുംബത്തിന്റെ ആളുകളെ താമസിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് ഇതാ യാവോ കുടുംബം കടന്നിരിക്കുകയാണ്. അവരുടെ ഡയലോഗ് കേട്ടതും പ്രിൻസ് അവരോട് പറഞ്ഞു, ഹേയ്, എന്നെ സംരക്ഷിക്കാൻ നിങ്ങളുടെ ആവശ്യമൊന്നുമില്ല. അതിന് എനിക്ക് എൻ്റെതായ സംവിധാനങ്ങളുണ്ട്. പ്രിൻസ്, ഇത് ഞങ്ങൾ മാത്രം തീരുമാനിച്ച കാര്യമല്ല. 9 ഗ്രേറ്റ് അരിസ്റ്റോക്രാറ്റ് കുടുംബങ്ങളും ഒന്ന് ചേർന്ന് എടുത്ത തീരുമാനമാണ്. 9 കുടുംബങ്ങളും ചേർന്നിട്ടെടുത്ത തീരുമാനമാണെന്ന് പറയുമ്പോൾ അതിനൊരു സിൻഡിക്കേറ്റിന്റെ തീരുമാനത്തിന്റെ ശൈലിയുണ്ട്. ആ ഹോളി റീച്ചിന്റെ ആ സെൻട്രൽ പ്ലെയിനിന്റെ ഭരണം നിർവഹിക്കുന്ന ആ സിൻഡിക്കേറ്റിന്റെ തീരുമാനത്തെ അതിജീവിക്കുവാൻ അല്ലെങ്കിൽ അതിനെതിരെ നിൽക്കാൻ പ്രിൻസിന് പറ്റത്തില്ല. പ്രിൻസിന് കാര്യം മനസ്സിലായി. അതുകൊണ്ട് പ്രിൻസ് ഒന്നും മിണ്ടാതെ അവരോട് യാത്ര പറഞ്ഞ് അകത്തെ അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് നടന്നു. അവിടെ നിന്ന് അദ്ദേഹം നടന്നെത്തിയത് മാർക്ക് ഫെല്ലറും ജൂ ഉള്ള സ്ഥലത്തേക്കാണ്. മാർക്ക് പ്രിൻസിനെ കണ്ടതും പ്രിൻസിനോട് ചോദിച്ചു, പ്രിൻസ്, അങ്ങ് എന്തിനാ ഇത് അനുവദിക്കുന്നത്? മാർക്ക്, എൻ്റെ അനുവാദത്തിന് അവിടെ ഒരു പ്രസക്തിയുമില്ല. തീരുമാനം അവരെടുത്തു കഴിഞ്ഞു. ഞാൻ മാർക്കിനോട് പറഞ്ഞില്ലേ ടാർഗറ്റ് ഞാനാണെന്ന്. നിന്നെ അന്ന് ആക്രമിക്കാനായി യാവോ കുടുംബക്കാർ വന്ന ദിവസം നീ ഓർക്കുന്നുണ്ടല്ലോ? അതെ, ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് ജൂവുമായി ഒരു ഏറ്റുമുട്ടൽ നടന്നപ്പോൾ അവരൊരു മിസ്റ്റിക് വേൾഡ് സൃഷ്ടിച്ചിരുന്നില്ലേ? അതെ, ഞാൻ ഓർക്കുന്നുണ്ട്. ആ മിസ്റ്റിക് വേൾഡിന് അകത്ത് വെച്ചാണല്ലോ സെമി സെന്റിനെ ജൂ കൊന്നത്. മാർക്ക്, ഞാനിവിടെ ഈ കൊട്ടാരത്തിൽ എത്രയോ കാലങ്ങളായി ഒറ്റയ്ക്കുണ്ട്. അന്നൊക്കെ വേണമെങ്കിൽ ഈ യാവോ കുടുംബത്തിന് മിസ്റ്റിക് വേൾഡ് സൃഷ്ടിച്ച് ആളുകളെ കൊലപ്പെടുത്താമായിരുന്നല്ലോ. സ്കൈ സിറ്റിയുടെ നിയമങ്ങൾക്ക് ബാധകമല്ലാത്ത ആ മിസ്റ്റിക് വേൾഡിനകത്തേക്ക് അവർക്ക് എതിരെന്ന് തോന്നുന്ന ആളുകളെ വലിച്ചു കയറ്റി കൊല്ലാൻ ഒരു ബുദ്ധിമുട്ടും അവർക്കുണ്ടായിരുന്നില്ല. പക്ഷെ അന്നൊന്നും അവർ ചെയ്തില്ല. ഇപ്പോൾ അവർ ചെയ്യുന്നു. അതിന്റെ അർത്ഥം വ്യക്തമല്ലേ മാർക്ക്? അവര് ഈ സ്കൈ സിറ്റിയുടെ പ്രൊട്ടക്ഷൻ പിൻവലിക്കാൻ പോവുകയാണ്. അതിനകത്ത് ഒരു സംശയവും വേണ്ട. അതിന് മാർക്ക്, നീ ജൂവും കൂടി ഇപ്പോൾ ഉണ്ടാക്കിയ സാഹചര്യങ്ങൾ ഇല്ലെങ്കിൽ അവർ വേറെ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയനെ. ജൂ ആ ഷീ കുടുംബത്തിന്റെയും യാവോ കുടുംബത്തിന്റെയും കേന്ദ്രങ്ങൾ ആക്രമിച്ചില്ലെങ്കിലും അതേപോലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ആ 9 അരിസ്റ്റോക്രാറ്റ് കുടുംബങ്ങളും അവർ തീരുമാനിച്ചിരിക്കുന്ന കാര്യത്തിലേക്ക് എത്തും. പ്രിൻസ് വയസ്സായെങ്കിലും അദ്ദേഹത്തിന്റെ ബുദ്ധി വളരെ കൃത്യതയുള്ളതാണ്. ശരിക്കും ഷാർപ്പാണ് അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾ. പ്രിൻസ് അങ്ങനെ പറഞ്ഞപ്പോൾ മാർക്ക് പ്രിൻസിനോട് ചോദിച്ചു, പ്രിൻസ്, അപ്പോ ഇനി നമ്മൾ എന്ത് ചെയ്യും? മാർക്ക്, ഇവിടെ പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാനില്ല, വരുന്നിടത്ത് വെച്ച് കാണാം. അതെ, എനിക്ക് പറയാനുള്ളൂ. മാർക്ക്, എനിക്ക് ഒരു കാര്യം പക്ഷെ നിന്നോട് പറയാനുണ്ട്. ഈ സ്കൈ സിറ്റിയിലെ പ്രൊട്ടക്ഷൻ പിൻവലിച്ചാൽ അവരാദ്യം ടാർഗറ്റ് ചെയ്യുന്നത് നിന്നെ ആയിരിക്കും. നീ അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ അതിനു മുമ്പ് രക്ഷപ്പെട്ടിരിക്കണം. മാർക്ക് ഫെല്ലറോടുള്ള ഒരു താല്പര്യം പ്രിൻസിന്റെ ആ വാക്കുകൾ ദൃശ്യമാണ്. മാർക്ക് ഒന്നും വേണ്ടിയില്ല. അന്ന് പകല് മാർക്ക് ഫെല്ലറും ജൂവും കൂടി വീണ്ടും ടൗണിലേക്ക് ഇറങ്ങി. ടൗണിലേക്ക് അവർ ഇറങ്ങുമ്പോൾ ഇപ്പൊ പലരും അവരെ കാണുമ്പോൾ 2 ശൈലിയിലാണ് പെരുമാറുന്നത്. അരിസ്റ്റോക്രാറ്റ് കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട അനവധി ആളുകൾ അവിടെ ഉണ്ട്. അവരൊക്കെ ലേശം അസ്വസ്ഥതയോടെയാണ് മാർക്കിനെയും ജൂവിനെ കാണുക. അതേസമയത്ത് പ്രഭു കുടുംബങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അവിടെ അഭയം തേടിയിരിക്കുന്ന ആളുകൾക്ക് അവരെ കാണുമ്പോൾ വല്ലാത്തൊരു ആവേശമാണ്. അത് മാർക്കും ജൂവും കൂടി ആ തെരുവിലൂടെ നടക്കുമ്പോൾ അനുഭവിക്കാറുണ്ട്. അവരെ കൊല്ലാനുള്ള ദേഷ്യത്തോടെ നോക്കുന്ന ആളുകളും അവരെ കാണുമ്പോൾ ആവേശത്തോടെ വരുന്ന ആളുകളും രണ്ടും ഒരുപോലെ അവർക്ക് അനുഭവപ്പെടുമ്പോൾ
മാർക്കും ജൂവും കൂടി നടന്നെത്തിയത് ഒരു ഗാംബ്ലിംഗ് സൈറ്റിലാണ്. ഗാംബ്ലിംഗ് സൈറ്റിലേക്ക് മാർക്കും ജൂവും കൂടി എത്തിയതും അവിടെ കാവൽ നിൽക്കുന്ന ആളുകൾ മാർക്കിനെ തടുത്തു. ഏയ്, നിങ്ങളെന്താ ഇവിടേക്ക് വന്നത്? സുഹൃത്തെ, എന്ത് ചോദ്യമാ നിങ്ങൾ ഈ ചോദിക്കുന്നത്? ഇവിടെ എന്തിനാ വരുന്നത്? ഗാംബ്ലിങ്ങിനല്ലേ? എനിക്ക് ഈ സ്റ്റോൺ ഗാംബ്ലിംഗ് ഒക്കെ വലിയ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഏയ് മാർക്ക്, നീ ആരാണെന്നും നിന്റെ ഉദ്ദേശം എന്താണെന്നും ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ആ പറയുന്ന ആളിന്റെ യൂണിഫോമിൽ ആ ഷീ കുടുംബത്തിന്റെ ഡ്രാഗൺ എംബ്ലം ഉണ്ട്. ഷീ കുടുംബത്തിന്റെ അതിശക്തമായ ഒരു ഗാംബ്ലിംഗ് ഹൗസിലാണ് മാർക്കും ജൂവും കൂടെ എത്തിയിരിക്കുന്നത്. ഷീ കുടുംബത്തിന് ഒരുപാട് റവന്യൂ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സ്ഥലമാണ് ആ ഗാംബ്ലിംഗ് ഹൗസ്. ഗാംബ്ലിംഗ് ആളുകൾക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഹോളി റിജിന്റെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് അനവധി ആളുകൾ അവിടേക്ക് ഒഴുകിയെത്തും. സ്റ്റോൺ ഗാംബ്ലിംഗ് ആണ് അവിടെ നടക്കുന്നത്. ആ ഗാംബ്ലിംഗ് ഹൗസിന്റെ വിവിധ ഭാഗങ്ങൾ വേറെ ഗാംബ്ലിംഗ് ആക്ടിവിറ്റീസും ഉണ്ട്. ഗാംബ്ലിംഗ് ഇഷ്ടമുള്ള ആളുകൾ പണമുണ്ടാക്കിയാൽ അവിടേക്ക് ഒഴുകിയെത്തും. മാർക്ക് അയാളോട് പറഞ്ഞു, നോക്ക്, ഞങ്ങൾ പ്രശ്നമുണ്ടാക്കാൻ വന്നതല്ല, ഗാംബ്ലിങ്ങിൽ പങ്കെടുക്കാൻ വന്നതാണ്. ഏയ്, അതിന് പണമുണ്ടോ നിന്റെ കയ്യിൽ? അങ്ങനെ അയാൾ ചോദിച്ചതും മാർക്കിന്റെ കാർഡ് എടുത്ത് അയാളെ കാണിച്ചു. അയാളെ കാർഡ് അയാൾ ഡിവൈൻ സെൻസ് ഉപയോഗിച്ച് ഒന്ന് സ്കാൻ ചെയ്തപ്പോൾ അതിനകത്ത് 50 ബില്യൺ സ്പിരിറ്റ് കോയിൻ ഉള്ളത് അയാൾ കണ്ടു. ഓക്കെ മാർക്ക്, ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, നീ പ്രശ്നമുണ്ടാക്കിയാൽ നിന്നെ അവസാനിപ്പിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ഏയ് സുഹൃത്തെ, ഞാൻ പറഞ്ഞല്ലോ, ഗാംബ്ലിംഗ് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അങ്ങനെ മാർക്ക് തീർത്തു പറഞ്ഞതും അയാൾ മാർക്കിനെ ജൂവിനെയും അകത്തേക്ക് വിട്ടു. ശരിക്കും ഒരു വൻ ബിൽഡിങ്ങിനകത്തേക്കാണ് മാർക്ക് ഫെല്ലറും ജൂവും കടന്നത്. അവരെ കടന്നിരിക്കുന്നത് അനവധി നിലകളുള്ള ഒരു ബിൽഡിങ്ങിലേക്കാണ്. മാർക്കും ജൂവും അകത്തേക്ക് കടന്നത് അതിവിശാലമായ ഹാളിലേക്കാണ്. അവിടെ ഒരുപാട് കൗണ്ടറുകളുണ്ട്. ഓരോ കൗണ്ടറും ആയിരക്കണക്കിന് സ്ക്വയർ ഫീറ്റുള്ള സ്ഥലങ്ങളാണ്. ആ കൗണ്ടറിൽ ഉയർന്ന പ്ലാറ്റ്ഫോമിൽ കല്ലുകൾ അങ്ങനെ കൊണ്ടുവച്ചിരിക്കുകയാണ്. ചെത്തി മിനുക്കാത്ത വെട്ടിയെടുക്കപ്പെട്ട കല്ലുകൾ. ആ കല്ലുകളിൽ നമുക്ക് താല്പര്യം തോന്നിയാൽ ആ കല്ലുകൾ നമുക്ക് വില കൊടുത്ത് വാങ്ങിക്കാം. നമ്മുടെ മുന്നിൽ വെച്ച് തന്നെ ആ കല്ല് പൊളിച്ച് അതിനകത്തുള്ള സാധനം നമുക്ക് എടുത്തു തരും. അതാണ് ഗാംബ്ലിംഗ്. 5 നിലകളിലായിട്ട് അവിടെ ആ ഗാംബ്ലിംഗ് ഹൗസിൽ കല്ലുകൾ അനവധി പ്ലാറ്റ്ഫോമുകളായി ഒരുക്കിയിരിക്കുകയാണ്. താഴത്തെ നിലയിൽ തന്നെ 100 കണക്കിന് പ്ലാറ്റ്ഫോം ഉണ്ട്. ഓരോ പ്ലാറ്റ്ഫോമിലും അനവധി ഡസൻ കല്ലുകളാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. ആ കല്ലുകൾ മുഴുവൻ നോക്കി കണ്ടുപോകാൻ തന്നെ ഒരുപാട് സമയമെടുക്കും. മാർക്ക് അതിലെ 1ാമത്തെ പ്ലാറ്റ്ഫോമിന്റെ അടുത്തേക്ക് നടന്നു വരുമ്പോൾ ആ പ്ലാറ്റ്ഫോമിന്റെ അടുത്തുള്ള ആളുകൾ മാർക്ക് ഫെല്ലറെ കണ്ടു. മാർക്ക് ഇപ്പോൾ വളരെ ഫേമസ് ആണ്. അതുകൊണ്ട് തന്നെ മാർക്കിനെ കണ്ടതും ആളുകൾ മാർക്കിനടുത്തേക്ക് ഓടിക്കൂടി. 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് മാർക്ക് എത്തിയ കണ്ട 2, 3, 4 പ്ലാറ്റ്ഫോമിലെ ആളുകളും മാർക്കിനടുത്തേക്ക് വരികയാണ്. മാർക്ക് ശരിക്കും ഒരു ജീനിയസ് ആണെന്ന് ഒരു വാർത്ത പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ മാർക്കിന് വളരെ എളുപ്പത്തിൽ അവിടെയുള്ള ആ കല്ലുകൾക്കുള്ളിൽ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ കഴിയും. അത് എങ്ങനെയെന്ന് കാണാൻ വേണ്ടിയാണ് ആളുകൾ ഓടിക്കൂടിയത്. മാർക്കിന്റെ ഡിവൈൻ സെൻസ് ആക്ടിവേറ്റ് ചെയ്തു. ആ ഡിവൈൻ സെൻസ് ഉപയോഗിച്ച് മാർക്ക് ആ ഭാഗം ഒന്ന് സ്കാൻ ചെയ്തപ്പോൾ ആ ഡിവൈൻ സെൻസ് പെട്ടെന്ന് കട്ടായി. ഡിവൈൻ സെൻസ് കട്ടായതും മാർക്കിന്റെ ആ ഡിവൈൻ ഐ ഒന്ന് ആക്ടിവേറ്റ് ചെയ്തു. ആ ഡിവൈൻ ഐ ഉപയോഗിച്ചാണ് മാർക്ക് പലപ്പോഴും പല സ്ഥലത്തെയും ലേലത്തിലും അതുപോലെ ഇതുപോലെ ഗാംബ്ലിങ്ങിലും ഒക്കെ പങ്കെടുക്കുക. ലേലത്തിനാണെങ്കിലും ഗാംബ്ലിങ്ങിനാണെങ്കിലും വരുന്ന സാധനങ്ങൾ ആ ഡിവൈൻ ഐ ഉപയോഗിച്ച് ഒന്ന് സ്കാൻ ചെയ്യുമ്പോൾ ആ കല്ലിനകത്ത് അല്ലെങ്കിൽ ആ സാധനത്തിനകത്ത് എന്താണ് ഉള്ളതെന്ന് മാർക്കിന് അറിയാൻ പറ്റും. മാർക്കിന്റെ ഡിവൈൻ ഐ മാർക്ക് ആക്ടിവേറ്റ് ചെയ്തു. ആ കല്ലിന് നേരെ ഒന്ന് നോക്കിയതും മാർക്കിന്റെ ഡിവൈൻ ഐ കട്ട് ചെയ്യപ്പെട്ടു. ആ ഡിവൈൻ ഐ എന്നുള്ള ആ നോട്ടം ഇടയ്ക്ക് വെച്ച് അങ്ങ് മുറിഞ്ഞു. ആ ബിൽഡിങ്ങിനകത്ത് അതിശക്തമായ ഒരു ഫോർമേഷൻ ആക്റ്റീവ് ആണെന്ന് അപ്പോഴാണ് മാർക്കിന് മനസ്സിലാകുന്നത്. മാർക്കിന്റെ ഡിവൈൻ ഐയും ഡിവൈൻ സെൻസും ഒന്നും അവിടെ ഉപയോഗപ്പെടുത്തില്ല. സാധാരണ മനുഷ്യന്റെ സാധാരണ നേത്രങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് മാത്രമേ അവിടെ ഒരാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. മാർക്കിന് അത് മനസ്സിലായതും മാർക്ക് ആ കല്ലുകളൊന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് അതിൽ നിന്ന് കൊള്ളാന്ന് തോന്നിയ ഒരു കല്ല് മാർക്ക് വാങ്ങിച്ചു. മാർക്ക് കല്ല് വാങ്ങിച്ചതും ഭയങ്കര കൈഡിയാണ്. മാർക്ക് ഫെല്ലർ എന്ന ആ ജീനിയസ് പ്രതിഭ ഇത് ഒരു കല്ല് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. എന്തായാലും അതിനകത്ത് എന്തെങ്കിലും ഉണ്ടാകും. ആ കാര്യം മാർക്കിന്റെ ആ ഫോളോവേഴ്സിന് ഉറപ്പായും അറിയാം. കല്ല് കട്ട് ചെയ്യുന്ന ആളെത്തി. മാർക്ക് പണമടച്ചു. അയാൾ ആ കല്ല് കട്ട് ചെയ്ത് തുടങ്ങി. അയാൾ പുഞ്ചിരിച്ചുകൊണ്ടാണ് കട്ട് ചെയ്യുന്നത്. അയാളുടെ കയ്യിലുള്ള ആ കത്തിക്ക് അസാമാന്യമായൊരു പവറുണ്ട്. അയാളെ കത്തി ആ കല്ലിന്റെ മുകളിലേക്ക് ഇങ്ങനെ പിടിച്ച് പതുക്കെ ഇങ്ങനെ താഴ്ക്കുമ്പോൾ അത് കട്ടയങ്ങ് പോവുകയാണ്. ശരിക്കും
പച്ചക്കറിയൊക്കെ കത്തി കൊണ്ട് ഇങ്ങനെ അരിഞ്ഞ് വീഴ്ത്തുന്ന പോലെ ആ കല്ലിനെ ആ കത്തി ഇങ്ങനെ അരിഞ്ഞു കൊണ്ടുപോവുകയാണ്. ഏതാനും മിനിറ്റുകൾ കൊണ്ട് ആ കല്ലിന്റെ ഏതാനും ഭാഗം മുറിക്കപ്പെട്ടു. അങ്ങനെ മുറിഞ്ഞു വന്നപ്പോൾ ആ കല്ലിനകത്ത് ശരിക്കൊരു കറുത്ത പ്രകാശം ഉണ്ടായി. മാർക്ക് ഫെല്ലർക്ക് ലോട്ടറി അടിച്ചു എന്ന പ്രകാശം കണ്ടതും ആൾക്ക് മനസ്സിലായി. മാർക്കിന്റെ മുഖത്തും ഒരു വല്ലാത്ത ആവേശം. പക്ഷേ കട്ട് ചെയ്യുന്ന മനുഷ്യന്റെ മുഖത്തെ പുഞ്ചിരി അപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട്. അയാൾ ആ കറുത്ത പ്രകാശത്തിലൂടെ ആ കത്തി താഴ്ത്തി കൊണ്ടുവരികയാണ്. ആ കത്തി താഴ്ന്നു പോകുന്ന കണ്ടതും മാർക്കിന്റെ മുഖത്തുണ്ടായിരുന്ന പ്രകാശം പതുക്കെ അങ്ങ് വാങ്ങി. ആ കല്ലിനകത്ത് ഒരു കറുത്ത പ്രകാശം ഉണ്ടെന്നല്ലാതെ ആ കല്ലിനകത്ത് വേറൊന്നുമില്ല. മാർക്ക് ആ കല്ല് രണ്ടായി പിളർന്നതും ആ കല്ല് അടുത്തേക്ക് നീട്ടിയിട്ട് മാർക്ക് തന്നെ കല്ല് പൊട്ടിച്ചു നോക്കി. ചെറിയ കഷ്ണങ്ങളായി മാർക്ക് അതിനെ പൊട്ടിച്ചിട്ടും അതിനകത്ത് ഒന്നുമില്ല. അമ്പരന്ന് പോയ മാർക്ക് ഫെല്ലർ ഒരു കല്ലൂടെ വാങ്ങിച്ചു. അതിനകത്തും ഒന്നും കിട്ടിയില്ല. ഏകദേശം ഒരു 6 കല്ല് തുടർച്ചയായി ഒന്നാമത്തെ സ്റ്റാളിൽ നിന്നും രണ്ടാമത്തെ സ്റ്റാളിൽ നിന്നും മൂന്നാമത്തെ സ്റ്റാളിൽ നിന്നും മാർക്ക് വാങ്ങിച്ചെങ്കിലും മാർക്കിന് ഒന്നും കിട്ടാതെ വന്നതും മാർക്കിനൊപ്പം ഉണ്ടായിരുന്ന ആ കാണികൾ പതുക്കെ മാർക്കിനെ വിട്ടൊഴിഞ്ഞു. മാർക്കിന് കല്ല് ഐഡന്റിഫൈ ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. ആ ഒരു ധാരണ എല്ലാവർക്കും ആ നിമിഷത്തിൽ തന്നെ ഉണ്ടായി. മാർക്ക് എങ്ങനെയാണ് കല്ല് ഐഡന്റിഫൈ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ അതുപോലെ കല്ല് ഐഡന്റിഫൈ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് അവർ മാർക്കിനൊപ്പം നിന്നത്. പക്ഷെ അത് ഇവിടെ പരാജയപ്പെടുകയാണ്. ഈ സമയത്തൊന്നും ഇതിലൊന്നും ശ്രദ്ധിക്കാതെ അവിടെ ചുമ്മാ കറങ്ങി നടക്കുകയാണ് ജൂ. മാർക്ക് വെറുതെ കറങ്ങി നടക്കുന്ന ജൂവിൻ്റെ അടുത്തേക്ക് എത്തി ജൂവിനോട് ചോദിച്ചു, അല്ല ജൂ, ഇവിടെ ഈ കല്ലിനകത്തുനിന്ന് എന്തെങ്കിലും ഉള്ള കല്ല് കണ്ടുപിടിക്കാൻ ജൂ വിചാരിച്ചു പറ്റൂ? മാർക്ക്, നീ എന്തായി പറയുന്നത്? അതിനൊന്നുള്ള കഴിവൊന്നും എനിക്കില്ല. ജൂ അങ്ങനെ പറയാതെ ഒന്ന് നോക്ക്. അങ്ങനെ മാർക്ക് പറഞ്ഞതും ജൂ പതുക്കെ മാർക്കിനൊപ്പം നടന്നു തുടങ്ങി. ഒന്നാമത്തെ സ്റ്റാളിൻ്റെ അടുത്തുനിന്ന് ജൂ ഇങ്ങനെ നടക്കുകയാണ്. ഓരോ സ്റ്റാളിലും ജൂ ഇങ്ങനെ നോക്കുന്നതല്ലാതെ ഒരു കല്ലും ജൂ തിരഞ്ഞെടുക്കുന്നില്ല. 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു, 50 സ്റ്റാൾ കഴിഞ്ഞിട്ടും ജൂ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അല്ല ജൂ, ഇവിടെ ഒന്നുമില്ലേ? മാർക്ക്, ഇതൊക്കെ പറ്റിപ്പ് സാധനങ്ങളാണ്. ജൂന് എങ്ങനെ മനസ്സിലാവുന്നു ഇത് പറ്റിപ്പാണെന്ന്? മാർക്ക്, നിനക്കറിയാമല്ലോ ഞാനൊരു ഫുഡിയാണെന്ന്. ഭക്ഷണം എവിടെ ഉണ്ടെങ്കിലും ഞാൻ കണ്ടെത്തിയിരിക്കും. ആ ഒരു വാസന അത് മാത്രമാണ് എനിക്കുള്ളത്. ഇവിടെ എനിക്ക് പറ്റിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും കാണും. ജൂ മറ്റാരും കേൾക്കാതെയാണ് മാർക്കിനോട് അത് പറഞ്ഞത്. അത് കേട്ടപ്പോൾ മാർക്ക് വെറുതെ ചിരിച്ചു. ജൂ അങ്ങനെ പറഞ്ഞിട്ട് പിന്നെയും നടക്കുകയാണ്. മാർക്ക് പതുക്കെ സ്ലോ ഡൗൺ ചെയ്തു തുടങ്ങി. മാർക്കിന് ഇപ്പോൾ കഥ ഏകദേശം അറിയാം. ജൂ എല്ലാ സ്റ്റാളും കണ്ടിട്ട് മടങ്ങി വരും. അങ്ങനെ മാർക്ക് ഒരു സ്ഥലത്ത് നിന്ന് ജൂനെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഏകദേശം ഒരു 73ാമത്തെ സ്റ്റാളിലെത്തിയപ്പോൾ ജൂ ആ സ്റ്റാളിന്റെ മുന്നിൽ അങ്ങ് നിന്നു. അവിടെ നിൽക്കുന്ന ജൂ അകത്തേക്ക് ചൂണ്ടി ആ സ്റ്റാൾ ഓണറോട് അവിടെ ഇരിക്കുന്ന ഒരു കല്ലെടുക്കാൻ പറയുന്നത് ദൂരെ നിൽക്കുന്ന മാർക്ക് കണ്ടു. ജൂ എന്തോ കണ്ടെടുത്തിരിക്കുന്നു. അങ്ങനെ തോന്നിയതും മാർക്ക് ആ സ്റ്റാളിന് നേരെ നടക്കുമ്പോൾ സ്റ്റാളിന്റെ ഓണർ ജൂവിനോട് പറഞ്ഞു, ഇതിനെ 300 മില്യൺ ആണ് വില. ഒരു കൂറ്റൻ കല്ലാണ് ജൂ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. എനിക്കത് വേണം, ജൂ ഉറക്കെ പറഞ്ഞതും ആ മനുഷ്യൻ ആ കല്ലെടുത്ത് ആ കല്ല് കട്ട് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവച്ചു. അപ്പോഴേക്കും മാർക്ക് ഫെല്ലർ അവിടെ എത്തി. മാർക്ക് ജൂവിനോട് ചോദിച്ചു, ജൂ ആ കല്ലാണോ വേണ്ടത്? അതെ മാർക്ക്, അതെനിക്ക് വേണ്ടത്. മാർക്ക് ഉടൻ തന്നെ ആ കല്ലിന്റെ പണമടച്ചു. മാർക്ക് പണമടച്ചതും ആ മനുഷ്യൻ ഒരു കത്തി കയ്യിലെടുത്തു. ആ കല്ല് കട്ടിയനായി. അത് കണ്ടതും ജൂ അയാളോട് പറഞ്ഞു, എന്റെ കല്ലിൽ നീ തൊടണ്ട, നീ തൊട്ട അത് വൃത്തികേടാകും, ആ കല്ലിങ്ങെടുത്തെ. ജൂവിന്റെ പിടിവാശി കലർന്ന ആ ഡയലോഗ് കേട്ടതും ആ മനുഷ്യൻ ആ കല്ലെടുത്ത് ജൂവിന് മുന്നിലുള്ള ടേബിളിന്റെ പുറത്തേക്ക് വെച്ചു. ആ ഹാളിനകത്ത് അനവധി ടേബിളുകൾ നമ്മൾ വാങ്ങുന്ന കല്ലുകൾ കൊണ്ടുവയ്ക്കാൻ വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ടേബിളിന്റെ മുകളിലേക്ക് ആ കല്ല് കൊണ്ട് വെക്കപ്പെട്ടതും ചുറ്റുമുള്ള സ്റ്റാളുകളിലെ ആളുകളൊക്കെ ജൂവിനെയും ആ കല്ലിനെയും കണ്ടു. സാധാരണ ഇതിൽ കല്ല് സ്റ്റോണിൽ തന്നെയുള്ള ആ സ്റ്റോൺ കട്ടർ കട്ട് ചെയ്ത് വൃത്തിയാക്കി കൊടുക്കുകയാണ് പതിവ്. അങ്ങനെ കട്ട് ചെയ്യാത്തൊരു കല്ല് പുറത്തെടുത്ത് വെച്ച് കണ്ടതുകൊണ്ടാണ് ആളുകൾ അങ്ങോട്ടേക്ക് നോക്കിയത്. ജൂ ആ കല്ലിൽ പതുക്കെ ഒന്ന് തടവി. അതിനുശേഷം ജൂ തൻ്റെ കൈവിരലിൽ ഉപയോഗിച്ചുകൊണ്ട് ആ കല്ലിന്റെ പുറത്തുനിന്ന് പതുക്കെ ചുരുണ്ടി ഇളക്കാൻ തുടങ്ങി. ആ കല്ലിന്റെ പുറത്തുള്ള മണ്ണൊക്കെ പതുക്കെ ചുരുണ്ടി ഇളക്കുന്ന ജൂവിനെ കണ്ട ആളുകൾക്ക് ഒരു വല്ലാത്ത കൗതുകം. ഒരു കൊച്ചു പെൺകുട്ടിയുടെ കൗതുകത്തോടു കൂടിയാണ് ജൂ ആ കല്ല് ഇളക്കുന്നത്. സ്വന്തം കൈയുടെ കരുത്ത് ഉപയോഗിച്ചുകൊണ്ട് ആ കല്ലിന്റെ ഓരോ ഭാഗവും ചെറുതായിട്ട് ഇളക്കി എടുക്കുകയാണ്. മാർക്ക് ഫെല്ലറും ആ സ്റ്റോളിലുള്ള മറ്റു ആളുകളും ഒക്കെ ആ കാഴ്ച കൗതുകത്തോടെ അങ്ങനെ നോക്കിയിരുന്നു. പക്ഷെ പെട്ടെന്നാണ് സമയം കടന്നുപോയത്. ഏകദേശം അരമണിക്കൂർ അവർ നോക്കി നിന്നിട്ടും ആ കല്ലിൽ നിന്ന് ചെറിയൊരു ഭാഗം മാത്രമാണ് ജൂവിന് അടർത്തിയെടുക്കാൻ പറ്റിയത്. ജൂ ആണെങ്കിൽ വളരെ വിലപ്പെട്ട ഒരു നിധി വൃത്തിയാക്കുന്നത് പോലെയാണ് ആ കല്ല് വൃത്തിയാക്കുന്നത്. 1 മണിക്കൂറായപ്പോൾ
കാണികളിൽ നല്ലൊരു ഭാഗം അവിടെ നിന്ന് മാറി അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അതാത് സ്റ്റാളുകളിലേക്ക് നീങ്ങി. ഏകദേശം 1.5 മണിക്കൂറായിട്ടും കല്ലിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. മാർക്ക് അടുത്തുള്ള ഒരു തൂണിനടുത്ത് വന്ന് അവിടെയുള്ള കസേരയിലിരുന്ന് ആ തൂണിലങ്ങ് ചാരിയിരുന്നു. എന്തായാലും ജൂവിന്റെ ആക്ഷൻ കഴിഞ്ഞിട്ട് മാർക്കിന് അവിടെ നിന്ന് പോകാൻ പറ്റും. മാർക്ക് അവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ സമയം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ജൂ ആ കല്ലിന്റെ മുകൾ ഭാഗം നന്നായിട്ടങ്ങ് വൃത്തിയാക്കി. ഏകദേശം ഒരു 2.5 മണിക്കൂറെങ്കിലും കഴിഞ്ഞു കാണും. അപ്പോഴേക്കും സമയം ഉച്ച കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ഒരു തിളക്കം പെട്ടെന്ന് ആ ഹാൾ മുഴുവൻ അനുഭവപ്പെട്ടു. സകലരുടെ പുറത്തും ഒരു പ്രകാശം അടിച്ചതുപോലെയാണ് ആളുകൾക്ക് തോന്നിയത്. അങ്ങനെ തോന്നിയതും ആളുകൾ എല്ലാവരും ആ പ്രകാശം വന്ന സ്ഥലത്തേക്ക് നോക്കുമ്പോൾ അവർ കാണുന്നത് ജൂവിന്റെ മുൻപിലിരിക്കുന്ന ആ കല്ല് ഏതാണ്ട് 60% വൃത്തിയാക്കപ്പെട്ടതാണ്. ആ വൃത്തിയാക്കപ്പെട്ട ഭാഗത്തു നിന്നാണ് ശരിക്കും പ്രകാശം വരുന്നത്. ആ കാഴ്ച കണ്ട ആളുകളെല്ലാം ഓടി അവിടേക്ക് ചെന്നപ്പോൾ കൂടെ മാർക്ക് ഫില്ലർ ഓടിയെത്തി. മാർക്കും വല്ലാത്തൊരു അവിശ്വസനതയോടെ ആ കല്ലിലേക്ക് അങ്ങനെ നോക്കി പോവുകയാണ്. ശരിക്കും ഒരു വലിയ മുട്ടയുടെ ഏകദേശം ഒരു 60% ആ കല്ലിനകത്തുനിന്ന് ജൂ ചുരണ്ടി എടുത്തിരിക്കുകയാണ്. ആ മുട്ടയുടെ ബാക്കി ഭാഗം കല്ലിന്റെ താഴോട്ടുണ്ട്. ജൂ ആണെങ്കിൽ വളരെ വളരെ ശ്രദ്ധിച്ച് ആ മുട്ടയുടെ പുറത്തുള്ള കല്ലിനെ ഇളക്കിളക്കി മാറ്റുകയാണ്. ഈ കാഴ്ച ജൂവിന് ആ കല്ല് വിറ്റ സ്റ്റോളിലെ ആളും കണ്ടു. അയാൾ ഓടി ജൂവിനടുത്തെത്തി. ഏയ്, ഇത് കൊള്ളാമല്ലോ. ആ മുട്ട പോലിരിക്കുന്ന വസ്തുവിലേക്ക് നോക്കിയ ആ സ്റ്റാൾ ഉടമസ്ഥൻ ജൂവിനോട് ചോദിച്ചു, ഏയ് ഇത് വിൽക്കുന്നോ? ഏയ് ഞാൻ വിൽക്കുന്നില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് ജൂ പിന്നെ ആ പാറ ഇളക്കുകയാണ്. സ്റ്റാൾ ഉടമസ്ഥൻ ജൂവിനോട് പറഞ്ഞു, ഞാനേ ഇരട്ടി വില തരാം. ഞാൻ പറഞ്ഞില്ലേ ഞാൻ വിൽക്കുന്നില്ലെന്ന്. 300 മില്യൺ സ്പിരിറ്റ് കോയിൻ വാങ്ങിച്ച ആ കല്ല് 600 മില്യൺ കൊടുത്ത് സ്റ്റോളുകാർ തിരിച്ചു വാങ്ങുമെന്ന് പറഞ്ഞിട്ടും ജൂ കൊടുക്കുന്നില്ല. അയാൾ പതുക്കെ അതിന്റെ വില കൂട്ടി തുടങ്ങി. ഈ കാഴ്ചകൾ കണ്ട് ശരിക്കും ആ സ്റ്റാൾ ഉടമസ്ഥൻ വില കൂട്ടി പറയുന്നത് കണ്ടപ്പോൾ ആളുകൾക്കൊക്കെ വല്ലാത്തൊരു കൗതുകം. ജൂ ആ സ്റ്റാൾ ഉടമയോട് പറഞ്ഞു, നോക്ക്, നിങ്ങള് എന്ത് തരാം എന്ന് പറഞ്ഞാലും ഞാൻ ഈ കല്ല് വിൽക്കത്തില്ല. ഏയ് പെൺകുട്ടി, നീ സംസാരിക്കുന്നത് ആരോടാണെന്ന് അറിയാവോ? നീ ആരാണെങ്കിലും എനിക്കെന്താ? ജൂവിന്റെ മറുപടി പെട്ടെന്ന് അയാൾ പറഞ്ഞു, ഏയ് ഞാൻ ഷീ കുടുംബത്തിൽ നിന്നാണ്. നീ ഷീ കുടുംബത്തിൽ നിന്നല്ല, ഏത് കുടുംബത്തിൽ നിന്നായാലും എനിക്കെന്താണ്? ഞാന് പണം നൽകി നിന്റെ കയ്യിൽ നിന്ന് ഒരു കല്ല് വാങ്ങിച്ചു. ആ നിമിഷം മുതൽ കല്ല് എന്റെ സ്വന്തമാണ്. ജൂ പറയുന്നതാണ് ശരിയെന്ന് അവിടെയുള്ള ആളുകൾക്കെല്ലാം അറിയാം. പക്ഷേ ഇത് ഷീ കുടുംബം നടത്തുന്ന ഗാംബ്ലിംഗ് ഹൗസാണ്. ആ ഗാംബ്ലിംഗ് ഹൗസിനകത്ത് ഷീ കുടുംബത്തിന്റെ സ്വന്തം ഗാംബ്ലിംഗ് സ്റ്റോളിൽ നിന്നാണ് ആ കല്ല് വാങ്ങിച്ചിരിക്കുന്നത്. ആ കല്ല് തിരിച്ചു പിടിക്കാനുള്ള കപ്പാസിറ്റി അവിടെ അവർക്കുണ്ട്. അതറിയാവുന്നവരാണ് ആളുകൾ പലരും. പക്ഷെ ഇതിനിടയിൽ ഇൻഡിപെൻഡന്റ് കൾട്ടിവേറ്റേഴ്സ് ഉണ്ടല്ലോ, അവര് ഡയലോഗുകൾ പറഞ്ഞു തുടങ്ങി. ഏയ് ഷീ കുടുംബം ഈ പറയുന്നത് ശരിയായ ഒരു കാര്യമല്ല. ഒരാൾ പണം നൽകി ഒരു സാധനം വാങ്ങിച്ചാൽ അത് അയാളുടെ സ്വന്തമാണ്. അതിനകത്തുനിന്ന് ചിലപ്പോ അയാൾക്ക് ഒന്നും കിട്ടില്ല, ചിലപ്പോൾ എന്തെങ്കിലും കിട്ടും. രണ്ടായാലും അത് അയാളുടെ മാത്രമാണ്. ഒരാള് ധൈര്യം സംഭരിച്ച് ആ അഭിപ്രായം പറഞ്ഞതും പല ആളുകളും ആ അഭിപ്രായത്തെ പിന്തുണച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഡയലോഗുകൾ പറഞ്ഞു തുടങ്ങി. താൻ വിചാരിക്കുന്ന പോലെ കാര്യം നടക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ ആ സ്റ്റോൾ ഉടമ പെട്ടെന്ന് അതിനെ നടത്തിപ്പുകാരനെ കാണാനായി മുന്നോട്ട് നീങ്ങുമ്പോഴേക്കും ആ നടത്തിപ്പുകാരൻ അവിടേക്ക് വന്നു. നല്ല നീളമുള്ള താടിയുള്ള ഒരാളാണ് വന്നിരിക്കുന്നത്. അയാളുടെ തലമുടി നല്ല വെളുത്തിട്ടാണ്. ആ വെളുത്ത തലമുടി ശരിക്കും അയാൾ ഓടി അങ്ങോട്ട് വരുമ്പോൾ അനങ്ങുന്നുണ്ട്. അയാളെ കണ്ടാൽ തന്നെ അറിയാം അയാളൊരു സീനിയർ കക്ഷിയാണെന്ന്. അയാൾ ഓടി ജൂവിന്റെ മുന്നിലേക്ക് വരുമ്പോഴേക്കും ആ കല്ല് പൂർണ്ണമായും ഇളക്കി മാറ്റി ജൂ ആ മുട്ട കയ്യിലെടുത്തു കഴിഞ്ഞു. ശരിക്കും ഒരു കറുത്ത നിറത്തിലുള്ള അതിമനോഹരമായ ഒരു മുട്ടയാണ് ഇപ്പോൾ ജൂവിന്റെ കയ്യിലിരിക്കുന്നത്. ജൂ ആ മുട്ട ജൂവിന്റെ നെഞ്ചിലോട്ട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. 2 കൈ കൊണ്ട് ആ മുട്ട നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിരിക്കുന്ന ജൂവിന്റെ അടുത്തേക്കാണ് അയാൾ ഓടിയെത്തിയത്. അയാൾ ജൂവിനോട് ചോദിച്ചു, ഏയ് ആ മുട്ട നോക്കട്ടെ. നിങ്ങൾ നോക്കണ്ട. ജൂവിന്റെ മറുപടി പെട്ടെന്ന് വരികയാണ്, ഏയ് അങ്ങനെ പറയാതെ, ആ മുട്ട എനിക്കൊന്ന് കണ്ടാൽ മാത്രം മതി. അയാൾ അങ്ങനെ നിർബന്ധിച്ച് പറഞ്ഞപ്പോ ജൂ അയാൾക്ക് കാണാൻ വേണ്ടി മുട്ടയുടെ പുറത്തുള്ള ഒരു കൈ എടുത്തു. ഇപ്പോ മുട്ട ജൂവിന്റെ വയറിൽ അങ്ങനെ ചേർത്ത് ജൂ പിടിച്ചിരിക്കുകയാണ്. 2 കൈ കൊണ്ടും മുട്ട ഇങ്ങനെ താങ്ങി പിടിച്ചിരിക്കുമ്പോൾ ആ മുട്ട വ്യക്തമായിട്ടും എല്ലാവർക്കും കാണാം. കറുത്ത നിറത്തിലുള്ള ഒരു വലിയ മുട്ട. ആ മുട്ടയിലേക്ക് സൂക്ഷിച്ചു നോക്കിയ ആ മനുഷ്യൻ ജൂവിനോട് പറഞ്ഞു, ഏയ് ഇത് നിങ്ങൾ വിചാരിക്കുമ്പോഴുള്ള ഒരു സാധനമല്ല. ഇത് ഒരുപാട് പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ഡീമനിക് എഗ്ഗാണ്. ഡീമനിക് എഗ്ഗോ? പെട്ടെന്ന് മാർക്ക് അങ്ങനെ ചോദിച്ചതും അയാൾ മാർക്കിനോടായി പറഞ്ഞു, അതെ, ഇത് ഏതോ ഡീമന്റെ മുട്ടയാണ്. അനവധി മൃഗങ്ങളും പക്ഷികളും ആ സ്പിരിച്വൽ സ്ഥിരമായി ബ്രീത്ത് ചെയ്യുമ്പോൾ
പതുക്കെ പതുക്കെ കാലങ്ങൾ കഴിയുമ്പോൾ മനുഷ്യരൂപത്തിലേക്ക് കടക്കാറുണ്ട്. അങ്ങനെ കടക്കുന്ന ആളുകളുടെ വംശത്തെയാണ് ഡീമൺ വംശം എന്ന് പറയുന്നത്. ആ ഡീമൺ വംശത്തിലേക്ക് പോയിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ മുട്ടയിടുന്ന ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ഇട്ട മുട്ടയായിരിക്കും ആ മുട്ടയെന്നാണ് ആ മനുഷ്യൻ പറഞ്ഞു വരുന്നത്. ഡ്രാഗണുകളും പക്ഷികളും ഒക്കെ അങ്ങനെ മുട്ടയിടുന്ന വംശത്തിലെയാണ്. അവരൊക്കെ പിന്നീട് മനുഷ്യരൂപം ആർജിച്ചവരുമാണ്. ആനറാഞ്ചി പക്ഷിയുടെ ശക്തിയുള്ള മനുഷ്യൻ എന്നൊക്കെ പറയുന്ന പോലെ ഏതെങ്കിലും ശക്തിയുള്ള ഒരു ജീവിയുടെ മുട്ടയാകും അത്. അതെങ്ങനെയോ കല്ലിനകത്ത് ഉറഞ്ഞു പോയതാണ്. ആ മനുഷ്യൻ അങ്ങനെ പറഞ്ഞതും ജൂ അയാളോട് പറഞ്ഞു, ആരുടെ മുട്ടയാണെങ്കിലും ഞാനിത് ആർക്കും തരില്ല, ഇതെന്റെ മുട്ടയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ജൂ പിന്നെയും ആ മുട്ട കെട്ടിപ്പിടിച്ചു. ജൂ ആ മുട്ട അങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ ആ വെളുത്ത താടിക്കാരൻ ജൂവിനോട് പറഞ്ഞു, നോക്ക്, ഈ മുട്ട നീ കൊണ്ടുപോകാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞത് തന്നെയാണ്. അതിന് മറുപടിയായി മാർക്ക് പറഞ്ഞു, ഏയ് അതെന്ത് പറച്ചില്ല നിങ്ങൾ ഈ പറയുന്നത്? അവർ പണം കൊടുത്ത് വാങ്ങിച്ച കല്ലിനകത്തുനിന്ന് അവർക്ക് ലഭിച്ച ആ മുട്ട അവരുടെ മാത്രം സ്വന്തമല്ലേ? അതിനകത്ത് നിങ്ങൾ എന്തിനാ ഒരു അഭിപ്രായം പറയുന്നത്? അല്ലെങ്കിൽ അത് വേണമെന്ന് നിങ്ങൾ എന്തിനാ പറയുന്നത്? ഏയ് മാർക്ക് ഫെല്ലർ, നീ ഈ വിഷയത്തിൽ കയറി ഇടപെടരുത്. ഇത് ഷീ കുടുംബത്തിന്റെ ഗാംബ്ലിംഗ് ഹൗസാണ്. ഇവിടുത്തെ നിയമങ്ങൾ അതെന്ത് തന്നെയാണെങ്കിലും ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. അങ്ങനെ അയാൾ പറഞ്ഞത് മാർക്ക് അയാളോട് പറഞ്ഞു, സോറി, നിങ്ങളുടെ ആ നിയമം ആ സ്ത്രീയുടെ അടുത്ത് ചെലവാകില്ല. അവര് ഡീൻ ലീയുടെ ഒരേ ഒരു ശിഷ്യയാണ്. മാർക്ക് വളരെ ചെറിയ ഒരു വാചകമാണ് ഇവിടെ പറഞ്ഞത്. ഡീൻ ലീയുടെ ഒരേ ഒരു ശിഷ്യയാണ് ആ സ്ത്രീ എന്ന് പറഞ്ഞതും ശരിക്കും ഒരു ഞെട്ടൽ ആ ഷീ കുടുംബത്തിന്റെ വെളുത്ത താടിക്കാരനുണ്ടായി. അതിനേക്കാൾ ഏറെ അമ്പരപ്പ് അവിടെ നിൽക്കുന്ന മുഴുവൻ ആളുകൾക്കും ഉണ്ടായി. തണ്ടർ കോർട്ട്യാർഡിന്റെ ദ ഒണാൻറ്റുള്ളി ഡീൻ ലീ എല്ലാവരും അറിയുന്ന ആളാണ്. ഇമോർട്ടൽ എംപറർ ലീ പെങ്ങിന്റെ പരമ്പരയിലെ അവസാന കണ്ണിയാണ് ഡീൻ ലീ. ആ ഡീൻ ലീ സാധാരണഗതിയിൽ ഒരാളെയും സ്വയം പരിശീലിപ്പിക്കാറില്ല. അദ്ദേഹത്തിന്റെ കീഴിലുള്ള മറ്റ് ആശാന്മാരാണ് തണ്ടർ കോർട്ട്യാർഡിൽ ആളുകളെ പരിശീലിപ്പിക്കുക. ഡീൻ ലീ സ്വന്തമായി ഒരാളെ പരിശീലിപ്പിക്കുന്നു, സ്വന്തമായി പേഴ്സണൽ ഡിസിപ്പിളായിട്ട് ശിഷ്യയായിട്ട് കൂടെ നിർത്തിയിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിനകത്ത് ഒരു പ്രസക്തിയുണ്ട്. ഡീൻ ലീയുടെ ശിഷ്യ എന്ന് കേട്ടപ്പോൾ അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഓളം ഉണ്ടായത്. മാർക്കിന്റെ ഡയലോഗ് ഉണ്ടാക്കിയ ഓളം പെട്ടെന്ന് ജൂവിന് മുമ്പിൽ ഒരുപാട് ആളുകൾ സൃഷ്ടിച്ചു. ഡീൻ ലീ തന്നെ അവർക്കാർക്കും കാണാൻ കിട്ടാറില്ല. അതുകൊണ്ട് ഡീൻ ലീയുടെ പ്രിയപ്പെട്ട ശിഷ്യയെ ദ ഒണാൻറ്റുള്ളി ഡിസിപ്പിളിനെ കാണാൻ വേണ്ടി ആളുകൾ ഓടിയെത്തിയതാണ്. ശരിക്കും ആ ഷീ കുടുംബത്തിലെ വെളുത്ത താടിക്കാരനും ആ വാർത്ത ഒരു അമ്പരപ്പുണ്ടാക്കി. അയാൾ മാർക്കിനോട് ചോദിച്ചു, എന്താ അവരുടെ പേര്? ഇതാണ് ജൂ ഊ. ജൂ ഊ എന്ന് കേട്ടപ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് പല കാര്യങ്ങളും ഓർമ്മ വരികയാണ്. തണ്ടർ കോർട്ട്യാർഡിനകത്ത് വെച്ച് ഷീ കുടുംബത്തിലെ സാക്ഷാൽ ഷിയുവിനെ അവന്റെ പൂർണ്ണ ശക്തിയിൽ പരാജയപ്പെടുത്തിയത് ഒരു ജൂ ആണെന്ന് അവരൊക്കെ കേട്ടിട്ടുണ്ട്. ആ വെളുത്ത താടിക്കാരനും അമ്പരപ്പോടെ ജൂവിനെ നോക്കി. ജൂ ശരിക്കും പവർഫുൾ ആണ്. ഷിയു ഒരു മിഡിൽ ലെവൽ റിവേഴ്സൺ ഔട്ട്സ്റ്റേജുകാരനാണ്. അവന്റെ ഫുൾ ശക്തിയിൽ എല്ലാ സ്പെല്ലുകളും അവൻ ഉപയോഗിച്ചപ്പോൾ അവനെ നിഷ്പ്രയാസം തണ്ടർ കോർട്ട്യാർഡിൽ വെച്ച് ജൂ എന്ന വ്യക്തി പരാജയപ്പെടുത്തിയ കഥ ഇപ്പോൾ ഒരു നാടോടി പാട്ട് പോലെ പ്രസിദ്ധമാണ്. അതേ ജൂ ഊ ആണ് ഇതാ അവിടെ നിൽക്കുന്നത്. ആ ജൂ ഡീൻ ലീയുടെ ഒരേ ഒരു ശിഷ്യമാണ്. ഡീൻ ലീയെ തൊട്ട് കളിക്കുക എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. ഷീ കുടുംബമാണെങ്കിലും ബ്ലാക്ക് കുടുംബമാണെങ്കിലും ഡീൻ ലീയെ തൊടുന്നതിന് മുമ്പ് രണ്ടാമതൊന്ന് ആലോചിക്കും. ആ കാര്യം അവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. ആ വെളുത്ത തടിക്കാരൻ ഉടൻ മാർക്കിനോടായി പറഞ്ഞു, ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ല. തണ്ടർ കോർട്ട്യാർഡിലെ ഡീൻ ലീക്ക് എന്തായാലും ഈ മുട്ട കുഴപ്പമില്ലാതെ സൂക്ഷിക്കാനോ നശിപ്പിക്കാനോ പറ്റിയേക്കും. മാർക്ക്, ഞാൻ വീണ്ടും പറയുന്നു, എത്രയും പെട്ടെന്ന് ഈ മുട്ട നശിപ്പിക്കുന്നതാണ് നല്ലത്. ഇത് ഒരു ഡീമൺ എഗ്ഗാണ്. ഒരു ചെകുത്താനായിരിക്കും ഈ മുട്ടയിൽ നിന്ന് പിറക്കുക. അങ്ങനെ ആ ചെകുത്താൻ പിറന്നാൽ പിന്നെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ചെകുത്താന്റെ പിറവി മനുഷ്യന്റെ അവസാനത്തിന് കാരണമാകും. ആ വെളുത്ത താടിക്കാരൻ അയാളുടെ അറിവാണ് അവിടെ പങ്കുവെക്കുന്നത്. സ്വാഭാവികമായിട്ടും അയാൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ഭയം ആ ഹാളിനകത്തുള്ള ആളുകൾക്കൊക്കെ ഉണ്ടായി. പക്ഷെ ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല എന്നതാണ് ജൂവിന്റെ മുഖഭാവം പറയുന്നത്. ജൂ ആ മുട്ട അവളുടെ സ്വന്തം കുഞ്ഞിനെ പോലെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. കൊച്ചു കുട്ടികൾ നമ്മൾ എടുത്തുകൊണ്ട് നടക്കുമ്പോൾ എത്രത്തോളം കരുതൽ നമ്മൾ കൊടുക്കുമോ അതേ കരുതൽ ജൂ ആ മുട്ടയെ കൊടുക്കുകയാണ്. അത് കണ്ടത് മാർക്ക് ജൂവിനെ കൊണ്ട് ആ ഹാളിൽ നിന്ന് പുറത്തിറങ്ങി. ജൂവും മാർക്കും കൂടി ആ മുട്ടയുമായി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ പല ആളുകളും അമ്പരപ്പോടെ നോക്കുകയാണ്. നല്ല കറുത്ത വലിപ്പമുള്ള ഒരു മുട്ട നെഞ്ചിനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി നടന്നു വരുന്നത് അവരൊക്കെ കണ്ടു.
മാർക്ക് ജൂനെ കൊണ്ട് അതിവേഗം പ്രിൻസിന്റെ കൊട്ടാരത്തിൽ മടങ്ങിയെത്തി. അവിടെ എത്തിയപ്പോൾ പ്രിൻസും ആ മുട്ട കണ്ടു. പ്രിൻസ് മാർക്കോട് ചോദിച്ചു, മാർക്ക് എന്താ ഇത്? പ്രിൻസ് എന്താണെന്നറിയില്ല, ഗാംബ്ലിംഗ് സൈറ്റിൽ നിന്ന് കിട്ടിയതാണ്. മാർക്ക് പറയുമ്പോഴും ജൂ ആ മുട്ട ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു കസേര ഒന്ന് ഇരിപ്പായി. ജൂ ആ മുട്ടയെ തൊട്ടും തലോടിയൊക്കെ നോക്കിയാണ്. മാർക്ക് ജൂനോട് ചോദിച്ചു, അല്ല ജൂ എന്താ ഉദ്ദേശം? മാർക്ക്, ഇതിനെ ഞാൻ വിരിയിക്കും. മുട്ട വിരിയിക്കുക എന്നുള്ളതാണ് ജൂവിന്റെ ടാർഗറ്റ്. മുട്ട വിരിഞ്ഞ് ഒരു ചെകുത്താൻ പുറത്തു വരുമെന്നാണ് നേരത്തെ ആ ഷീ കുടുംബത്തിന്റെ ആ എൽഡർ അവിടെ വെച്ച് പറഞ്ഞത്. അത് ജൂവും കേട്ടതാണ്. ചെകുത്താനല്ല, ആരതിന്ന് പുറത്തു വന്നാലും തനിക്കൊരു വിഷയമല്ല, താൻ എന്തായാലും ആ മുട്ട വിരിയിക്കും. അതാണ് ജൂവിന്റെ ലൈൻ. എന്തായാലും ഇത് ശരിക്കൊരു സെൻസേഷണൽ വിഷയമായി അങ്ങ് മാറി. ആ സ്കൈ സിറ്റിക്കകത്ത് പല ആളുകളും ഇതറിഞ്ഞു. ഡീൻ ലീയുടെ ഒരേ ഒരു ശിഷ്യ സാക്ഷാൽ ജൂ ആണ് അവിടെ ആ സ്കൈ സിറ്റിക്കകത്തുള്ളത്. ജൂ മാർക്കിനൊപ്പം ഉണ്ട് എന്നുള്ള വാർത്തയും സ്വാഭാവികമായിട്ടും അങ്ങ് സ്പ്രെഡ് ആവുകയാണ്. മാർക്കിനെ എതിരിടാനായി നടപടികൾ തുടങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകളും ഒന്ന് വിരണ്ടു. മാർക്കിനെ ആ സ്കൈ സിറ്റിയിൽ നിന്ന് പുറത്തെത്തിച്ച് മാർക്കിനെ അവസാനിപ്പിക്കാനായി ഗൂഷിങ് പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സമയത്താണ് അവനും ആ വാർത്ത അറിഞ്ഞത്. മാർക്ക് ഫെല്ലർക്കൊപ്പമുള്ള ആ സ്ത്രീ സാക്ഷാൽ ഡീൻ ലീയുടെ ശിഷ്യയാണ്. ഡീൻ ലീയുടെ ശിഷ്യയെ തൊട്ടാൽ കഥ ആകെ മാറും. ഗൂഷിങ്ങും ആ യാങ്ങും ഷീ കുടുംബത്തിലെ ആളുകളൊക്കെ ഈ വിഷയം ചർച്ച ചെയ്യുകയാണ്. മാർക്ക് ആ സ്ത്രീക്കൊപ്പമുള്ള സമയത്ത് അവനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവനെ ആ സ്ത്രീയിൽ നിന്ന് വേർപെടുത്തണം. അതിനുള്ള പദ്ധതി ഉണ്ടെങ്കിലേ കാര്യം നടക്കും. ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. മാർക്കിനെ ആ പ്രിൻസിന്റെ കൊട്ടാരത്തിൽ നിന്ന് സ്കൈ സിറ്റി വാളിന്റെ പുറത്തെത്തിക്കണം. അവിടെ വെച്ച് മാർക്കിനെ കൊല്ലുക. മാർക്കിനെ കൊല്ലാൻ അവർ തീരുമാനിച്ചു കഴിഞ്ഞു. സ്കൈ സിറ്റിക്ക് അകത്ത് വെച്ച് മാർക്കിനെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ സ്കൈ സിറ്റിയിലെ നിയമം പിൻവലിക്കപ്പെടുന്നവരെയും അത് അങ്ങനെ തന്നെയാണ്. മാർക്കിനെ സ്കൈ സിറ്റിക്ക് പുറത്തെത്തിച്ചാൽ അവിടെ വെച്ച് മാർക്കിനെ കൊല്ലാം. പക്ഷേ ആ സമയത്ത് മാർക്കിനൊപ്പം ഡീൻ ലീയുടെ ആ ശിഷ്യം കൂടി ഉണ്ടെങ്കിൽ അവർ വിചാരിക്കുന്ന കാര്യം നടക്കില്ല. ഇനി മാർക്ക് സ്കൈ സിറ്റിക്ക് പുറത്തു വരണമെങ്കിൽ അതിന് അതിൻ്റെതായ ഒരു കാരണം ഉണ്ടാകണം. അകത്തുള്ള മാർക്ക് എന്തിനാ പുറത്തു വരുന്നത്? അകത്ത് മാർക്ക് സുരക്ഷിതനാണ്. പുറത്തെത്തിയാൽ മാർക്കിനെ ആക്രമിക്കാൻ ആളുണ്ടാവും എന്നുള്ള കാര്യം മാർക്കിന് തന്നെ അറിയാം. ആ കാര്യങ്ങൾ ആളുകൾ ചർച്ച ചെയ്തപ്പോൾ ഗൂഷിങ് അവരോട് പറഞ്ഞു, ഗൂഷിങ് ആ യാങ് നാങ്ങിനോട് പറഞ്ഞു, യാങ് നാങ്, നിങ്ങൾ വിചാരിച്ചാൽ ആ ജൂവിനെ ശരിക്കും മാർക്കിൽ നിന്ന് അകറ്റാൻ പറ്റും. അതിന് ഞാനൊരു പരിപാടി പറഞ്ഞുതരാം. ചതിവിൽ ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്ന ആളാണല്ലോ ഗൂഷിങ്. അതുകൊണ്ട് തന്നെ അവൻ്റെ മനസ്സിൽ ഇഷ്ടംപോലെ കാര്യങ്ങൾ കടന്നു വരും. ആളുകളെ ചതിക്കാനുള്ള അടിപൊളി ഐഡിയകളുടെ ഒരു സമാഹാരമാണ് അവൻ്റെ തലച്ചോറ്. അവൻ അതിൽ ചില കാര്യങ്ങളൊക്കെ യാങ് നാങ്ങിനോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ യാങ് നാങ്ങിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. അങ്ങനെ ആ പുഞ്ചിരിയോട് കൂടി യാങ് നാങ് ഗൂഷിങ്ങിനോട് ചോദിച്ചു, ഓക്കെ, ജൂവിനെ അവിടെ നിന്ന് അങ്ങനെ ഒഴിവാക്കിയാൽ മാർക്ക് എങ്ങനെ സിറ്റി വാളിന് പുറത്തു വരും? ഈ സ്കൈ സിറ്റിക്ക് ചുറ്റുമുള്ള സിറ്റി വാൾ എന്ന് പറയുന്നത് ശരിക്കും നല്ല വീതിയുള്ള ഒരു മതിലാണ്. കൃത്യമായി പറഞ്ഞാൽ ഒരു വലിയ കോട്ടയാണ് സിറ്റിക്ക് ചുറ്റുമുള്ളത്. ഏകദേശം ഒരു 20 അടി വീതിയുള്ള കോട്ടയാണ്. ആ കോട്ടയുടെ മുകളിൽ സൈനികർക്ക് അതിനെ നിരന്ന് നിൽക്കാം. കോട്ടയുടെ മുകളിൽ നിന്നുകൊണ്ട് പുറത്തുള്ള കാഴ്ചകൾ കാണുകയും ചെയ്യാം. അതിവിശാലമായ ഒരു റോഡാണ് കോട്ടയ്ക്ക് മുകളിലൂടെ ഉള്ളതെന്ന് വേണമെങ്കിൽ പറയാം. ആ കോട്ടയുടെ പുറത്ത് മാർക്കിനെ എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മാർക്കിനെ കോട്ടയുടെ പുറത്തെത്തിക്കാൻ ഒരു ഐഡിയ തനിക്കുണ്ടെന്ന് ഗൂഷിങ് അവരോട് പറഞ്ഞു. ഗൂഷിങ്, അതെങ്ങനെയാ? മാർക്കിന് ഒരു കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പം? അവൻ കൂട്ടുകാർക്ക് വേണ്ടി എന്തും ചെയ്യും. സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടാലും മാർക്ക് ആ സമയത്ത് രണ്ടാമതൊന്നും ആലോചിക്കാതെ കൂട്ടുകാർക്ക് വേണ്ടി നിൽക്കും. ഭൂമിയിലായിരിക്കുമ്പോൾ ഗൂഷിങ് അത് കണ്ടതാണ്. മാർക്ക് ചാങ് മാങ്ങിന് വേണ്ടിയും എമിലി ബ്ലാക്കിന് വേണ്ടിയും ചെയ്ത കാര്യങ്ങൾ ഇപ്പോഴും ഗൂഷിങ്ങിന്റെ മനസ്സിലുണ്ട്. മാർക്കിന്റെ സുഹൃത്ത് ചാങ് മാങ് ഇപ്പോ ഷീ കുടുംബത്തിന്റെ ആ സ്കൈ പ്രിസൺ അകത്താണ്. അത് ഗൂഷിങ്ങിനും അറിയാം. ചാങ് മാങ് അല്ലാതെ മാർക്കിന് പരിചയമുള്ള ആളുകൾ ആരൊക്കെയാണെന്നുള്ള ഒരു ലിസ്റ്റ് ഗൂഷിങ് തയ്യാറാക്കി തുടങ്ങി. അയാള് ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് ചില ആളുകളെ വിളിച്ച് ചില നിർദ്ദേശങ്ങൾ കൊടുത്തു. ഒരു ഭാഗത്ത് മാർക്കിന് വേണ്ടപ്പെട്ട ചില ആളുകളെ പിടികൂടാനുള്ള നിർദ്ദേശം ഗൂഷിങ് കൊടുക്കുമ്പോൾ യാങ് നാങ് ഗൂഷിങ് പറഞ്ഞ ചില കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ കാത്തിരിക്കുകയാണ്. മാർക്കും ജൂ ഒന്നിച്ചായിരിക്കുന്നത്. അവരെ ഒരുമിച്ചേ കാണാറുള്ളൂ. അവർ രണ്ടും ആ രാജകുമാരന്റെ ആ പാലസിനകത്ത്
2 സ്ഥലങ്ങളിൽ എത്തുമ്പോഴാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഐഡിയ നടപ്പിലാക്കേണ്ടത്. അതിനുവേണ്ടി ഒരു അവസരത്തിനായി യാങ് നാങ് കാത്തിരിക്കുമ്പോൾ അയാളുടെ പ്രതീക്ഷ പോലെ ഒരു കാര്യം സംഭവിച്ചു. അതിൻ്റെ തുടക്കം കുറിച്ചത് ശരിക്കും പ്രിൻസാണ്. പ്രിൻസ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ആ ഡീമൻ എങ്ക് കണ്ടപ്പോഴാണ് എനിക്ക് ചില കാര്യങ്ങൾ ഓർമ്മ വരുന്നത്. മാർക്ക്, നീ നമ്മുടെ ലൈബ്രറി ഒന്ന് നോക്കാനുള്ള സമയമായി. ശരിക്കും മാർക്കും ജൂ വന്ന ആ ദിവസത്തിൽ തന്നെ പ്രിൻസ് മാർക്കിനെ ആ ലൈബ്രറി കാണിച്ചതാണ്. പക്ഷെ ലൈബ്രറിയിലേക്ക് കയറാൻ മാർക്കിന് സമയം കിട്ടിയില്ല. ലൈബ്രറിയെ കുറിച്ച് കേട്ടപ്പോൾ മാർക്കിന് ഭയങ്കര സന്തോഷം. മാർക്ക് ജൂനെ നോക്കിയപ്പോൾ ജൂ കിടക്കുകയാണ്. കിടക്കുന്ന ജൂ തന്റെ വയറ്റിലോട്ട് ആ മുട്ട ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. ശരിക്കും മുട്ടയ്ക്ക് ചൂട് കൊടുക്കുകയാണ് ജൂ. കോഴി മുട്ടയ്ക്ക് ചൂട് കൊടുത്ത് മുട്ട വിരിയിക്കുന്നത് പോലെ ജൂ ആ മുട്ടയ്ക്ക് ചൂട് കൊടുത്ത് അതിനെ വിരിയിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു വല്ലാത്ത കൗതുകം ആ കാഴ്ച ആരിലും ഉണ്ടാക്കും. മാർക്ക് കൗതുകത്തോടെ ജൂനെ നോക്കിയിട്ട് പ്രിൻസിനൊപ്പം ആ ലൈബ്രറിയിലേക്ക് നടന്നു. ലൈബ്രറിയുടെ മുന്നിലെത്തിയ മാർക്ക് ഫെല്ലർ വല്ലാത്തൊരു കൗതുകത്തോടെ അതിൻ്റെ ആ കൂറ്റൻ വാതിലങ്ങനെ നോക്കി പോവുകയാണ്. രാജകുടുംബത്തിലെ ഏറ്റവും മനോഹരമായ ഒരു പ്ലേസാണ് ആ ലൈബ്രറി. അതിൻ്റെ വാതിൽ രാജകീയ പ്രൗഢിയോടുകൂടി തന്നെയാണ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. പ്രിൻസ് മാർക്കിന് വേണ്ടി ആ വാതിലങ്ങ് തുറന്നു. മാർക്ക് അകത്തേക്ക് കിടന്നതും പ്രിൻസ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇവിടെ ആ മുകളിലത്തെ നിലയിൽ നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ചരിത്ര പുസ്തകങ്ങൾ കാണാം. നിനക്ക് ആവശ്യമുള്ള എല്ലാ ടൈപ്പ് പുസ്തകങ്ങളും ഈ ലൈബ്രറിയിലുണ്ട്. ഞാൻ എന്തായാലും അകത്തേക്ക് വരുന്നില്ല. ഞാൻ കുറേ ഈ ലൈബ്രറിക്കകത്ത് അലഞ്ഞിട്ടുള്ളതാണ്. മാർക്ക് ആ ലൈബ്രറിക്ക് ഉള്ളിലേക്ക് കടന്നു. അത് വിശാലമായ ലൈബ്രറിയാണ്. പക്ഷേ കാലം ഒരുപാട് മുന്നോട്ട് പോയതുകൊണ്ടാകാം ആ ലൈബ്രറിയിൽ പുസ്തകങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നതിന് ഒരു ചിട്ടയൊന്നുമില്ല. മാർക്കിന് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹമുള്ള പുസ്തകങ്ങൾ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട് സ്വാഭാവികമായും അവിടെ ഉണ്ട്. എന്തായാലും പ്രിൻസ് പറഞ്ഞ ആ മുകളിലത്തെ നിലയിൽ മാർക്ക് എത്തി. അവിടെയാണല്ലോ ഈ ഹോളി റീജിയനെ കുറിച്ചും റോയൽ കുടുംബത്തെക്കുറിച്ചുമുള്ള ചരിത്രം ഉറങ്ങുന്നത്. മാർക്ക് മുകളിലെത്തി അവിടെയുള്ള ഒരു ഷെൽഫിൽ നിന്ന് ഒരു പുസ്തകം കണ്ടെത്തി. കുറേ പുസ്തകങ്ങളിലൂടെ പരതിയപ്പോഴാണ് മാർക്ക് യഥാർത്ഥത്തിൽ ആ പുസ്തകത്തിൽ എത്തിയത്. റോയൽ കുടുംബത്തിന്റെ ചരിത്രമാണ് ആ പുസ്തകത്തിൽ സൂചിപ്പിക്കുന്നത്. ആ പുസ്തകം കയ്യിലെടുത്ത മാർക്ക് ഇരുന്ന് വായിക്കാൻ കഴിയുന്ന ഒരു സ്ഥലത്തെത്തി ആ പുസ്തകം തുറന്നു. റോയൽ കുടുംബത്തിന്റെ അതിമഹത്തായ ചരിത്രം വളരെ വിശദമായിട്ട് തന്നെ അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കുറെ വായിച്ചപ്പോൾ മാർക്കിന് ഒരു കാര്യം മനസ്സിലായി. റോയൽ കുടുംബം ഒരു സംഭവമാണെന്ന് സമർത്ഥിക്കാനുള്ള എല്ലാ ശ്രമവും ആ പുസ്തകത്തിന്റെ എഴുത്തുകാരൻ നടത്തിയിട്ടുണ്ട്. എപ്പോഴും കഥകൾ അങ്ങനെയാണ്. രാജകുടുംബം അവരൊരു സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടി ഒരുപാട് കഥകൾ ഉണ്ടാക്കും. ആ കഥയാണ് ചരിത്രമെന്ന ശൈലിയിൽ പിൽക്കാലം അതിനെ കാണുകയും ചെയ്യും. അവർ തള്ളിയതൊക്കെ ശരിക്കും കുറെ കൂടി ശക്തമായി പിൽക്കാലത്തുള്ള ചരിത്രകാരന്മാർ തള്ളും. അങ്ങനെ തള്ളി ഈ രാജാക്കന്മാരെ ഒരു വലിയ സംഭവമാക്കി കൊണ്ടുവരുന്ന ഒരു കഥ നമ്മൾ ഏവരും കാണുന്നതാണ്. അതേ ശൈലിയിലുള്ള ഒരു എഡിഫിക്കേഷൻ ആ ചരിത്രത്തിലൂടെ കടന്നുപോയ മാർക്കിന് ഏതാണ്ട് ബോധ്യമാവുകയും ചെയ്തു. മാർക്കിന്റെ കോമൺ സെൻസ് അനുസരിച്ച് നോക്കുമ്പോൾ അതിൽ പലതും ലേശം എക്സാഗ്രേറ്റഡ് ആണ്, കുറച്ച് വലിപ്പത്തിൽ പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ അതിനകത്ത് ഒരു കാര്യം വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. ആ ക്ഷേത്രത്തിലെത്തിയ ആ ട്രിബ്യൂണേഷൻ സ്റ്റേജിലെ ആ യോദ്ധാവിനെ കുറിച്ച്. അയാൾ ഒരു സ്റ്റേജ് കൂടി കടന്നിരുന്നുവെങ്കിൽ ഇമ്മോർട്ടൽ എംപറർ ആയനെ. ഇമ്മോർട്ടൽ എംപററായി ആരും റോയൽ കുടുംബത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം ആ കഥയിലൂടെ കടന്നുപോയ മാർക്കിന് മനസ്സിലായി. മാർക്ക് അത് അടച്ചു വെച്ചിട്ട് മറ്റ് പുസ്തകങ്ങളിലേക്ക് പതുക്കെ കടക്കുകയാണ്. മാർക്ക് അവസാനം നടന്നെത്തിയത് ഇമ്മോർട്ടൽ സ്ലേയിങ് സെക്ഷനെ കുറിച്ചുള്ള ഒരു പുസ്തകത്തിലാണ്. ഇമ്മോർട്ടൽ സ്ലേയിങ് സെഷൻ എന്ന ആ പേര് കണ്ടപ്പോൾ തന്നെ മാർക്ക് പുസ്തകങ്ങൾ എടുത്തുപോയി. മാർക്ക് കാലങ്ങളായി അറിയാൻ ആഗ്രഹിക്കുന്ന എന്താണ് അതിനകത്തുള്ളതെന്നാണ് മാർക്കിന് അറിയേണ്ടത്. മാർക്ക് ആ പുസ്തകവുമായി വീണ്ടും ആ ടേബിളിലെത്തി. വല്ലാത്തൊരു ഉത്സാഹത്തോടുകൂടി മാർക്ക് ഫെല്ലർ ആ പുസ്തകം തുറന്നു. ഇമ്മോർട്ടൽ സ്ലേയിങ് സെഷന്റെ തുടക്കം ശരിക്കും അതിശക്തനായ ഒരു ഇമ്മോർട്ടൽ എംപററിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതിശക്തനായ ആ ഇമ്മോർട്ടൽ എംപററുടെ പരമ്പരയാണ് അവസാനം ഇമ്മോർട്ടൽ സ്ലേയിങ് സെഷനായി മാറിയത്. കാലം അവരിൽ വരുത്തിയ മാറ്റം ആ ചരിത്രത്തിലൂടെ കടന്നുപോയ മാർക്കിന് മനസ്സിലാകുന്നുണ്ട്. റോയൽ കുടുംബവുമായി ബന്ധമുള്ള ആരോ ആണ് ഇമ്മോർട്ടൽ സ്ലേയിങ് സെഷനെ കുറിച്ചുള്ള കഥകൾ എഴുതിയിരിക്കുന്നത്. ആ കഥയിൽ അവർ പറയുന്നത് ഒരു ഡീമൻ എംപറർ ആയിരുന്നു ഇമ്മോർട്ടൽ സ്ലേയിങ് സെഷന്റെ സ്ഥാപകനെന്നാണ്. ഇമ്മോർട്ടൽ എംപററെ ഡീമൻ എംപറർ എന്ന് അവർ വിളിച്ചത്. ഒരു ചെകുത്താന്റെ സ്വഭാവമുള്ള ഒരു ചക്രവർത്തി.
ദൈവത്തിന് തുല്യമായ ചക്രവർത്തിമാരെയാണ് ഈ ഇമ്മോർട്ടൽ എംപറർ എന്ന് പറയുന്നത്. അവർ വിരലൊന്ന് അനക്കിയാൽ ശരിക്കും ഒരു ലോകം സൃഷ്ടിക്കാനും നശിപ്പിക്കാനും പറ്റും. അത്ര പവർഫുൾ ആണ് ഇമ്മോർട്ടൽ എംപറർമാർ. സ്ലെയിൻ സെഷന്റെ ആദ്യത്തെ ചക്രവർത്തിയെ ചെകുത്താൻ എന്ന് റോയൽ ഭരണകൂടം വിളിച്ചിരിക്കുകയാണ്. അത് വായിച്ചപ്പോൾ മാർക്കിന് ഒരു കാര്യം ബോധ്യമായി. ഈ റോയൽ ഭരണകൂടവുമായി ബന്ധപ്പെട്ട ആളുകൾ പഴയ ചരിത്രത്തെ അവർക്ക് അനുകൂലമായ ശൈലിയിൽ ഒന്ന് തമസ്കരിക്കുന്നതാണ്, ഒന്ന് മാറ്റിപ്പിടിക്കുന്നതാണ്. ഒരു ബാഡ് ഇമേജ് ആ ഇമ്മോർട്ടൽ എംപററുടെ സന്തതി പരമ്പരകൾക്ക് കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ചെയ്തിരിക്കുന്നത്. മാർക്ക് ഭൂമിയിൽ അത്തരത്തിലുള്ള അനവധി കഥകൾ വിവിധ രാജവംശങ്ങളെക്കുറിച്ചും വിവിധ ഭരണങ്ങളെക്കുറിച്ചും വായിച്ചിട്ടുണ്ട്. ഓരോ ഭരണകൂടവും മുമ്പിലത്തെ ഭരണകൂടത്തെ കരിവാരി തേക്കുന്ന ഒരു പ്രവണതയുണ്ട്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. മാർക്ക് ആ കഥകളുമായി ബന്ധപ്പെട്ട് അങ്ങനെ വായിച്ചിരിക്കുമ്പോൾ ഇവിടെ ജൂവിൻ്റെ അടുത്തേക്ക് ഒരാൾ ഓടിയെത്തി. ശരിക്കും ആ സമയത്ത് പ്രിൻസ് ആ ബിൽഡിങ്ങിലെ ഗ്രേറ്റ് ഹാളിനകത്തായിരുന്നു. ജൂവിൻ്റെ മുറിയിലും. പ്രിൻസ് ഇടയ്ക്കിടയ്ക്ക് ആ ഗ്രേറ്റ് ഹാളിലേക്ക് വരും. രാജസദസ് നടന്നിരുന്ന ആ ഹാളിൽ കൈകൾ പുറകിൽ കെട്ടി അങ്ങനെ നടക്കുക എന്നുള്ളത് ആ പ്രിൻസിന്റെ ഒരു ഇഷ്ടവിനോദമാണ്. ആ രാജസദസ്സിനകത്തൂടി അയാൾ അങ്ങനെ നടക്കുമ്പോൾ അയാളുടെ പിതാവ് ആ രാജസദസ് റൺ ചെയ്തിരുന്ന ചിത്രങ്ങൾ ആ രാജകുമാരന്റെ മനസ്സിലേക്ക് അങ്ങനെ വരും, ഒരു സിനിമ പോലെ. അയാൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു വിനോദമാണത്. അയാൾ അതിലങ്ങനെ ലയിച്ചിരിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ ജൂവിന്റെ മുറിയിലേക്ക് കടന്നത്. അയാള് ജൂവിന്റെ അടുത്തേക്ക് ഓടിയെത്തി ഉറക്കെ വിളിച്ചു, ജൂ. ശബ്ദം കേട്ട് ജൂ ആ മനുഷ്യൻ നോക്കിയപ്പോ ആ മനുഷ്യൻ ജൂവിനോട് പറഞ്ഞു, ജൂ ആകെ പ്രശ്നമാണ്. എന്ത് പ്രശ്നം? ജൂ, മാർക്ക് ഫെല്ലർ ഒരു അപകടത്തിലാണ്. മാർക്ക് അപകടത്തിലോ? അതെ ജൂ, മാർക്കിന്റെ ഒരു സുഹൃത്ത് സ്കൈ സിറ്റിയുടെ പുറത്ത് വന്നെന്ന് കണ്ടതും അങ്ങോട്ടേക്ക് ഓടിപ്പോയി. ഇപ്പോ മാർക്കിനെ അവിടെ ആളുകൾ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. അത് കേട്ടതും ജൂ ആ കിടക്കയിൽ നിന്ന് ചാടി എണീറ്റു. ജൂ അവനോട് ചോദിച്ചു, മാർക്ക് എവിടെയാ ഉള്ളത്? ജൂ വാ, ഞാൻ കാണിച്ചു തരാം. അങ്ങനെ പറഞ്ഞിട്ട് ആ മനുഷ്യൻ അയാൾ വന്ന വഴി കൂടി പുറത്തേക്ക് കുതിച്ചു. പ്രധാന വാതിലിൽ കൂടി പുറത്തേക്ക് പോയാൽ ഉറപ്പായും പ്രിൻസ് അവരെ കാണും. അയാൾ ആ വഴി ഉപയോഗിക്കാതെ വലതു ഭാഗത്തുള്ള ചെറിയ വഴിയിലൂടെയാണ് പുറത്തേക്ക് പോയത്. ജൂ വേറൊന്നും ആലോചിക്കാതെ ആ മനുഷ്യനെ ഫോളോ ചെയ്യാണ്. മാർക്കിനെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് തണ്ടർ കോട്ടിയാടുന്ന ജൂ ഇവിടെ മാർക്കിനൊപ്പം എത്തി നിൽക്കുന്നത്. ആ മാർക്കിന് എന്തെങ്കിലും സംഭവിക്കുന്നതിനെ കുറിച്ച് ജൂന് ആലോചിക്കാനേ പറ്റില്ല. ജൂനെ കൊണ്ട് ആ മനുഷ്യൻ പുറത്തേക്ക് പോയി. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ മാർക്ക് ഫെല്ലർ ആ ഇമ്മോർട്ടൽ സ്ലെയിങ് സെഷനെ കുറിച്ചുള്ള പുസ്തകം വായിച്ച് അടച്ചു വെച്ചു. മാർക്കിന് രാജകുടുംബത്തിന്റെ ഇടപെടൽ ആ പുസ്തകത്തിനകത്ത് ഒരുപാട് ഉണ്ടെന്ന് മനസ്സിലായതുകൊണ്ടാണ് ആ പുസ്തകം അങ്ങ് അടച്ചത്. മാർക്കിന് അറിയാവുന്ന കുറെ ചരിത്രങ്ങൾ ആ പുസ്തകത്തിനകത്തുണ്ട്, അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളുമുണ്ട്. പക്ഷേ ഇന്റർപ്രിട്ടേഷൻ അതാണ് മാർക്കിനോട് പിടിക്കാത്തത്. ചരിത്രത്തെ വളരെ ഭംഗിയായി രാജകുടുംബം അവരുടെ ചിന്തകൾക്കനുസരിച്ച് വളച്ച് ഒടിച്ചിരിക്കുകയാണ്. ആ വളച്ചൊടിച്ചിരിക്കുന്നത് കൃത്യമായും വിസിബിളാണ്. മാർക്ക് ആ ചരിത്രം പല ശൈലിയിൽ നേരത്തെ കാണുകയും കേൾക്കുകയും ചെയ്ത വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആ ചരിത്രം വളച്ചൊടിച്ചിരിക്കുന്നത് മാർക്കിന് മനസ്സിലാവും. മാർക്ക് മറ്റു പുസ്തകങ്ങളൊക്കെ പിന്നീട് വായിക്കാമെന്ന് കരുതി ലൈബ്രറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. മാർക്ക് നേരെ എത്തിയത് ഗ്രേറ്റ് ഹാളിലാണ്. മാർക്ക് എത്തുമ്പോൾ ഗ്രേറ്റ് ഹാളിലൂടെ സാക്ഷാൽ പ്രിൻസ് പുറകിൽ അങ്ങനെ കൈകെട്ടി അങ്ങനെ നടക്കുകയാണ്. പ്രിൻസ് നടന്ന് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വന്ന് നിന്നിട്ട് ആ സിംഹാസനം ഇരിക്കുന്ന ഭാഗത്തേക്ക് അങ്ങനെ നോക്കും. ആ സമയത്ത് പ്രിൻസിന് സിംഹാസനത്തിൽ അദ്ദേഹത്തിന്റെ അച്ഛനെ ദർശിക്കാൻ കഴിയുന്നുവെന്ന് അയാളുടെ കണ്ണുകൾ പറയും. അച്ഛൻ അവിടെ ഇരിക്കുമ്പോൾ ഇരുഭാഗത്തുമുള്ള അനവധി കസേരകളിൽ വിവിധ പ്രഭുകുടുംബങ്ങൾ ആളുകൾ അങ്ങനെ നിരന്നിരിക്കുന്നതും അവര് രാജ്യകാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതൊക്കെ പ്രിൻസ് അയാളുടെ കുട്ടിക്കാലത്ത് ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അയാൾക്ക് ആ കാഴ്ച ഒരിക്കൽ കൂടി അങ്ങനെ കാണാൻ പറ്റുന്നത്. മാർക്ക് നടന്ന് അങ്ങോട്ട് വരുമ്പോൾ പ്രിൻസ് യഥാർത്ഥത്തിൽ ആ സ്വപ്നത്തിൽ അങ്ങനെ മുഴുകി നിൽക്കുകയാണ്. മാർക്ക് പ്രിൻസിന് അടുത്തെത്തി പ്രിൻസിനോട് ചോദിച്ചു, അല്ല പ്രിൻസ് എന്താ ഇവിടെ നിൽക്കുന്നത്? മാർക്കിന്റെ ശബ്ദം കേട്ടപ്പോഴാണ് ശരിക്കും പ്രിൻസ് സ്വബോധത്തിലേക്ക് വരുന്നത്. ആ മാർക്ക്, നീ ലൈബ്രറിയിൽ നിന്ന് ഇറങ്ങിയോ? ഞാൻ ഇറങ്ങിയായിരുന്നു പ്രിൻസ്. ഞാന് അവിടെ ജൂവിന്റെ മുറിയിൽ വരുമ്പോൾ മുട്ട മാത്രമേ അവിടെ ഉള്ളൂ, ജൂവിനെ കണ്ടില്ല. മുട്ട സാധാരണഗതിയിൽ ജൂ അവിടെ അങ്ങനെ വെക്കുന്നതല്ല. ജൂ ഇങ്ങോട്ട് വന്നായിരുന്നോ? മാർക്ക് എന്താ പറഞ്ഞേ? ജൂ അവിടെ ഇല്ലെന്നോ? ജൂ അവിടെ ഇരിക്കുന്ന കണ്ടിട്ടാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ പറഞ്ഞ പ്രിൻസ് അതിവേഗം ജൂവിന്റെ മുറിയിലേക്ക് ഓടി. അവിടെ മാർക്ക് പറഞ്ഞതുപോലെ ആ മുട്ട മാത്രമേ ഉള്ളൂ. ഏയ്, ഇതെന്താ സംഭവം? ഈ മുട്ട ഉപേക്ഷിച്ച് ഒരിക്കലും ഒരു സ്ഥലത്തേക്കും ജൂ പോവില്ലല്ലോ. ആ ഡീമൻ മുട്ട കിട്ടിയതിന് ശേഷം ജൂവിനെ ആ മുട്ടയില്ലാതെ ഒരാളെയും കണ്ടിട്ടില്ല. മുട്ട ഉപേക്ഷിച്ചിട്ട് ജൂ എങ്ങോട്ടെങ്കിലും പോയെങ്കിൽ അത് അത്രയും പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാവും. മാർക്കും പ്രിൻസും ശരിക്കും
അമ്പരന്ന് നിൽക്കുമ്പോൾ അവരെ തേടി ഒരു സന്ദേശം എത്തി. ഒരു സന്ദേശവാഹകനാണ് അവിടെ എത്തിയത്. അയാള് പ്രിൻസിനെ ഒന്ന് വണങ്ങിയിട്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ അടുത്ത 1 മണിക്കൂറിനുള്ളിൽ സിറ്റി വാളിന്റെ പുറത്തെത്തിയിരിക്കണം. എത്തിയില്ലെങ്കിൽ നിന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കൊല്ലപ്പെടും. എന്താ ഈ പറയുന്നത്? നിങ്ങള് ആരാ നിങ്ങൾ? മാർക്ക്, ഞാൻ ആര് എന്നുള്ളത് ഇവിടുത്തെ വിഷയമല്ല. 1 മണിക്കൂറിനകത്ത് നീ പുറത്തെത്തിയില്ലെങ്കിൽ നിന്റെ സുഹൃത്തുക്കൾ വെണ്ടായും വെണ്ണറിക്കും കൊല്ലപ്പെടും. വെണ്ടായും വെണ്ണറിക്കെന്ന് കേട്ടപ്പോ മാർക്കിന് ശരിക്കൊരു വിറയൽ അനുഭവപ്പെട്ടു. മാർക്കിന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായിട്ടുള്ള സുഹൃത്തുക്കളാണ് വെണ്ടായും വെണ്ണറിക്കും. അവരുടെ ഇടപെടലാണ് ആദ്യമായി ആ സൗത്ത് പ്രൊവിൻസിനകത്ത് ഒരു ആക്രമണത്തിൽ നിന്ന് മാർക്കിനെ രക്ഷിച്ചത്. അവരുടെ അങ്കിൾ വെൻലിയാണ് മാർക്കിന്റെ മാസ്റ്റർ. ആ സംഭവങ്ങളൊക്കെ മാർക്കിന്റെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ്. മാർക്ക് ദേഷ്യത്തോട് അയാൾ ചോദിച്ചു, എവിടെ വേണ്ട? മാർക്ക്, ഞാൻ പറഞ്ഞല്ലോ 1 മണിക്കൂർ. ആ 1 മണിക്കൂർ സമയം നിനക്ക് ഞങ്ങൾ തരുന്നു. ആ സമയത്തിനുള്ളിൽ നീ പുറത്ത് എത്തിയില്ല എങ്കിൽ നീ പിന്നീട് നിന്റെ സുഹൃത്തുക്കളെ കുറിച്ച് ആലോചിക്കുകയും വേണ്ട. അങ്ങനെ പറഞ്ഞ അയാൾ അതിവേഗം അവിടുന്ന് പുറത്തേക്ക് പോവുകയും ചെയ്തു. സ്കൈ സിറ്റിക്കുള്ളിൽ ഒരു ആക്രമണം അനുവദനീയമല്ലാത്തത് കൊണ്ടാണ് ആ ആളെ മാർക്ക് തൊടാത്തത്. പ്രിൻസ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇപ്പോ എനിക്ക് മനസ്സിലാവുന്നു, നിന്നെ കുടുക്കാൻ വേണ്ടി ജൂനെ മനഃപൂർവ്വം ആരോ ഇവിടുന്ന് മാറ്റിയതാണ്. പ്രിൻസ് പറഞ്ഞ കാര്യം മാർക്കിന്റെ മനസ്സിലുമുണ്ട്. ജൂ അവിടെ നിന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ അവരെ എന്തെങ്കിലും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാലേ പറ്റൂ. മാർക്കിനെ അപകടം പറ്റിയെന്നോ അല്ലെങ്കിൽ അവരുമായി വേണ്ടപ്പെട്ട മറ്റാർക്കെങ്കിലും അപകടം പറ്റിയെന്നോ പറഞ്ഞാൽ രണ്ടാമത് ഒന്ന് ആലോചിക്കാതെ ജൂ അവർക്ക് പുറകെ പോകും. ജൂവിന്റെ ഒരു രീതി അതാണ്. ജൂ തനിക്ക് നഷ്ടപ്പെടുന്നതിനെ കുറിച്ചൊന്നും ആലോചിച്ച് വേവലാതിപ്പെടുന്ന ആളല്ല. പക്ഷെ ജൂവിനെ കുറിച്ച് ഇപ്പൊ ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. കാരണം ജൂവിനെ ഒരാളും തൊടില്ല. ജൂ ഡീൻ ലീയുടെ ശിഷ്യയാണെന്നുള്ള കാര്യം ഇപ്പോ എല്ലാവർക്കും അറിയാം. മാർക്കിന്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത് വെൻഡായും വെണ്ണറിക്കുമാണ്. മാർക്ക് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പ്രിൻസ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ ഒരു കാര്യം പറയാം, ഇത് നിനക്ക് വേണ്ടിയുള്ള കെണിയാണ്. നീ ഒരിക്കലും പുറത്തേക്ക് പോകരുത്. പുറത്തു പോയാൽ നിനക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. പുറത്ത് നിന്നെ കാത്ത് സെമി സെയിന്റുകൾ തന്നെ കാണും. മാർക്കിനും അതറിയാം. സെമി സെയിന്റുകളുടെ ഒരു ശൃംഖലയെ സൃഷ്ടിച്ചിട്ടായിരിക്കും ഈ പരിപാടി ആസൂത്രണം ചെയ്ത വ്യക്തികൾ മാർക്കിനെ കാത്തു നിൽക്കുന്നത്. സെമി സെയിന്റുകൾ മാർക്കിന് തൊടാൻ കഴിയുന്ന കഥാപാത്രങ്ങളല്ല. ആ കാര്യം ഓർമ്മയുള്ളത് കൊണ്ടാണ് പ്രിൻസ് മാർക്കിനെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. സമയം ഇങ്ങനെ കടന്നു പോവുകയാണ്. 5 മിനിറ്റായി, 10ആയി, അരമണിക്കൂറായി. ഈ സമയത്ത് വിവരമറിഞ്ഞ് സ്കൈ സിറ്റിക്ക് ഉള്ളിൽ നിന്നും പുറത്തുനിന്നുമായി ആളുകൾ ആ ഗേറ്റിന് പുറത്ത് തടിച്ചു കൂടിയിട്ടുണ്ട്. സ്കൈ സിറ്റിയുടെ ആ വാളിന് മുകളിൽ ഇഷ്ടംപോലെ ആളുകളുണ്ട്. സ്കൈ സിറ്റിയിലെ പ്രധാന കുടുംബങ്ങൾ ആളുകളൊക്കെ ആ വാളിന് മുകളിലുണ്ട്. അതിശക്തമായ കോട്ടയാണ് സ്കൈ സിറ്റിക്കുള്ളത്. ആ കോട്ട മതിലിന്റെ മുകളിലായി ആയിരക്കണക്കിന് ആളുകൾ തടിച്ചു കൂടിയിരിക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഇപ്പോൾ ഒരു കാഴ്ച കാണാം. അവർ നിൽക്കുന്ന ആ കോട്ടയിൽ നിന്ന് ഏകദേശം ഒരു 100-200 അടി മാറി 2 ചെറുപ്പക്കാരെ അവിടെ ബന്ധിച്ചിരിക്കുകയാണ്. ആ ചെറുപ്പക്കാരാണ് വെൻഡായും വെണ്ണറിക്കും. കോട്ടയ്ക്ക് പുറത്ത് ഒരുപാട് ആളുകൾ നിൽപ്പുണ്ട്. ഈ വിഷയം അറിഞ്ഞിട്ട് അവിടേക്ക് എത്തിയ ആളുകളാണ്. വെൻഡായുടെയും വെണ്ണറിക്കിന്റെയും മുന്നിലായി കൈകൾ പുറകിൽ കെട്ടി സാക്ഷൽ ഗൂഷിങ് അങ്ങനെ നിൽക്കുകയാണ്. ഗൂഷിങ്ങിന് സമീപത്തായി ഷീ കുടുംബവുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട്. കുറച്ചു മാറി മതിലിനടുത്തായി സാക്ഷൽ യാൻ നെഗും ഉണ്ട്. അയാൾ ഇതിലൊന്നും പെടാതെ മാറി നിൽക്കുകയാണ്. അയാൾക്ക് ഇതിനകത്ത് ബന്ധമുണ്ടെന്നുള്ള ഒരു കാര്യം ആരും അറിയാതിരിക്കാനുള്ള ഒരു ശ്രദ്ധ അയാൾ എടുക്കുന്നു എന്നർത്ഥം. ഗൂഷിങ്ങിനൊപ്പമുള്ള സെമി സെയിന്റ് ഗൂഷിങ്ങിനോട് ചോദിച്ചു, ഗൂഷിങ്, മാർക്ക് വരുമോ? അവൻ വരും. അവൻ ജീവൻ നഷ്ടപ്പെട്ടാലും സുഹൃത്തുക്കളെ രക്ഷിക്കാൻ ശ്രമിക്കും. മാർക്കിന്റെ ഒരു ശീലം കൃത്യമായിട്ടും മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിയാണ് ഗൂഷിങ്. ഏത് സാഹചര്യത്തിലും മാർക്ക് സുഹൃത്തുക്കൾക്കൊപ്പം നിൽക്കുകയുള്ളൂ. സ്വന്തം ജീവൻ ആ സമയത്ത് മാർക്കിന് ഒരു വിഷയമേ അല്ല. ഈ സമയത്ത് കൊട്ടാരത്തിനകത്ത് പ്രിൻസ് തന്റെ കഴിവിന്റെ പരമാവധി മാർക്കിനെ ഉപദേശിക്കാൻ ശ്രമിക്കുകയാണ്. സമയം ഏകദേശം 45 മിനിറ്റ് കഴിഞ്ഞു. ഇനി 15 മിനിറ്റ് കൂടിയേ ഉള്ളൂ. മാർക്ക് അസ്വസ്ഥനായി ആ ഗ്രേറ്റ് ഹാളിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. മാർക്കിന്റെ മനസ്സിൽ ആ വെൻഡായുടെയും വെണ്ണറിക്കിന്റെയും ചിത്രങ്ങളുണ്ട്. ശരിക്കും മാർക്കും അവരും തമ്മിൽ മാർക്ക് ഒരു വ്യത്യാസവും കണ്ടിട്ടില്ല. മാർക്കിനെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ കൊടുക്കാൻ തയ്യാറായ ആ 2 സുഹൃത്തുക്കളും ഇത് മരണത്തെ മുന്നിൽ കാണുകയാണ്. മാർക്ക് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പ്രിൻസ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ അവിടെ ചെന്നാലും നിന്റെ സുഹൃത്തുക്കളെ അവര് വെറുതെ വിടില്ല. അങ്ങനെ പ്രിൻസ് പറഞ്ഞതും മാർക്ക് പ്രിൻസിനോട് പറഞ്ഞു, ശരിയാണ്, പക്ഷേ
എനിക്ക് പോകാതിരിക്കാനാവില്ല. മാർക്ക്, ഞാൻ വീണ്ടും പറയുന്നു, അവിടെ ഉള്ളത് സെമി സെയിന്റുകളാണ്. പ്രിൻസ്, ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ ആലോചിക്കുന്നില്ല. എനിക്ക് വെണ്ടയും വെനറിക്കിനെയും ഒന്ന് കാണണം. അങ്ങനെ പറഞ്ഞ മാർക്ക് ഫെല്ലർ അവിടുന്ന് അതിവേഗം സിറ്റി വാളിന് നേരെ നടന്നു തുടങ്ങി. ഈ സമയത്ത് സിറ്റിക്കകത്ത് നിന്ന് ആളുകൾ ഇങ്ങനെ ആ ഗേറ്റിനടുത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പുറത്തും ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ സമയം ഏകദേശം 1 മണിക്കൂർ ആകാറായി. ഗൂഷിങ്ങിന്റെ അടുത്ത് നിൽക്കുന്ന ഷീ കുടുംബത്തിലെ ആ സെമി സെയിന്റ് ഗൂഷിങ്ങിനോട് ചോദിച്ചു, ഗൂഷിങ്, നീ പറഞ്ഞ സമയം തീരാറായല്ലോ, അവനെ കണ്ടില്ലല്ലോ. അവൻ വരും, എനിക്കത് ഉറപ്പാണ്. ഗൂഷിങ് അങ്ങനെ പറഞ്ഞു നിർത്തിയതും ഒരു ശബ്ദമോടെ ഉറക്കെ കേട്ടു. ഗൂഷിങ്! ആ മുഴക്കമുള്ള ശബ്ദം കേട്ട എല്ലാ ആളുകളും തിരിഞ്ഞു നോക്കുമ്പോൾ സിറ്റി വാളിന് പുറത്തേക്ക് സാക്ഷാൽ മാർക്ക് ഫെല്ലർ നടന്നു വരുന്ന കാഴ്ചയാണ് അവർ കണ്ടത്. മാർക്ക് ഫെല്ലർ ആ സ്കൈ സിറ്റി വാളിന് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ പുറത്തുണ്ടായിരുന്ന ആളുകൾക്കൊക്കെ വല്ലാത്തൊരു അതിശയം. മാർക്ക് ഒരു മിഡിൽ ലെവൽ റിവേഷൻ ഓയിൽ സ്റ്റേജുകാരനാണ്. അയാൾക്ക് ഒരിക്കലും പുറത്തു നിൽക്കുന്ന ആളുകളോട് ഏറ്റുമുട്ടാൻ ആകില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. എന്നിട്ടും മാർക്ക് ഇതാ പുറത്തേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. മാർക്കിനോട് എതിർപ്പുള്ള ആളുകൾക്ക് പോലും മാർക്കിന്റെ ആ ആക്ടിവിറ്റിയെ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടാലും സുഹൃത്തിന്റെ ജീവൻ നഷ്ടപ്പെടരുതെന്നുള്ള മാർക്കിന്റെ തീരുമാനമാണ് മാർക്കിനെ അവിടെ എത്തിച്ചത്. ആ കാര്യം ആ കാഴ്ചയിൽ കണ്ടുകൊണ്ട് നിൽക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം. മാർക്ക് ഗൂഷിങ്ങിനോട് പറഞ്ഞു, അവർ വിട്. വെണ്ടയും വെന്നറിക്കിനെയും കെട്ടിയിട്ടിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് മാർക്ക് അങ്ങനെ പറഞ്ഞത്. അത് കേട്ടതും ഗൂഷിങ് ഒന്ന് ചിരിച്ചു. മാർക്ക്, നിനക്കുള്ള ഗുണവും ദോഷവും ഇതാണ്. നിനക്കറിയാം ഞാൻ ഈ വെണ്ടയും വെനറിക്കിനെയും മോചിപ്പിക്കില്ല, എന്നിട്ടും നീ എന്റെ വാക്കുകൾ വിശ്വസിച്ച് ഇവിടേക്ക് വന്നു. ഗൂഷിങ്, ഞാൻ അവസാനമായി നിന്നോട് പറയുകയാണ്, അവരെ വിട്. മാർക്ക് അത് പറഞ്ഞതും മാർക്കിന്റെ പുറകിലായി ആ വാതിലിനടുത്തേക്ക് 3 സെമി സെയിന്റുകൾ അങ്ങ് നിരന്നു. ഒരു കാരണവശാലും മാർക്ക് ഫെല്ലർ തിരികെ സ്കൈ സിറ്റിക്കകത്ത് കയറരുത്. അതാണ് അവരുടെ ടാർഗറ്റ്. 4ാമത്തെ സെമി സെയിന്റ് മാർക്കിന്റെ അടുത്തേക്ക് നടന്നു വരികയാണ്. അയാൾ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിനക്ക് തന്നെ അറിയാം, നീ ഇവിടേക്ക് കാലെടുത്ത് വെച്ചപ്പോ നിന്റെ മരണം ഉറപ്പായിരുന്നു. അയാളെ ഒന്ന് നോക്കിയതിനു ശേഷം അയാളോട് പറഞ്ഞു, അത് നമുക്കങ്ങ് തീരുമാനിക്കാനുള്ള സമയമായില്ലല്ലോ, ആരാ മരിക്കുന്നെന്ന് നമുക്ക് കാണാം. അങ്ങനെ മാർക്ക് പറഞ്ഞതും ആ സെമി സെയിന്റ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ നിന്റെ ഫിസിക്കൽ ബോഡിയെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. നീ ശരിക്കും ശക്തനാണെന്നും നിന്റെ കയോട്ടിക് ബോഡി അമാനുഷികമായ പവറുള്ളതാണെന്നും ഒക്കെ പലരും പറയുമ്പോൾ അതൊന്ന് അറിയാൻ എനിക്കൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. ഇപ്പോ അതിനുള്ളൊരു അവസരം കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാളുടെ ഓറ ഒന്ന് റിലീസ് ചെയ്തു. ഒരു സെമി സെയിന്റിന്റെ ഓറ ശരിക്കും നമ്മളെ അതിശയിപ്പിക്കും. അയാളുടെ പുറത്തുനിന്ന് ഒരു ലേശം റെഡിഷ് കലർന്ന ഒരു ഓറയാണ് പുറത്തേക്ക് വരുന്നത്. അയാൾക്ക് ചുറ്റുമായി ഒരു ഇളം ചുവപ്പ് പ്രകാശം പതുക്കെ പതുക്കെ അങ്ങനെ വ്യാപിച്ചു വരുമ്പോൾ സകലരും കൗതുകത്തോടെയും അതേസമയം ഭയത്തോടെയുമാണ് ആ കാഴ്ച കാണുന്നത്. ശക്തമായ ഓറയാണ് റിലീസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആ നിമിഷത്തിൽ മാർക്ക് ഫെല്ലർ മാർക്കിന്റെ ഓറയെ റിലീസ് ചെയ്തു. മാർക്കിന് ചുറ്റും ഒരു സുവർണ പ്രകാശമാണ് റിലീസ് ചെയ്യപ്പെട്ടത്. മാർക്കിന്റെ ബോഡിക്ക് ചുറ്റുമുള്ള ആ സുവർണ പ്രകാശവും ആ സെമി സെയിന്റിന് ചുറ്റുമുള്ള ആ ഇളം ചുവപ്പ് പ്രകാശവും ആ പ്രദേശത്തെ മുഴുവൻ ഏതാണ്ട് പ്രഷറൈസ് ചെയ്യാൻ. ഈ സമയത്ത് പ്രിൻസ് ഉൾപ്പെടെ എല്ലാവരും മതിലിന്റെ മുകളിൽ എത്തിക്കഴിഞ്ഞു. ഒരു വൻ ജനസഞ്ചയം ആ സിറ്റി വാളിന് മുകളിലുണ്ട്. സിറ്റിക്കകത്തുള്ള ആളുകളൊക്കെയും ആ സിറ്റി വാളിന്റെ മുകളിലേക്ക് കയറി നിൽക്കുകയാണെന്ന് പറയാം. ഒരു സൂപ്പർ ഷോയ്ക്ക് അവരിത് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. സിറ്റിക്ക് പുറത്തുള്ള ആളുകളൊക്കെ ആ വാളിന് പുറത്തുമുണ്ട്. വാളിന് മുൻപിലായി ഒരു വൻ സദസ്സുണ്ടെന്ന് പറയാം. സെമി സെയിന്റിന്റെയും മാർക്ക് ഫെല്ലറുടെയും ആ ഓറകൾ തമ്മിൽ ഉരസുമ്പോൾ ശരിക്കും തീപ്പൊരികൾ ചിതറുകയാണ്. രണ്ടുപേരും ഒരു ആക്ഷനും എടുത്തിട്ടില്ലെങ്കിലും അതിശക്തമായ ആ 2 ഓറകളുടെയും ഒരു കൂടിച്ചേരൽ അവിടെ ഒരു വല്ലാത്ത പ്രഭ സൃഷ്ടിക്കുകയാണ്. ചുവപ്പും സ്വർണവും കലർന്ന ആ ഒരു ഓറയുടെ മിക്സിംഗ് സംഭവിച്ച ആ നിമിഷത്തിൽ മാർക്ക് ഫെല്ലർ 5th ലെവൽ ബാറ്റിൽ ഫോർമുല ആക്ടിവേറ്റ് ചെയ്ത് മുന്നോട്ടൊരൊറ്റ കുതിപ്പ്. മാർക്ക് 5th ലെവൽ ബാറ്റിംഗ് ഫോർമുല ആക്ടിവേറ്റ് ചെയ്തതും മാർക്കിന്റെ പവർ അങ്ങ് വർദ്ധിച്ചു. മുന്നോട്ട് കുതിച്ച മാർക്ക് ഫെല്ലറുടെ കൈയും എതിരാളിയായ ആ സെമി സെയിന്റിന്റെ കൈയും തമ്മിൽ വായുവിൽ ഒന്ന് കൂട്ടിമുട്ടിയതും മിന്നലുകളുടെ ഒരു പ്രളയം തന്നെ ഉണ്ടായി. അതിശക്തരായ 2 മാർഷൽ ആർട്ടിസ്റ്റുകൾ തമ്മിലുള്ള ഒരു കൂറ്റൻ ഇടി. ആകാശത്ത് ആ 2 കൈകൾ തമ്മിൽ കൂട്ടിമുട്ടിയതും തീപ്പൊരികൾ ചിതറുന്നതിനൊപ്പം അവിടെ ഒരുപാട് തരംഗങ്ങൾ സൃഷ്ടിച്ചു. ശരിക്കും നല്ല ശക്തനല്ലാത്ത ആളുകൾ ആ അടി കൂടുന്നതിന്റെ അടുത്തെങ്ങനെ നിന്നാൽ അവർ തെറിച്ചു പോവുകയോ
ഹൃദയം തകർന്ന് കൊല്ലപ്പെടുകയും ചെയ്യും. അത്ര ശക്തമായ തരംഗങ്ങളാണ് ആ നിമിഷത്തിൽ അവിടെ സൃഷ്ടിക്കപ്പെട്ടത്. റിവേഷൻ ഔട്ട് സ്റ്റേജിലെ മിഡിൽ ലെവലിലാണ് മാർക്ക് അതിശക്തനാണ്. മാർക്കിനേക്കാൾ ഒരുപാട് മുകളിലുള്ള ആ സെമി സെയിന്റ് ചിരിച്ചുകൊണ്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ നിന്റെ റെപ്യൂട്ടേഷൻ കാത്തു സൂക്ഷിച്ചിരിക്കുകയാണ്. ശരിക്കും നിന്റെ ബോഡി നല്ല പവർഫുൾ ആണ്. മാർക്ക് ഒന്നും മിണ്ടാതെ പിന്നെയും മുന്നോട്ട് കുതിച്ചു. ഈ സമയത്ത് മാർക്കിന്റെ ഇടത് കൈയും വലത് കൈയും ഒരുമിച്ച് ആ സെമി സെയിന്റിനെ പഞ്ച് ചെയ്യാണ്. സെമി സെയിന്റ് അത് പ്രതീക്ഷിച്ചിരുന്നുവെന്ന് അയാളുടെ റിയാക്ഷൻ വിളിച്ചു പറയുകയാണ്. അയാൾ ഇടത് കൈയും വലത് കൈയും ഉയർത്തി ആ രണ്ട് പഞ്ചും തടുത്തു. മാർക്കിന്റെ ഇടി അയാൾ കൂളായി തടുത്തു. മാർക്ക് വീണ്ടും പഞ്ച് ചെയ്തു. അയാൾ പിന്നെയും തടുക്കുകയാണ്. ഏകദേശം ഒരു 2-3 മിനിറ്റ് മാർക്കിന്റെ ആ ഇടി തടുക്കുന്നതിൽ മാത്രം അയാൾ ശ്രദ്ധിച്ചു എന്ന് പറയാം. അടുത്ത നിമിഷത്തിൽ അയാൾ അല്പം പുറകോട്ട് മാറി. മാർക്ക്, ഇനി എന്റെ ടേൺ. മാർക്കിന്റെ ഇടിയെ തടുത്തുകൊണ്ടിരുന്ന അയാൾ പെട്ടെന്നാണ് അയാളുടെ ഓറയുടെ അളവ് ഒന്ന് വർദ്ധിപ്പിച്ചത്. അത് വർദ്ധിച്ചതും ശരിക്കും അയാൾക്ക് ചുറ്റുമായിരുന്ന ഓറയുടെ അളവ് വൻതോതിൽ കൂടുകയാണ്. മാർക്കിന്റെ ആ സുവർണ പ്രകാശത്തെ അല്ലെങ്കിൽ സുവർണ ആ ഓറ പുറകോട്ട് തള്ളുകയാണ്. മാർക്ക് ആ സെമി സെയിന്റിനോട് ഏറ്റുമുട്ടുമ്പോൾ വളരെ ശ്രദ്ധിച്ച ഏറ്റുമുട്ടുന്നത്. അതുകൊണ്ടാണ് തുടക്കത്തിലെ 5th ലെവൽ ആ ബാറ്റിൽ ഫോർമുല മാർക്ക് ആക്ടിവേറ്റ് ചെയ്തത്. ആ ബാറ്റിൽ ഫോർമുലയുടെ സ്ട്രെങ്ത് അധികം നേരം മാർക്കിന് നിലനിർത്താൻ പറ്റില്ല. അത് മാർക്കിന് അറിയാം. അതുകൊണ്ട് തന്നെ ആ സെമി സെയിന്റ് ശക്തി വർദ്ധിപ്പിച്ചതും 10,000 സ്പെൽ ബ്രേക്കിംഗ് ഫിസ്റ്റ് ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് വീണ്ടും ആകാശത്തേക്ക് ചാടിയൊരു ഒറ്റ ഇടി. 10,000 സ്പെല്ലുകളെ ഒറ്റ ഇടിക്ക് തകർക്കുന്ന ഒരു പഞ്ച്. അതാണ് മാർക്കിന്റെ 10,000 സ്പെൽ ബ്രേക്കിംഗ് ഫിസ്റ്റ് എന്ന് പറയുന്നത്. മാർക്ക് തന്നെ ഡെവലപ്പ് ചെയ്ത ഒരു സംഭവമാണ്. ആ ഫിസ്റ്റ് താഴോട്ട് വരുമ്പോൾ 10,000 കൈകൾ ഒരുമിച്ച് താഴേക്ക് പതിക്കുമ്പോൾ തോന്നും. പക്ഷെ ഇതൊന്നും നമ്മുടെ സെമി സെയിന്റിനെ അലട്ടുന്നില്ല എന്ന് വ്യക്തമാണ്. അയാൾ പെട്ടെന്നാണ് മാർക്കിന്റെ ആ പഞ്ചിന് മുന്നിൽ ഒരു സീല് സൃഷ്ടിച്ചത്. ആ സീല് മാർക്കിന്റെ ആ പഞ്ചുകളെ തടുത്തു. മാർക്കും ആ സെമി സെയിന്റും തമ്മിലുള്ള ആ യുദ്ധം ശരിക്കും ഒന്ന് ശക്തമായി വരുമ്പോൾ ആ സെമി സെയിന്റിനോട് ബാക്കിയുള്ള സെമി സെയിന്റുകൾ പറഞ്ഞു, ഏയ്, ഇനി കളി വേണ്ട, അവനങ്ങ് തീർത്തേക്ക്. മാർഫല്ല റിവേഷൻ ഔട്ട് സ്റ്റേജിന്റെ മിഡിൽ ലെവലിലാണല്ലോ. അയാളെ ആ സെമി സെയിന്റ് കളിപ്പിക്കുകയാണെന്ന് മറ്റ് സെമി സെയിന്റുകൾക്ക് മനസ്സിലായതുകൊണ്ടാണ് അവര് ആ ഡയലോഗ് പറഞ്ഞത്. അത് കേട്ട ഗൂഷിങ്ങും ഉറക്കെ വിളിച്ചു പറഞ്ഞു, അതെ, ഇനി കളി വേണ്ട, കാണികൾക്കുള്ള എന്റർടൈൻമെന്റ് കൊടുത്തു കഴിഞ്ഞു. കാണികളെ രസിപ്പിക്കാൻ വേണ്ടിയാണ് അയാൾ മാർക്കിനെ പൂച്ച എലിയിട്ട് കളിപ്പിക്കുമ്പോൾ ഇട്ട് കളിപ്പിച്ചത്. അത് കേട്ട് പുഞ്ചിരിച്ച ആ സെമി സെയിന്റ് പെട്ടെന്ന് അയാളുടെ 2 കൈയും ഒന്ന് അനക്കി. 2 കൈയിലും ഇപ്പോ ഓരോ ഗോളങ്ങളുണ്ട്, പ്രകാശത്തിന്റെ ഗോളങ്ങൾ. ആ ഇളം ചുവപ്പ് കയറുന്ന ഗോളങ്ങളാണ് അയാളുടെ കയ്യിൽ വന്നിരിക്കുന്നത്. ആ 2 ഗോളങ്ങളും അയാൾ പതുക്കെ ഒന്ന് അനക്കുകയാണ്. അയാളുടെ കൈ അനങ്ങുന്നതനുസരിച്ച് ആ ഗോളങ്ങൾ അനങ്ങുന്നുണ്ട്. ആ ഗോളങ്ങൾ ഒന്ന് അനങ്ങി തുടങ്ങിയതും അയാൾ പതുക്കെ അയാളുടെ കൈ ഒന്ന് അടുപ്പിച്ചു തുടങ്ങി. അയാളുടെ കൈ ഇങ്ങനെ അടുപ്പിക്കുമ്പോൾ ആ 2 ഗോളങ്ങളും അയാളുടെ തൊട്ട് മുമ്പിൽ വന്നു. ആ നിമിഷത്തിൽ അയാൾ ആ ഗോളങ്ങൾ ഒന്ന് മാർക്കിനെതിരെ വോളിബോൾ ഫിംഗർ ചെയ്യും പോലെ ഒരുമിച്ച് ഫിംഗർ ചെയ്തു. ഇടത് കൈ കൊണ്ടും വലത് കൈ കൊണ്ടും ഒരുമിച്ച് ഫിംഗർ ചെയ്തതും 2 പന്തുകളും അതിവേഗം കറങ്ങി മാർക്കിനെതിരെ ഇങ്ങനെ പാഞ്ഞു വരികയാണ്. ആ ഗോളങ്ങൾ പാഞ്ഞു വരുന്നതിനിടയിൽ ഒരു സംഭവം ഉണ്ടായി. ശരിക്കും 2 ബോളുകളാണ് അയാളുടെ അടുത്തുനിന്ന് മാർക്കിനെതിരെ പാഞ്ഞു വന്നത്. പക്ഷേ വഴിക്ക് വെച്ച് അത് ഒന്നായോ എന്നൊരു സംശയം. അതൊരു കൺഫ്യൂഷൻ ടെക്നിക്കാണ്. യഥാർത്ഥത്തിൽ 2 അറ്റാക്കാണ്. പക്ഷേ ഒറ്റ അറ്റാക്കായി തോന്നുമ്പോൾ എതിരാളി ഒന്നിനെ മാത്രം ഡിഫെൻഡ് ചെയ്യുമ്പോൾ മറ്റത് എതിരാളിയെ കൊല്ലും. അയാൾക്ക് ശരിക്കും എക്സ്പീരിയൻസ് ഉള്ള, അയാൾ വിജയിച്ചിട്ടുള്ള ടെക്നിക്കാണ് അയാൾ മാർക്കിന് നേരെ ഉപയോഗിച്ചത്. ശക്തമായ ഗോളങ്ങൾ മാർക്കിന് നേരെ പാഞ്ഞു വരുമ്പോൾ മാർക്ക് ഉൾപ്പെടെ എല്ലാവർക്കും ഒരു ഗോളമേ കാണാൻ പറ്റും. 2ാമത്തെ ഗോളം ആദ്യത്തെ ഗോളത്തിന്റെ പുറകിലാണ്. മാർക്ക് അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ആലോചിക്കാതെ പാഞ്ഞു വരുന്ന ആ ബോൾ നേരെ കുതിച്ച് ആഞ്ഞൊരൊറ്റയിടി. മാർക്ക് ഇവിടെയും ഉപയോഗിച്ചത് ആ 10,000 സ്പെൽ ബ്രേക്കിംഗ് ഫിസ്റ്റ് തന്നെയാണ്. മാർക്കിന്റെ അതിശക്തമായ ആ പഞ്ച് സുവർണ പ്രകാശത്തോടൊപ്പം ആ ചുവപ്പ് പ്രകാശത്തിൽ പതിച്ചതും ആ പ്രകാശം ശരിക്കും തകർന്നു. മാർക്കിന്റെ കൈ ആ പഞ്ചിലൂടെ മുന്നോട്ട് പോയതും 2ാമത്തെ ആ ഗോളത്തിൽ ഇടിച്ചു. അതൊരു രഹസ്യ ബാളാണെന്ന് പറയാം. ആ രഹസ്യ ബാളിലേക്കും മാർക്കിന്റെ ശക്തമായ പഞ്ച് ഇടിച്ചു കയറിയതും അതും അങ്ങ് ചിതറി. ആ സെമി സെയിന്റ് വളരെ കൗതുകത്തോടെ മാർക്കിന്റെ ആ പഞ്ചുകൾ നോക്കി നിൽക്കുകയാണ്. അയാൾ ആ ബോളുകൾ ഇങ്ങനെ ഫിംഗർ ചെയ്ത് അയച്ചതിന് ശേഷം കൈ 2 പുറകിൽ കെട്ടി ആ കാഴ്ച ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് മാർക്ക് ഫെല്ലർ ആ 2 ബോളും ഇടിച്ചു തെറിപ്പിക്കുന്നത്. പെട്ടെന്ന് അയാൾ
ഒന്ന് ഊതി. അയാളുടെ വായിൽ നിന്നൊരു ചൂളം വിളി പോലെ ശബ്ദം പുറത്തേക്ക് വന്നതും അയാളുടെ വായിൽ നിന്ന് പുറത്തേക്ക് വന്ന വായു പെട്ടെന്ന് അതിശക്തമായ ഒരു കാറ്റായി മാറുകയാണ്. ആ കാറ്റിനൊപ്പം അയാളുടെ ഇടത് കൈയും വലത് കൈയും ഒന്ന് അനങ്ങിയതും അതിൽ തീജ്വാലകളും ഉണ്ടായി. ഒരു ചുവന്ന തീജ്വാല ശക്തമായി അയാളുടെ മുന്നിൽ രൂപം കൊള്ളുകയാണ്. ഏതാനും സെക്കൻഡുകൾ കൊണ്ട് അതൊരു വലിയ അഗ്നികുണ്ഡമായി മാറി. ആ അഗ്നികുണ്ഡത്തിൽ ചുവപ്പ് ജ്വാലകൾ മാത്രമേ ഉള്ളൂ. ആ ചുവപ്പ് ജ്വാലയുടെ അറ്റത്ത് കാറ്റടിക്കുന്നതുകൊണ്ട് ആ കാറ്റ് തറയിൽ നിന്ന് ആകാശത്തേക്ക് അങ്ങനെ ഉയർന്നു നിൽക്കും പോലെ തോന്നും. തറ മുതൽ ആകാശം വരെ ഒരു ചുവന്ന പ്രകാശം അങ്ങനെ തങ്ങി നിൽക്കുകയാണ്. അത് പെട്ടെന്നാണ് ഇരുഭാഗത്തേക്കും അങ്ങ് മാറുന്നത്. ഇരുഭാഗത്തേക്കും മാറി എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഇരുഭാഗത്തേക്കുമായി അത് വ്യാപിക്കുകയാണ്. ശരിക്കും അതിൻ്റെ ലക്ഷ്യം മാർക്കിനെ വളയുക എന്നുള്ളതാണ്. ആ പ്രകാശം അതിവേഗതയിൽ മാർക്ക് ഫെല്ലർക്ക് നേരെ പാഞ്ഞു വരുമ്പോൾ മാർക്ക് ഒരു സ്പെല്ല് ആക്ടിവേറ്റ് ചെയ്തു. അതൊരു സീലാണ്. നേരത്തെ ആ സെമി സെന്റ് ചെയ്തതുപോലെ ഒരു സീല് മാർക്ക് സൃഷ്ടിച്ചു. ആ സീലിന്റെ പിടി മാർക്കിന്റെ കയ്യിലാണ്. മാർക്ക് ആ സീലുമായി ഒന്ന് ചുറ്റും കറങ്ങുമ്പോൾ മാർക്കിനെ ആക്രമിച്ച ആ ഫ്ലെയിമിൽ മാർക്കിന്റെ സീൽ ഇടിക്കുകയാണ്. ശരിക്കും ഇരുമ്പുകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ കിടയുടെ ശബ്ദത്തോടു കൂടി ആ സീലും മാർക്കും അങ്ങനെ കറങ്ങി ഒരു റൗണ്ട് പൂർത്തീകരിച്ചതും വീണ്ടും ആ പ്രകാശം മാർക്കിന് നേരെ വന്നു. ഏതാനും മിനിറ്റുകൾ നേരം മാർക്കും ആ പ്രകാശവും തമ്മിലുള്ള യുദ്ധം കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ തുടരുകയാണ്. ഒരു 7-8 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ പ്രകാശത്തിന്റെ ശക്തി ഒന്ന് കുറഞ്ഞു. ആ സെമിസെന്റെ മുഖത്ത് ഇപ്പോഴൊരു പുഞ്ചിരിയുണ്ട്. ഏയ് മാർക്ക് ഫെല്ലർ, നീ ശരിക്കും എന്നെ അതിശയിപ്പിക്കുന്നുണ്ട്. നിന്റെ ലെവലിൽ നീ ഒരു പ്രഗത്ഭൻ തന്നെയാണ്. ശരിക്കും നിന്നെപ്പോലൊരു ജീനിയസിനെ കൊല്ലേണ്ടി വരുന്നതിൽ എനിക്കും വിഷമമുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ അടുത്ത് സൃഷ്ടിച്ചത് ആ ലൈഫ് ആൻഡ് ഡെത്ത് ഡയഗ്രമാണ്. മാർക്ക് ഷീ കുടുംബത്തിൽ ഒരുപാട് തവണ കണ്ട അതേ ഡയഗ്രം ഒരിക്കൽ കൂടി അവിടെ സൃഷ്ടിക്കപ്പെട്ടു. മാർക്കിനറിയാം ആ ഡയഗ്രത്തിന്റെ കുഴപ്പം. നേരത്തെ 2 തവണ ആ ഡയഗ്രം ഉണ്ടാക്കിയ ആളുകളോട് മാർക്ക് ഏറ്റുമുട്ടിയിട്ടുണ്ട്. ഷിയുവിനോടും ഷീഫെങ്ങിനോടും. 2 പേരും റിവേഷൻ ഓയിഡ് ലെവലിലെ മിഡിൽ സ്റ്റേജുകാരാണ്. മാർക്കിന്റെ സെയിം ലെവൽ. ഷിയുവിനോട് ഏറ്റുമുട്ടുമ്പോൾ മാർക്ക് ഒരു ലെവൽ താഴെയായിരുന്നു. ഷിഫെങ്ങും മാർക്കും ഒരേ ലെവലിലായിരുന്നു. പക്ഷെ ഇപ്പോ ആ ലൈഫ് ആൻഡ് ഡെത്ത് ഡയഗ്രം ഉപയോഗിക്കുന്നത് ഒരു സെമി സെയിന്റ് ആണ്. അയാൾ റിവേഷൻ ഓയിഡ് സ്റ്റേജിന്റെ അവസാന ലെവല് കടന്ന ആളാണ്. ശരിക്കും അയാൾ സെമി സെയിന്റ് എന്ന് വിളിക്കുന്നെങ്കിലും യഥാർത്ഥത്തിൽ ഈ ട്രൂ സെയിന്റ് മേഖലയിൽ നിന്ന് കുറച്ച് സ്കില്ലുകൾ അയാളുടെ കപ്പാസിറ്റിയിൽ ആഡ് ചെയ്തത് കൊണ്ടാണ് അയാൾ സെമി സെയിന്റ് എന്ന് വിളിക്കുന്നത്. അങ്ങനൊരു ലെവൽ ഇല്ല എന്നാണ് സത്യം. റിവേഷൻ ഓയിഡ് സ്റ്റേജിന്റെ പീക്ക് ലെവലാണ് അയാൾ എന്ന് പറഞ്ഞാൽ അതാണ് ശരി. പക്ഷേ ട്രൂ സെയിന്റിന്റെ കപ്പാസിറ്റിയിലുള്ള പലതും ഇപ്പോൾ അയാൾക്ക് പറ്റും. ആ കാര്യം അവിടെ മതിലിന് മുകളിൽ നിൽക്കുന്ന പ്രിൻസിന്റെ പുറകിൽ നിൽക്കുന്ന ആ പ്രായമുള്ള ആളുകൾ പ്രിൻസിനോട് പറഞ്ഞു. പ്രിൻസ്, ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. മാർക്കും അയാളും ശരിക്കും റിവേഷൻ ഓയിഡ് സ്റ്റേജുകാർ തന്നെയാണ്. മാർക്ക് അല്പം താഴെ നിൽക്കുന്നു, മറ്റേ ആൾ അല്പം മുകളിൽ നിൽക്കുന്നുള്ളൂ. മുകളിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോഴും മാർക്ക് ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. അബ്സല്യൂട്ട് പവറിന് മുകളിൽ അത് ഒന്നുമല്ല. പ്രിൻസിന്റെ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് അവരങ്ങനെ പറഞ്ഞത്. സെമി സെയിന്റ് മേഖലയിൽ നിൽക്കുന്ന ഒരാളുടെ മാന്ത്രിക സ്പെല്ലുകളെ അതിജീവിക്കാൻ മാർക്കിന് പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴാണ് അവര് പ്രിൻസിനോട് അങ്ങനെ പറഞ്ഞത്. ഈ സമയത്ത് മാർക്ക് ഫെല്ലർ വീണ്ടും ആ ബാറ്റിൽ ഫോർമുല ആക്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് കുതിച്ചു. അബ്സല്യൂട്ട് ബിഗിനിങ് സേക്രഡ് ഫിസ്റ്റ് മാർക്കിന്റെ ഒരു സുവർണ ആയുധമാണ്. മാർക്കിന്റെ ആ ഉരുക്ക് മുഷ്ടികൾ കൊണ്ട് തനിക്ക് നേരെ പാഞ്ഞു വരുന്ന ആയുധങ്ങളെ തലങ്ങും വിലങ്ങും മാർക്ക് പ്രഹരിച്ചു തുടങ്ങി. ഡെത്ത് പിക്ചറും അതുപോലെ ലൈഫ് പിക്ചറും ഉണ്ട്. ലൈഫ് പിക്ചർ ഒരു സൃഷ്ടിയുടെ അല്ലെങ്കിൽ ഒരു സംരക്ഷണത്തിന്റെ വക്താവാണെങ്കിൽ ഡെത്ത് പിക്ചർ ഒരു സംഹാരത്തിന്റെ വക്താവാണ്. അത് രണ്ടും ഇരു കൈകളിലുമായി വെച്ചുകൊണ്ട് എതിരാളിയെ കബളിപ്പിക്കുന്ന ഒരു ടെക്നിക്കാണ് ഈ ലൈഫ് ആൻഡ് ഡെത്ത് ഡയഗ്രം എന്ന് പറയുന്നത്. ആ ഡെത്ത് ഡയഗ്രത്തിനകത്തേക്ക് ഒരാളെ വലിച്ചു കയറ്റിയാൽ അയാൾക്ക് പിന്നെ പുറത്തു കിടക്കാൻ പറ്റില്ല. അയാൾ വലിച്ചു കയറ്റുന്നതിന് മുന്നോടിയായി ആ ഡെത്ത് ഡയഗ്രത്തിനകത്തുള്ള ചിത്രങ്ങൾ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യുന്ന ആ ഷിഫെങ് തന്ത്രം അത് തന്നെയാണ് ഇവിടെ ആ സെമി സെന്റു എടുത്തത്. മാർക്ക് അത് നേരത്തെ കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ അതിന്റെ കേന്ദ്രം കണ്ടെത്താനും അത് തകർക്കാനും മാർക്കിന് അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. ലൈഫ് ആൻഡ് ഡെത്ത് ഡയഗ്രത്തെ മാർക്ക് പഞ്ച് ചെയ്ത് തകർത്തതും ആ സെമി സെന്റിന്റെ മുഖത്ത് ശരിക്കൊരു വിളർച്ചയുണ്ട്. അത് തകർക്കുമെന്ന് അതിനെ മാർക്ക് തകർക്കുമെന്ന് അയാൾ തീരെ കരുതിയിരുന്നില്ല. അയാൾ ഉടൻ അയാളുടെ നാക്കൊന്ന് കടിച്ചു.
ഒരു തുള്ളി രക്തം തൽഫലമായി നാക്കിൽ നിന്ന് താഴേക്ക് പൊടിഞ്ഞതും അയാളെ രക്തത്തെ മുന്നോട്ട് ഒന്ന് തുപ്പി. ആ നിമിഷത്തിൽ അയാളുടെ ഇരു കൈകളിൽ നിന്നും പ്രകാശം ആ രക്തത്തിലേക്ക് പതിക്കുകയും ചെയ്തു. തൽഫലമായി നേരത്തെ കണ്ട ആ ഇളം ചുവപ്പ് നിറത്തിലുള്ള ഓറ, ആ പ്രകാശം ശക്തമായ ചുവന്ന പ്രകാശമായി മാറി. അതിൻ്റെ പവർ വൻതോതിൽ കൂടിയിരിക്കുകയാണ്. അത് മാർക്കിനെതിരെ പാഞ്ഞു വന്നപ്പോൾ അതിശക്തമായ ഒരു പ്രഷർ മാർക്കിന് അനുഭവപ്പെട്ടു തുടങ്ങി. മാർക്ക് ഉടൻ തന്നെ മാർക്കിൻ്റെ വിഷൻ ആക്ടിവേറ്റ് ചെയ്തു. മാർക്കിൻ്റെ വിഷൻ എന്ന് പറയുന്നത് മാർക്കിൻ്റെ തന്നെ രൂപത്തിലുള്ള ഒരു ഫോമാണ്. മാർക്കിൻ്റെ ആ കോസ്മിക് ഫോം വീണ്ടും മാർക്കിൻ്റെ പുറകിൽ പ്രത്യക്ഷപ്പെട്ടു. അതിശക്തനായ മാർക്ക് ഫെല്ലർ വലിയ രൂപത്തിൽ അവിടെ പ്രത്യക്ഷപ്പെട്ടതും ആ രൂപത്തിൻ്റെ കൈ തനിക്ക് നേരെ പാഞ്ഞു വരുന്ന ആ ചുവപ്പ് പ്രകാശത്തെ നേരിട്ടു. ശരിക്കും മാർക്കിൻ്റെ ആ അമാനുഷിക സൃഷ്ടിയും ആ പ്രകാശം തമ്മിലുള്ള ഒരു ഫൈറ്റ് ഏതാനും മിനിറ്റുകൾ അങ്ങനെ തുടർന്ന് കാണും. ഇതിനിടയിൽ അങ്ങനെ ഫൈറ്റ് ചെയ്യുമ്പോൾ മാർക്കിൻ്റെ സ്പിരിച്വൽ എനർജി നല്ലൊരു ഭാഗം അവിടെ വേസ്റ്റായി പോവുകയാണ്. ഈ കോസ്മിക് ഫോം സൃഷ്ടിക്കുമ്പോൾ ഒരുപാട് ഊർജം ചെലവഴിക്കപ്പെടും. അതുപോലെ തന്നെയാണ് ഈ ബാറ്റിൽ ഫോർമുലയുടെ കാര്യം. മാർക്കിന് അധികം നേരം ആ രണ്ടും ആക്ടിവേറ്റ് ചെയ്ത് നിലനിർത്താൻ പറ്റില്ല. മാർക്കിൻ്റെ എൻറ്റയർ ഊർജവും മാർക്ക് അവിടെ വേസ്റ്റ് ആക്കുകയാണ്. മാർക്ക് ഫെല്ലറും ആ സെമി സെയിന്റും തമ്മിലുള്ള ആ യുദ്ധം പല ലെവലുകളിലൂടെ കടന്നു പോകുന്നതോറും മാർക്കിൻ്റെ ബോഡി ക്ഷീണിച്ചു തുടങ്ങി. മാർക്ക് ശരിക്കും ഒരു ഉത്തേജക ഔഷധം ഉപയോഗിക്കും പോലെയാണ് ആ ബാറ്റിൽ വേൾഡ് ഫോർമുലയും അതുപോലെ തന്നെ കോസ്മിക് ഫോമൊക്കെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സെമി സെയിന്റുമായിട്ടുള്ള യുദ്ധം അതിൻ്റെ സമയപരിധി കഴിയുന്നതോടുകൂടി മാർക്ക് ക്ഷീണിച്ചു തുടങ്ങി. മാർക്കിൻ്റെ ബോഡിക്ക് ചുറ്റുമുള്ള സുവർണ പ്രകാശം ഒന്ന് മങ്ങുന്നത് ആ സെമി സെയിന്റ് കണ്ടു. അയാൾ ഒന്ന് ചിരിച്ചു. മാർക്ക്, നീ അവസാനിക്കാറായല്ലേ? മാർക്കിനെ അതിന് മറുപടി പറയാനൊക്കെ പറ്റും, പക്ഷേ അതൊന്നും പറയാനുള്ള സമയമല്ല. മാർക്ക് വീറും വാശിയോടുകൂടി അയാൾ പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. അത് ഏതാനും മിനിറ്റിലൂടെ കഴിഞ്ഞതും മാർക്കിൻ്റെ ഊർജം ഏതാണ്ട് കുറഞ്ഞെത്തി. സെമിസെന്റ് അപ്പോഴും ശക്തനായി നിൽക്കുകയാണ്. സെമിസെന്റിന്റെ പുറത്ത് അനവധി തവണ മാർക്ക് പഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെയുള്ള പഞ്ചുകൾ മാർക്കിൻ്റെ ബോഡിയിലും വീണിട്ടുണ്ട്. പക്ഷെ അപ്പോഴെല്ലാം മാർക്ക് ആ ബാറ്റിൽ വേൾഡ് ഫോർമുലയുടെ പവറിലായിരുന്നതുകൊണ്ട് പഞ്ച് അത്ര ശക്തമായി മാർക്കിന് അനുഭവപ്പെട്ടിരുന്നില്ല. ബാറ്റിൽ വേൾഡ് ഫോർമുല പൂർണ്ണമായും കഴിഞ്ഞതും മാർക്കിൻ്റെ കോസ്മിക് ഫോമും മാർക്കിനെ അങ്ങ് വിട്ടൊഴിഞ്ഞു. ഇപ്പോൾ വീണ്ടും മാർക്ക് ഫെല്ലർ മാത്രമാണ്. മാർക്കിന് ആ കോസ്മിക് ഫോമോ ബാറ്റിൽ വേൾഡ് ഫോർമുലയോ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലാണ്. ആ സാഹചര്യം മനസ്സിലാക്കിയ ആ സെമിസെന്റ് പിന്നെ നടത്തിയത് സമാനതകളില്ലാത്ത ഒരു യുദ്ധമാണ്. മാർക്കിൻ്റെ ബോഡിയിൽ അയാളൊരു ബോക്സിംഗ് പ്രാക്ടീസ് നടത്തിയത്. പഞ്ചുകളുടെ ഒരു നിര തന്നെ മാർക്ക് നേരെ ഉണ്ടായി. മാർക്ക് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ മാർക്കും അയാളും തമ്മിലുള്ള ലെവൽ വ്യത്യാസം മാർക്കിൻ്റെ ആ ഡിഫൻസിനെ ദുർബലമാക്കുകയാണ്. ഇടിയേറ്റ് മാർക്ക് ഫെല്ലർ താഴെ വീണു. അതിശക്തമായ പഞ്ചാണ് ആ സെമിസെന്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതും വൈറ്റൽ പോയിന്റുകൾ നോക്കിയുള്ള പഞ്ച്. ഇടിയേറ്റ് താഴേക്ക് വീണ മാർക്കിന്റെ വായിൽ നിന്ന് ചോര ഒലിക്കുന്നുണ്ട്. താഴേക്ക് വീണ മാർക്കിന്റെ അടുത്തേക്ക് ഗൂഷിങ് നടന്നെത്തി. ഗൂഷിങ് മാർക്കിനെ ഒന്ന് നോക്കി. മാർക്ക്, ഇപ്പോ എന്തു പറയുന്നു? നിന്റെ അന്ത്യം എൻ്റെ കൈകൊണ്ടായിരിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ട് കാലം ഒരുപാടായി. അങ്ങനെ ഗൂഷിങ് പറഞ്ഞതും മാർക്ക് ഫെല്ലർ ഗൂഷിങ്ങിനോട് പറഞ്ഞു, അവനെ വിട്. വെൻഡായും വെനറിക്കിനെ വിടാനാണ് മാർക്ക് ഫെല്ലർ ആവശ്യപ്പെടുന്നത്. അത് കേട്ടപ്പോൾ ഗൂഷിങ് ഒന്ന് ചിരിച്ചു. മാർക്ക്, അവരെ വിടാനല്ല ഞാൻ അവരെ പിടികൂടിയത്. മാർക്ക്, ബന്ധുക്കൾ മരിക്കുമ്പോൾ വേദനിക്കും. ആ വേദന നീയും അറിയണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ പെട്ടെന്നാണ് വെൻഡായുടെ അടുത്തെത്തിയത്. വെൻഡ ശരിക്കും ഗുരുതരമായി പരിക്കേറ്റ് അവിടെ കെട്ടപ്പെട്ടിരിക്കുകയാണ്. ആ വെൻഡയുടെ അടുത്തെത്തിയ ഗൂഷിങ് വെൻഡയുടെ തലയിലൊന്ന് കൈവച്ചു. അത് കണ്ടതും മാർക്ക് ഫെല്ലർ അവനോട് പറഞ്ഞു, ഗൂഷിങ്, വേണ്ട. തറയിൽ നിന്ന് എണീക്കാൻ ബുദ്ധിമുട്ടുന്ന മാർക്ക് തറയിൽ കിടന്നുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അങ്ങനെ മാർക്ക് പറഞ്ഞതും ഗൂഷിങ് ഒന്നുകൂടെ ചിരിച്ചു. മാർക്ക് ഫെല്ലർ, നീ അവസാനിക്കാൻ പോവുകയാണ്. പക്ഷേ അതിനു മുമ്പ് നിനക്ക് ഞാൻ ഒരു കാഴ്ച കാണിച്ചു തരാം. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ വെൻഡയുടെ തലയിൽ ഒരു അമർത്ത്. വെൻഡയുടെ തലയിൽ അയാൾ അമർത്തി പിടിച്ചതും വെൻഡയുടെ തല ഒന്ന് കിടുങ്ങി. ശരിക്കും മാർക്കിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ വെൻഡയുടെ തല അയാൾ പിടിച്ച് ഞെരിച്ച് പൊട്ടിച്ചു. ഗൂഷിങ് ശരിക്കും അമാനുഷികമായ പവറുള്ള ഒരാളാണ്.
അയാളിപ്പോൾ റിവേർഷൻ ഔട്ട് സ്റ്റേജുകാരനുമാണ് മാർക്ക് ഫെല്ലറെ പോലെ. വെണ്ടയാണെങ്കിൽ വെറും ഒരു മാർഷൽ ആർട്ടിസ്റ്റാണ്. ആ മാർഷൽ ആർട്ടിസ്റ്റായ വെണ്ടയുടെ തല അങ്ങനെ അമർത്തി പൊട്ടിക്കാൻ ഗൂഷിങ്ങിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ഗൂഷിങ് അങ്ങനെ ആ തല അമർത്തി പൊട്ടിച്ചതും തറയിൽ കിടക്കായിരുന്ന മാർക്കിന്റെ ദേഹത്തൂടെ ഒരു വൈദ്യുതി അങ്ങ് കടന്നു പോയതുപോലെ ഒരു ഫീലും മാർക്കിനുണ്ടായി. മാർക്ക് ശരിക്കും ഒന്ന് അലറി. മാർക്ക് അലറിയതും തറയിൽ കിടക്കുന്ന മാർക്കിന്റെ ബോഡിക്ക് ചുറ്റുമായ ഒരു സുവർണ പ്രകാശം ഉണ്ടായതും ഒരേ നിമിഷത്തിലാണ്. ശരിക്കും ആ സുവർണ പ്രകാശം മാർക്കിന്റെ പെരുവിരലിൽ നിന്ന് തലയിലേക്ക് ഇരച്ച് കയറുകയായിരുന്നു. ആ പ്രകാശം ഇരച്ച് കയറിയതും തറയിൽ നിന്ന് മാർക്ക് ചാടി എണീറ്റുന്നതും ഒരേ വേഗതയിലാണ്. മാർക്ക് ഇങ്ങനെ ചാടി എണീറ്റപ്പോൾ മാർക്ക് അവസാനിച്ചു എന്ന് കരുതിയുന്ന ആളുകൾക്ക് അമ്പരപ്പോടെ ആ കാഴ്ചയിലേക്ക് നോക്കുകയാണ്. ഈ സമയത്ത് അവിടെ അടിക്കുന്ന ആ ചെറു കാറ്റിലൂടെ മാർക്കിന്റെ നീളമുള്ള തലമുടി ആ കാറ്റത്ത് ഇങ്ങനെ പാറി പറക്കുമ്പോൾ മാർക്കിന് ചുറ്റുമുള്ള സുവർണ പ്രകാശത്തിന്റെ ആ തീവ്രത കൂടിക്കൂടി വരികയാണ്. ഈ കാഴ്ച സമീപത്തിരിക്കുന്ന ആ സെമി സെന്റ് കണ്ടു. സെമി സെന്റ് അത് കണ്ടതും ഒന്ന് ചിരിച്ചു. മാർക്ക്, നീ വീണ്ടും എണീറ്റോ? ആ ചോദ്യത്തിന് ഉത്തരം പറയാതെ മുന്നോട്ട് കുതിച്ച മാർക്ക് ഒരൊറ്റ ഇടി. എന്താണ് സംഭവിച്ചതെന്ന് ആ സെമി സെന്റ് മനസ്സിലാക്കി മുമ്പ് ആ ഇടിയേറ്റ് അയാൾ ഒത്തിരി ദൂരേക്ക് തെറിച്ചു. ശരിക്കും ദൂരേക്ക് തെറിക്കുമ്പോഴും എന്താണ് സംഭവിച്ചതെന്ന് അയാൾക്ക് മനസ്സിലായില്ല. മാർക്ക് ഫെല്ലർ മുന്നോട്ട് കുതിച്ചു വരണം കണ്ടതും ഗൂഷിങ് ആ നിന്ന പ്ലേസിൽ നിന്ന് ഒന്ന് തിരിഞ്ഞ് കറങ്ങി ഒറ്റ ഓട്ടം അയാൾ ഓടിയെത്തിയത് ആ സെമി സെന്റുകളുടെ ഇടയിലേക്കാണ്. ഈ സമയത്ത് തെറിച്ചു വീണ ആ സെമി സെന്റ് എണീറ്റ് കഴിഞ്ഞിരുന്നു. പക്ഷെ അയാൾ എണീറ്റപ്പോഴേക്കും മാർക്ക് ഫെല്ലർ തൊട്ട് മുന്നിലെത്തിയിരുന്നു. മാർക്ക് ഫെല്ലർ തൊട്ട് മുന്നിൽ എത്തിയതും മാർക്കിന്റെ വലത് കൈ ഒന്ന് ചലിച്ചതും ഒരേ നിമിഷത്തിലാണ്. സെമി സെന്റ് ആ തറയുന്ന എണീക്കുന്ന ആ നിമിഷത്തിന്റെ മാർക്കിന്റെ വലത് കൈ അയാളുടെ ആ കവളിലേക്ക് ഒരു ഒറ്റ ഇടി. ആളുകൾക്ക് വിശ്വസിക്കാനാവാത്ത ഒരു കാഴ്ചയാണ് അവർ കാണുന്നത്. മാർക്കിന്റെ ഇടിയേറ്റ് ആ സെമി സെന്റിന്റെ കവളിൽ തകർന്ന് തരിപ്പണമാകുന്ന ഒരു കാഴ്ചയാണ് ആൾ കണ്ടത്. എന്താണ് ഇവിടെ സംഭവിക്കുന്ന ആൾക്ക് ഒരു പിടിയില്ല. മാർക്ക് മരണത്തെ മുഖാമുഖം കണ്ട കാഴ്ച അവരെല്ലാം കണ്ടതാണ്. പക്ഷെ അടുത്ത നിമിഷത്തിൽ മാർക്ക് ഇത് അമാനുഷിക പവറുള്ള ഒരാളായി മാറിയിരിക്കുന്നു. ഇതിനി മാർക്കല്ലേ? മാർക്കിന്റെ ബോഡിയിലേക്ക് ആരെങ്കിലും കയറിയതാണോ? ആർക്കും ഒരു പിടിയില്ല. മാർക്കിന്റെ ഇടിയേറ്റ് സെമി സെന്റിന്റെ തല ഒന്ന് ചരിയുമ്പോ മാർക്കിന്റെ കൈ അയാളുടെ തലമുടി പിടികൂടിയിരുന്നു. ആ തലയെ പിടിച്ച് മാർക്ക് തറയിലേക്ക് ആഞ്ഞടിച്ചതും തല വന്ന് തറയിലേക്ക് ഒരു ഒറ്റ ഇടി. എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഒരു പിടിയും ആൾക്കാർ കിട്ടുമ്പോ ആ കൂറ്റൻ മനുഷ്യന്റെ തല തറയിൽ ആഞ്ഞിടിച്ചിരുന്നു. തറയിലേക്ക് ആഞ്ഞിടിച്ച ആ തലയുടെ മുകളിലേക്ക് മാർക്ക് ഫെല്ലർ കാലുയർത്തി ഒരു ഒറ്റ ചവിട്ട്. ആ ചവിട്ട് ആ തലയിൽ പതിച്ചതും മുഴുവൻ സ്ഥലവും പെട്ടെന്ന് നിശബ്ദമായി. ആ സെമി സെന്റ് അവിടെ അവസാനിച്ചു. അയാൾക്ക് എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാക്കി മുമ്പ് മാർക്ക് ഫെല്ലർ ആ സെമി സെന്റിനെ ഇതാ കൊന്നിരിക്കുകയാണ്. ശരിക്കും ഈ നിമിഷത്തിൽ ഗൂഷിങ്ങിന്റെ മുന്നിൽ നിൽക്കുന്ന ആ 3 സെമി സെന്റുകളും ഞെട്ടിയിട്ടുണ്ട്. ഒരു സെമി സെന്റിനെ കൊല്ലാൻ റിവേർഷൻ ഔട്ട് സ്റ്റേജിലെ ആ മിഡിൽ ലെവലുകാരനായ മാർക്ക് ഫെല്ലർക്ക് കഴിയുമെന്ന് അവരാരും കരുതിയിരുന്നില്ല. പക്ഷെ ഗൂഷിങ്ങിന് എന്തോ അപകടം മനസ്സിലായി. ഗൂഷിങ് ആ മൂവർ സംഘത്തോട് പറഞ്ഞു, നിങ്ങൾ ഒന്നിച്ചറ്റാക്കി. കേൾക്കേണ്ട താമസം അവര് മുന്നോട്ട് കുതിച്ചതും ആ മുന്നോട്ട് കുതിച്ച ആളുകളുടെ നടുക്ക് മാർക്കിന് സമീപത്തായി പെട്ടെന്നാണ് ഒരു പർപ്പിൾ പ്രകാശം വന്നു നിൽക്കുന്നത്. ആ പർപ്പിൾ പ്രകാശത്തിന്റെ ഉടമയും കൂടെ എത്തി. സാക്ഷാൽ ജൂ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഞാനെത്തി. ജൂ എത്തിയെന്ന് കണ്ടതും ആ മൂവർ സംഘത്തിലെ 2 സെമി സെന്റുകൾ അറിയാതെ ഒന്ന് നിന്നു പോവുകയാണ്. പക്ഷെ മൂന്നാമൻ ശരിക്കും മുന്നോട്ട് മൂവ് ചെയ്തിരുന്നു. മുന്നോട്ട് മൂവ് ചെയ്ത ആ മൂന്നാമനെ മാർക്ക് ഒന്ന് ചാടി ഉയർന്ന ഒരു ഒറ്റ ഇടി. മാർക്കിന്റെ ഇടി പ്രതീക്ഷിച്ച ആ മൂന്നാമൻ മാർക്കിന് നേരെ പഞ്ച് ചെയ്തപ്പോ ജൂ അവളുടെ ആ ഗോൾഡൻ റേക്ക് പുറത്തെടുത്തിരുന്നു. മുന്നോട്ട് കുതിച്ച ജൂ ആ ഗോൾഡൻ റേക്ക് കൊണ്ട് ആഞ്ഞൊരു ഒറ്റയാടി. ഇതൊക്കെ അതിവേഗത്തിലാണ് സംഭവിക്കുന്നത്. ജൂവിന്റെ ആ ഗോൾഡൻ റേക്ക് കൊണ്ടുള്ള അടി ആ സെമി സെന്റിന്റെ തല 2ആയി പിളർന്നു. ഈ നിമിഷത്തിൽ ഗൂഷിങ് ഒരു കാര്യം മനസ്സിലാക്കി. അവന്റെ കൂടെ ഉണ്ടായിരുന്ന ആ 2 സെമി സെന്റുകളും മുങ്ങിയിരിക്കുന്നു. അത് മനസ്സിലായ ഗൂഷിങ് കണ്ണട ചുറക്കുമ്പേ അവിടെ നിന്ന് സ്ഥലം വിട്ടു. ആളുകൾ ശരിക്കും ഗൂഷിങ്ങിനെയും ബാക്കി സെമി സെന്റുകളെയും ഒന്നും ശ്രദ്ധിച്ചിരുന്നില്ല. അവരുടെ മുഴുവൻ ശ്രദ്ധയും ആ തല പിളർന്ന് താഴേക്ക് വരുന്ന ആ സെമി സെന്റിലേക്കാണ്. ആ സെമി സെന്റ് താഴെ വീഴുമ്പോഴേക്കും അയാള് കൊല്ലപ്പെട്ട് കഴിഞ്ഞു. 2 സെമി സെന്റുകളെ മാർക്ക് ഫെല്ലറും ഇതാ ജൂവും ചേർന്ന് കൊലപ്പെടുത്തിയിരിക്കുകയാണ്. 2 പേരും റിവേർഷൻ ഔട്ട് സ്റ്റേജിലെ കൾട്ടിവേറ്റേഴ്സ് ആണ്. കൊന്നതോ സെമി സെന്റുകളെയാണ്. എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ആർക്കൊരു പിടിയില്ല. മാർക്ക് ചുറ്റും നോക്കുമ്പോൾ ഗൂഷിങ് ഇല്ല.
ബാക്കിയുള്ള ആ 2 സെമി സെന്റുകളുമില്ല. ഷീ കുടുംബവുമായി ബന്ധപ്പെട്ട സകലരും മുങ്ങിയിരിക്കുകയാണ്. മാർക്ക് അതിവേഗം ഓടി വെൻഡയുടെ അടുത്തെത്തി. ഈ സമയത്ത് ഓടിയെത്തിയ ജൂ വെന്നറിക്കിനെ അഴിച്ചെടുത്തു. മാർക്ക് ഫെല്ലർ വെൻഡയുടെ ബോഡിയിൽ അങ്ങനെ പിടിച്ചിരിക്കുകയാണ്. ആ വെൻഡയുടെ തല ശരിക്കും പ്രഷറൈസ് ചെയ്ത് പൊട്ടിച്ചിരിക്കുകയാണ്. അതീവ ക്രൂരമായ ഒരു മരണമാണ് വെൻഡയ്ക്ക് ലഭിച്ചത്. വെന്നറിക്കിനെ അവിടേക്ക് കൊണ്ടുവരുമ്പോൾ അവൻ ആ കാഴ്ച കണ്ടു. വെൻഡായും വെന്നറിക്കും മിക്കവാറും അടിയുണ്ടാക്കുന്ന ആളുകളാണ്. പക്ഷെ രണ്ടുപേരും തമ്മിൽ അഗാധമായ അടുപ്പമുണ്ട്. വെൻഡായുടെ ആ ബോഡി കണ്ട് വെന്നറിക്കിന്റെ കണ്ണം കടഞ്ഞു. ശരിക്കും അവൻ ബോധരഹിതനായി ജൂവിന്റെ കയ്യിലേക്ക് വീഴുകയായിരുന്നു. ജൂ വെന്നറിക്കിനെ ഷോൾഡറിലെടുത്ത് കിടത്തിയതും മാർക്ക് ഫെല്ലർ വെൻഡായെ കോരിയെടുത്തു. ആ കോരിയെടുക്കപ്പെട്ട വെൻഡായുമായി മാർക്ക് ഫെല്ലർ സ്കൈ സിറ്റിക്ക് അകത്തേക്ക് നടന്നു. മാർക്ക് ഫെല്ലർ സ്കൈ സിറ്റിക്ക് അകത്തേക്ക് നടക്കുമ്പോൾ മുകളിലുള്ള പ്രിൻസ് ഓടി മാർക്കിനടുത്തെത്തി. മാർക്ക് എന്ന് വിളിച്ചുകൊണ്ട് അയാൾ ഓടി വരുന്നത്. മാർക്ക് പ്രിൻസിനോട് പറഞ്ഞു, പ്രിൻസ്, എനിക്ക് ആ ആൽക്കമിസ്റ്റിനെ ഒന്ന് കാണണം. കേൾക്കേണ്ട താമസം പ്രിൻസ് ആ സംഘത്തെ നയിച്ച് നേരെ കൊട്ടാരത്തിലെത്തി. അവിടെ പ്രിൻസ് അറിയിച്ചനുസരിച്ച് ആ ആൽക്കമിസ്റ്റ് എത്തി. അയാൾ വെൻ എറിക്കിനെ അതിവേഗം ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു. വെൻ എറിക്ക് അപകടഘട്ടം തരണം ചെയ്തു എന്ന് മനസ്സിലായതും ആ ആൽക്കമിസ്റ്റ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇനി ഭയക്കേണ്ട കാര്യമില്ല. മാർക്ക് മയങ്ങി കിടക്കുന്ന വെൻ എറിക്കിനെ നോക്കിയിട്ട് ആ ആൽക്കമിസ്റ്റിനോട് പറഞ്ഞു, സീനിയർ, എനിക്ക് ഈ വെൻ ഡാനിയുടെ ബോഡി ഒന്ന് സൂക്ഷിക്കണം. വെൻ എറിക്ക് കൊല്ലപ്പെട്ടെങ്കിലും അവന്റെ പ്രിമോഡിയൽ സ്പിരിറ്റ് നശിച്ചിട്ടില്ല. അത് മാർക്ക് ഉറപ്പാക്കിയ കാര്യമാണ്. പ്രിമോഡിയൽ സ്പിരിറ്റ് കിട്ടിയാൽ വീണ്ടും ആ ബോഡിയെ പുനർജീവിപ്പിക്കാൻ പറ്റും. അതുകൊണ്ടായിരിക്കാം മാർക്ക് അത് സൂക്ഷിച്ചു വെക്കുന്നത്. അത് മനസ്സിലാക്കിയ ആ ആൽക്കമിസ്റ്റ് മാർക്കിനോട് പറഞ്ഞു, ഓക്കെ മാർക്ക്, ഞാനത് ചെയ്യാം. ഷീ കുടുംബത്തിലെ 4 സെമി സെന്റികൾ മാർക്ക് ഫെല്ലറെ അറ്റാക്ക് ചെയ്യാൻ പോയതും മാർക്കിന്റെ ആക്രമണത്താൽ ആ സെമി സെന്റികൾ കൊല്ലപ്പെട്ടതുമായ കഥ അതിവേഗമാണ് സകല മേഖലയിലേക്കും പരക്കുന്നത്. ശരിക്കും ആ 9 അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളെയും ആ വാർത്ത ഞെട്ടിച്ചു എന്നല്ല, പേടിപ്പിച്ചു എന്ന് പറയാം. ഭയപ്പെടുത്തിയത് ആ ജൂനിയർ ലെവലിലെ ആളുകളെയാണ്, മാർക്കുമായി കമ്പയർ ചെയ്യുന്ന ആളുകളെ. എൽഡേഴ്സിന് ഇതൊന്നും ഒരു വിഷയമേ അല്ല. മാർക്ക് ഫെല്ലറിന് അടുത്തുള്ള ജൂ ശരിക്കും വിഷമത്തിലാണ്. ജൂവും വെൻഡായും വെൻ എറിക്കുമായിട്ടുള്ള ബന്ധം ഒരു പ്രത്യേക തരത്തിലുള്ള ബന്ധമാണ്. ഒന്നിച്ച് മദ്യപിക്കുന്ന, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന, ഒന്നിച്ച് തമാശകൾ പങ്കെടുക്കുന്ന അവർക്ക് എത്രയോ കാലത്തെ അടുപ്പമുണ്ട്. വെൻഡായുടെ മരണം ജൂവിനെ ശരിക്കും ഉലച്ചിട്ടുണ്ട്. അവര് പലപ്പോഴും ഗ്ലൂമി ആയിരിക്കുന്നത് മാർക്ക് കാണും. മാർക്ക് ജൂവിനോട് പറഞ്ഞു, ജൂ, ഇതിന് നമുക്ക് പ്രതികാരം ചോദിക്കണം. ആ ഗൂഷിങ്ങിനെ നമുക്ക് അവസാനിപ്പിക്കണം. മാർക്ക്, ഞാനും അതാ ആലോചിക്കുന്നത്. അവനെ അവസാനിപ്പിക്കാതെ പറ്റില്ല. ജൂ മാർക്കും ഇത് ചർച്ച ചെയ്യുമ്പോൾ പ്രിൻസ് അവിടേക്ക് വന്നു. മാർക്ക്, ഒരു വിഷയം ഉണ്ടായിരിക്കുകയാണ്. എന്താ പ്രിൻസ്? മാർക്ക്, ഇവിടെ ഈ ഗ്രേറ്റ് ഹാളിൽ ഒരു മീറ്റിംഗ് നടക്കാൻ പോവുകയാണ്. ഇവിടെയോ? എന്ത് മീറ്റിംഗ്? മാർക്ക്, 9 ഗ്രേറ്റ് അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളും അവരുടെ പ്രതിനിധികളെ ഇവിടേക്ക് അയക്കാൻ പോവുകയാണ്. ഈ സ്കൈ സിറ്റിയുടെ ഭാവി തീരുമാനിക്കുന്ന മീറ്റിംഗ് ആണ് നടക്കുന്നത്. മാർക്ക്, എനിക്ക് ഉറപ്പാണ് ഇപ്രാവശ്യം ടാർഗറ്റ് ഞാനല്ല, നീയാണ്. സ്കൈ സിറ്റിയിലെ ആ അധികാരം പിൻവലിച്ചാൽ പ്രിൻസിന് ഇപ്പോൾ ഉള്ളതിന്റെ അപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കത്തില്ല. ഇപ്പോഴും പ്രിൻസിന് വലിയ റോളൊന്നുമില്ല. ആ സ്കൈ സിറ്റിക്കകത്ത് ഫൈറ്റ് ചെയ്യാനുള്ള അധികാരം എല്ലാവർക്കും കിട്ടിയാൽ അടിപിടിയൊക്കെ നടക്കുന്നുള്ളൂ. പ്രിൻസിന് വേറെ കുഴപ്പമൊന്നുമില്ല, അത് പ്രിൻസിന് അറിയാം. പക്ഷെ ആ സ്കൈ സിറ്റിക്കകത്തുള്ള നിയന്ത്രണം പിൻവലിക്കുമ്പോൾ അതിനകത്ത് ഒരു കാര്യം സംഭവിക്കും, മാർക്ക് ഫെല്ലറും ജൂവും അറ്റാക്ക് ചെയ്യപ്പെടും. അങ്ങനെ പ്രിൻസ് പറഞ്ഞതും മാർക്ക് പ്രിൻസിനോട് പറഞ്ഞു, പ്രിൻസ്, എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം. 2 ദിവസം കഴിഞ്ഞിട്ടാണ് അവിടെ ആ 9 അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളും ഒന്നിച്ച് ചേരാൻ പോകുന്നത്. പിറ്റേ ദിവസം ആ വാർത്ത അറിഞ്ഞ മാർക്ക് ഫെല്ലറും ജൂവും അതിനെക്കുറിച്ച് കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കാതെ അന്നും ടൗണിലോട്ട് ഇറങ്ങി. ടൗണിൽ അവരിറങ്ങുമ്പോൾ അവരെ കാണാനെത്തുന്ന ആളുകളുടെ എണ്ണം കൂടുകയാണ്. ശരിക്കും എല്ലാവരും ആവേശത്തിലാണ്. മാർക്കിന്റെ അടുത്തേക്ക് വന്ന ആളുകൾ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, സ്കൈ സിറ്റിയിൽ വെച്ച് ആ പ്രഭു കുടുംബങ്ങൾ മീറ്റിംഗ് നടത്തുന്നത് പ്രത്യേക ലക്ഷ്യത്തിലാണ്. മാർക്ക്, ടാർഗറ്റ് നീയാണ്. മാർക്ക്, ഒരു കാരണവശാലും അവർക്ക് മുന്നിൽ വീണുപോകരുത്. മാർക്ക്, നിനക്ക് വേണ്ടി മരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. കുറെ ചെറുപ്പക്കാരാണ് മാർക്കിനോട് വന്ന് അങ്ങനെ പറയുന്നത്. മാർക്ക് അത് കേട്ടതും അവരെ ഒന്ന് ആശ്വസിപ്പിച്ചു. നിങ്ങൾ ഭയപ്പെടും പോലെ ഒന്നും സംഭവിക്കില്ല. അന്ന് വൈകുന്നേരം വരെ മാർക്കും ജൂവും കൂടി അലഞ്ഞിരിഞ്ഞ് നടക്കുമ്പോൾ ആളുകൾ അവരെ കാണുന്നുണ്ട്. ഈ സമയത്തൊക്കെ ജൂവിന്റെ കയ്യിൽ ആ മുട്ടയുണ്ട്. ജൂ ആ ഫൈറ്റ് കഴിഞ്ഞ് മടങ്ങിയെത്തിയ നിമിഷം മുതൽ
ആ മുട്ട കയ്യിൽ സൂക്ഷിക്കുകയാണ്. ജൂനെ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയ പാർട്ടികൾ ശരിക്കും വളരെ വിദഗ്ധമായ ഒരു ഗെയിമാണ് കളിച്ചത്. ആ ഗെയിം പരാജയപ്പെട്ടത് കൊണ്ടാണ് ആ ഗെയിമിന്റെ ഭാഗമായിരുന്ന യാങ് മുങ്ങിയിരിക്കുകയാണ്. അയാൾക്കറിയാം ഇനി അയാൾ പൊങ്ങിയാൽ അപകടമാണ്. ജൂ ആ മുട്ടയുമായിട്ട് നടക്കുന്ന കാണാൻ ഒരു രസമുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ ജൂനെ കാണാൻ വരികയും ചെയ്യും. ആളുകൾ ആ മുട്ടയിലേക്ക് ഇങ്ങനെ തുറച്ചു നോക്കുന്നത് ജൂ കണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം മാർക്കും ജൂവും കൂടി നടക്കാൻ ഇറങ്ങിയപ്പോൾ ജൂ ആ മുട്ട അന്ന് പുറത്തെടുത്തില്ല. ആ ഡീമൺ എഗ്ഗിനെ ജൂ അവളുടെ നിലവറയിലേക്ക് ഒളിപ്പിച്ചു വെച്ചതിന് ശേഷമാണ് അന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. മാർക്കും ജൂവും അന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവരൊരു കാര്യം ശ്രദ്ധിച്ചു. തലേ ദിവസമൊന്നും അവരെ കാണാത്ത ആളുകൾ അനവധി അന്ന് സ്കൈ സിറ്റിക്ക് അകത്തുണ്ട്. മാർക്ക് അവരെ സൂക്ഷിച്ചു നോക്കുന്നത് കണ്ടതും മാർക്കിനടുത്തേക്ക് വന്ന ഒരു ചെറുപ്പക്കാരൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഈ സ്കൈ സിറ്റി ഇപ്പോൾ സീൽ ചെയ്തിരിക്കുകയാണ്. സീൽ ചെയ്തെന്നു? അതെ മാർക്ക്, ഇവിടെ നിന്ന് ആർക്കും പുറത്തു പോകാനാവില്ല. പുറത്തുള്ളവർക്ക് അകത്തേക്ക് മാത്രമേ വരാൻ പറ്റൂ. മാർക്കിനെയും ജൂവിനെയും പുറത്തു വിടാതെ മാർക്കിനും ജൂവിനും അവിടെ നിന്ന് പുറത്തു കിടക്കാൻ പറ്റാത്ത ശൈലിയിൽ ആ സ്കൈ സിറ്റി സീൽ ചെയ്യപ്പെട്ടു എന്നാണ് ആ ചെറുപ്പക്കാരൻ മാർക്കിനോട് പറഞ്ഞത്. അത് കേട്ടപ്പോ ജൂ ഒന്നും മിണ്ടിയില്ല. ജൂ ശരിക്കും ശാന്തയാണ്. ആ സമയത്താണ് മാർക്ക് ഫെല്ലറും ജൂവും ഒരു കാഴ്ച കണ്ടത്. ആകാശത്തൂടി ഒരു കപ്പൽ വരുന്ന കാഴ്ച അവർ കണ്ടു. ഒരു സ്കൈ ഷിപ്പ്, ഏതോ ഒരു അരിസ്റ്റോക്രാറ്റിക് കുടുംബത്തിന്റെ ഷിപ്പാണ്. അത് ആ മീറ്റിംഗിൽ പങ്കെടുക്കാൻ വരുന്ന ആളുകളെയും കൊണ്ട് വരുന്നതാണ്. ഒരു ഷിപ്പ് വന്നു, അത് കഴിഞ്ഞ് അടുത്ത ഷിപ്പ് വന്നു, അങ്ങനെ ഷിപ്പുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ മീറ്റിംഗിൽ പങ്കെടുക്കാനുള്ള പ്രമുഖർ മാത്രമല്ല ഷിപ്പിൽ വരുന്നത്. സ്കൈ സിറ്റിക്ക് അകത്തേക്ക് അത്യാവശ്യം സേനയെ കൊണ്ടുവരാനും ആ ഷിപ്പ് ഉപയോഗപ്പെടുകയാണ്. ആ പകൽ അനവധി ഷിപ്പുകളാണ് അവിടെ എത്തിയത്. ഏകദേശം വൈകുന്നേരം ഒരു 4:30 മണിയായി കാണും. ആ സമയത്താണ് ഒരു കൂറ്റൻ ഷിപ്പ് വരുന്നത് മാർക്കും ജൂവും കണ്ടത്. ഡ്രാഗന്റെ മുഖം വരച്ചു ചേർത്ത് ആ കൂറ്റൻ ഷിപ്പ് വളരെ താഴ്ന്നാ പറക്കുന്നത്. മാർക്ക് ഫെല്ലറും ജൂവും കൂടി ആ തെരുവിലൂടെ അങ്ങനെ നടക്കുമ്പോൾ ആ ഷിപ്പിനകത്തിരിക്കുന്ന ആളുകളെ നോക്കി റോഡിൽ നിൽക്കുന്ന ആളുകൾ പറഞ്ഞു, അത് ഷീ കുടുംബത്തിന്റെ ഷിപ്പാണ്. അല്ല, ഷീ കുടുംബത്തിന്റെ ഷിപ്പിൽ ബ്ലാക്ക് കുടുംബക്കാരും ഉണ്ടല്ലോ. അങ്ങനെ ആരോ പറഞ്ഞതും മാർക്ക് ഫെല്ലർ തല ഉയർത്തി മുകളിലേക്ക് നോക്കി. മുകളിൽ ആ ഷിപ്പിൽ മാർക്ക് ആ ആളെ കണ്ടു, സാക്ഷാൽ തേർഡ് പ്രിൻസസിനെ. തേർഡ് പ്രിൻസസ് ആ നിമിഷത്തിന്റെ മാർക്കിനെയും കണ്ടു. അത് കണ്ടതും അവള് ആ ഷിപ്പിൽ നിന്ന് താഴേക്ക് ചാടി. അവളെ താഴേക്ക് ചാടിയതും ആ ഷിപ്പിലുണ്ടായിരുന്ന ആളുകളൊക്കെ താഴേക്ക് ചാടി. ഷീ കുടുംബത്തിന്റെ ഒരു എൽഡറാണ് തേർഡ് പ്രിൻസസിനൊപ്പമുള്ള ആള്. ഷീ കുടുംബം ബ്ലാക്ക് കുടുംബത്തിലെ ആളുകളെയും കൂടി കൊണ്ടുവന്നിരിക്കുകയാണ്. അവിടെ നടക്കാൻ പോകുന്ന മീറ്റിംഗിൽ ബ്ലാക്ക് കുടുംബത്തെ റെപ്രസെന്റ് ചെയ്യുന്നത് തേർഡ് പ്രിൻസസ് ആണെന്ന് വ്യക്തമായിരിക്കുകയാണ്. മാർക്ക് തേർഡ് പ്രിൻസസ് താഴേക്ക് ചാടി കണ്ടു. അവളെ കണ്ട് മൈൻഡ് ചെയ്യാതെ മാർക്കും ജൂവും കൂടി നടക്കുമ്പോൾ തേർഡ് പ്രിൻസസ് മാർക്കിന്റെ തൊട്ടുമുന്നിലേക്ക് ഓടിയെത്തി. നീ ഇവിടെയും വന്നോ? മാർക്കിനെ ശരിക്കും അവൾക്ക് പരിചയമില്ല. അവളുടെ പാലസിന് തൊട്ടുമുന്നുള്ള ദ്വീപിൽ ഒരു സുന്ദരനായ ചെറുപ്പക്കാരനെ അവള് 1 മാസം താമസിപ്പിച്ചിരുന്നു. ആ ചെറുപ്പക്കാരൻ 1 മാസം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കാണുന്ന മാർക്കിന്റെ മുഖത്തിലേക്ക് മാറിയത് അവൾക്കറിയാം. അതുകൊണ്ടാണ് അവൾ അവിടെ ചാടി ഇറങ്ങിയതും മാർക്കിന്റെ മുന്നിൽ വന്നതും. മാർക്ക് അവളോട് പറഞ്ഞു, ഏയ്, ഇത് നിന്റെ ബ്ലാക്ക് കുടുംബത്തിന്റെ സ്ഥലമൊന്നുമല്ല. ഇവിടെ നീ വേല കാണിച്ചാൽ എന്റെ കയ്യിൽ നിന്ന് നീയും അടി വാങ്ങിക്കും. അത് കേട്ടതും ആ തേർഡ് പ്രിൻസസിന്റെ മുഖത്തേക്ക് ദേഷ്യം ഇരച്ചു കയറുകയാണ്. അവളോട് ഇന്ന് വരെ ആരും പറയാത്ത ഒരു ഡയലോഗാണ് മാർക്ക് ഫെല്ലർ പറഞ്ഞത്. ദേഷ്യം കൊണ്ട് ചുവന്ന അവൾ മാർക്കിനോട് പറഞ്ഞു, ഏയ്, നീ ആരോടെ കളിക്കുന്നതെന്നറിയാവോ? ഞാൻ ആരെന്നറിയാവോ? അതിന് മറുപടി പറഞ്ഞ് ജൂ ആണ്. ജൂ പെട്ടെന്ന് അവളുടെ മുന്നിലേക്ക് ഇരച്ചു കയറിയായിരുന്നു. ജൂ അവളോട് പറഞ്ഞു, നീ ആരാണെങ്കിലും എനിക്കെന്താ? നീ എന്റെ മാർക്കിന് നേരെ കൈ ചൂണ്ടിയാൽ നിന്റെ കൈ ഞാനങ്ങ് ഒടിക്കും. ഒരു കൊച്ചു പെൺകുട്ടിയുടെ രൂപം മാത്രമുള്ള ജൂ അങ്ങനെ പറഞ്ഞപ്പോ ശരിക്കും തേർഡ് പ്രിൻസസിന്റെ ദേഷ്യം അങ്ങ് ഇരച്ചു കയറുകയാണ്. പക്ഷെ ആ നിമിഷത്തിൽ ആ ഷീ കുടുംബത്തിന്റെ എൽഡർ തേർഡ് പ്രിൻസസിന്റെ കൈ പിടിച്ചു. തേർഡ് പ്രിൻസസ്, ബി കെയർഫുൾ. ഇവിടെ ഫൈറ്റ് അനുവദനീയമല്ല. നമ്മളായി ഫൈറ്റ് തുടങ്ങാനും പാടില്ല. ഷീ കുടുംബത്തെ കൊണ്ട് ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ജൂവും മാർക്കും കൂടി നേരത്തെ ഷീ കുടുംബത്തെ അറ്റാക്ക് ചെയ്തത്. അതേ കാര്യത്താലാണ് അവർ യാവോ കുടുംബത്തെ അറ്റാക്ക് ചെയ്തത്. പക്ഷെ രണ്ടുപേരും തിരിച്ച് അവരെ അറ്റാക്ക് ചെയ്തില്ല. ഒരു ഫൈറ്റ് ആളുകൾ കാണുന്ന സമയത്ത് നടക്കണം. ആ ഫൈറ്റിന് മുന്നോട്ട് ഇറങ്ങുന്നത് ഈ അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളായിരിക്കണം. അതാണ് മാർക്കിന്റെ ജൂവിന്റെ ടാർഗറ്റ്. അങ്ങനെ വന്നാലേ തിരിച്ച് അവർക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ വന്നാൽ അതിൽ ഒരു അർത്ഥമുണ്ട്. നിയമം ബ്രേക്ക് ചെയ്യാൻ ആ 9 അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളിൽ ഒരു കുടുംബം മുന്നോട്ടിറങ്ങിയെന്നുള്ള ഒരു പാട്ടുണ്ടാവും. അത് സ്വാഭാവികമായിട്ടും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും.
ഒരു നിയമം നിലവിലിരിക്കുമ്പോൾ ആ നിയമം അനുസരിക്കാൻ ആ നിയമം സൃഷ്ടിച്ച ആളുകൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് അത് ഈ തേർഡ് പ്രിൻസസിനും അറിയാം. ഷീ കുടുംബത്തിന്റെ ആ എൽഡർ തേർഡ് പ്രിൻസസിനോട് അത് പറഞ്ഞതും അവൾ തിരിഞ്ഞ് മാർക്കിനെയും ജൂനെയും നോക്കിയിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ വെയിറ്റ് ചെയ്യ്, ഇതിന്റെ മറുപടി 2 ദിവസത്തിനകം ഞാൻ തന്നിരിക്കും. അങ്ങനെ പറഞ്ഞിട്ട് അവൾ ആ എൽഡർ ഷീക്കൊപ്പം തിരിച്ചടന്നു. മാർക്കും ജൂവും ഒന്നും സംഭവിക്കാത്ത പോലെ വീണ്ടും ആ തെരുവിലൂടെ നടക്കുകയാണ്. ഈ കാഴ്ച ഒരുപാട് ആളുകൾ കണ്ടു. ഷീ കുടുംബത്തെയും ബ്ലാക്ക് കുടുംബത്തെയും മാർക്ക് ഫെല്ലർ പുല്ലുപോലെയാണ് വെല്ലുവിളിക്കുന്നത്. അത് ഇൻഡിപെൻഡന്റ് കൾട്ടിവേറ്റേഴ്സിന് ഉണ്ടാക്കുന്ന സന്തോഷത്തിന് അതിരുകളില്ല എന്ന് പറയാം. എന്തായാലും പിറ്റേ ദിവസം കൃത്യം 10 മണിക്ക് തന്നെ ആ മീറ്റിംഗ് ആരംഭിച്ചു. ഗ്രേറ്റ് ഹാളിൽ ആ മീറ്റിംഗ് നടക്കുമ്പോൾ പ്രധാന കസേരയിൽ സാക്ഷാൽ പ്രിൻസ് ഉണ്ട്. ഇരുഭാഗത്തുമുള്ള കസേരകളിലായി 9 അരിസ്റ്റോക്രാറ്റ് കുടുംബങ്ങളെ റെപ്രസെന്റ് ചെയ്ത ആളുകൾ എത്തിയിട്ടുണ്ട്. ബ്ലാക്ക് കുടുംബത്തെ റെപ്രസെന്റ് ചെയ്യുന്നത് ആ തേർഡ് പ്രിൻസസ് ആണ്. തേർഡ് പ്രിൻസസ് ഒപ്പം ഉണ്ടായിരുന്ന ആ എൽഡറാണ് ഷീ കുടുംബത്തെ റെപ്രസെന്റ് ചെയ്യുന്നത്. പ്രമുഖരായ ആളുകളുടെ ഒരു നിര അവിടെ ഉണ്ടെന്നർത്ഥം. അവരെടുക്കാൻ പോകുന്ന തീരുമാനം ആ സ്കൈ സിറ്റിയെ ബാധിക്കും. അതറിയാവുന്നതുകൊണ്ട് ഒരുപാട് ആളുകൾ ആ പാലസിന് ചുറ്റുമായി വന്നു കൂടിയിട്ടുണ്ട്. ആ ആൾക്കൂട്ടത്തിന്റെ ഭാഗമായി മാർക്ക് ഫെല്ലറും ജൂവും ഉണ്ട്. യാവോ കുടുംബത്തിന്റെ എൽഡറാണ് ആദ്യം എണീറ്റത്. അയാൾ പ്രിൻസിനോടായി പറഞ്ഞു, പ്രിൻസ്, ഞങ്ങളുടെ അധികാരം എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇവിടെ ഇതുവരെ നിലനിന്നിരുന്ന സിസ്റ്റം ഫെയിലർ ആകുന്നു എന്നൊരു സംശയം ഞങ്ങൾക്കുണ്ട്. അങ്ങനെ അയാൾ ഉറക്കെ പറഞ്ഞതും പ്രിൻസിന്റെ പുറകിലുണ്ടായിരുന്ന ആ പ്രായമുള്ള വ്യക്തികളിൽ ഒരാൾ എണീറ്റ് കൈയൊന്നുയർത്തി ആ യാവോ കുടുംബത്തിലെ സീനിയറോട് പറഞ്ഞു, ഏയ്, ഇരുന്ന് സംസാരിക്കുക. ആ യാവോ കുടുംബക്കാരൻ ആ എൽഡറെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയതും പ്രിൻസിന്റെ ആ ബോഡി ഗാർഡ് കൈ ഒന്ന് അനക്കിയതും ശക്തമായ ഒരു പ്രഷർ ആ യാവോ കുടുംബക്കാരന്റെ മുകളിൽ അനുഭവപ്പെട്ടു. അയാള് ഇരിക്കാൻ ശ്രമിച്ചില്ല, പക്ഷെ അയാൾ ഇരുന്നു പോയി. ശരിക്കും എണീറ്റ് നിൽക്കായിരുന്ന അയാളെ ഒത്തിരി ദൂരം നിന്ന് പ്രിൻസിന്റെ ആ ബോഡി ഗാർഡ് കൈയുടെ ഒരു അനക്കം കൊണ്ട് ഇരുത്തുകയായിരുന്നു. അതിൽ ഒരു കാര്യം വ്യക്തമാണ്, അവിടെ ഇരിക്കുന്ന ആരെക്കാളും ശക്തരാണ് ആ 2 ബോഡി ഗാർഡുകൾ. പ്രിൻസിന്റെ അച്ഛൻ പ്രിൻസിന് വേണ്ടി വിട്ടുകൊടുത്തിരിക്കുന്ന 2 ബോഡി ഗാർഡുകളാണ്. അവരുടെ ശക്തി അളക്കാൻ കഴിയുന്നതിന് അപ്പുറമാണ്. ആ കാഴ്ച മാർക്കിൽ വല്ലാത്തൊരു അത്ഭുതമുണ്ടാക്കി. മാർക്ക് ലേശ കൗതുകത്തോടെ ആ ബോഡി ഗാർഡുകൾ നോക്കുമ്പോൾ ഷീ കുടുംബത്തിലെ എൽഡർ പ്രിൻസിനോട് പറഞ്ഞു, പ്രിൻസ്, ഞങ്ങൾ പ്രശ്നമുണ്ടാക്കാൻ വന്നതല്ല. ശരിക്കും ശാന്തമായിട്ട് കാര്യങ്ങളൊന്ന് ആലോചിക്കാമെന്ന് കരുതിയ ഇവിടേക്ക് വന്നത്. ഒരുപാട് കാലങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ഇന്ന് നിലവിലിരിക്കുന്ന നിയമം ഉണ്ടാക്കിയെടുത്തത്. കാലത്തിനനുസരിച്ച് നിയമത്തിൽ പരിഷ്കാരങ്ങൾ ഉണ്ടാകണം. ഇപ്പോൾ ഈ സ്കൈ സിറ്റിക്കകത്ത് ഒരു തരത്തിലുള്ള ഫൈറ്റും അനുവദനീയമല്ല. ഞങ്ങൾ 9 കുടുംബങ്ങളും ഇതിനെക്കുറിച്ച് ആലോചിച്ചു. അങ്ങനെ ഈ ഹോളി റീജിയനിൽ ഒരു സ്ഥലത്ത് മാത്രം മറ്റൊരിടത്തുമില്ലാത്ത നിയമം നിലനിൽക്കുന്നത് ഒരു ശരിയായ സംവിധാനമല്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ആ നിയമം പിൻവലിക്കാനുള്ള ഒരു തീരുമാനമാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. അത് കേട്ട പ്രിൻസ് ഒന്നും മിണ്ടിയില്ല. ഒന്നും മിണ്ടിയതുകൊണ്ട് കാര്യമില്ല എന്ന് പ്രിൻസിന് അറിയാം. പ്രിൻസ് നിശബ്ദനായിരിക്കുമ്പോൾ ബാക്കിയുള്ള ആളുകളൊക്കെ അതിന് അനുകൂലമായി സംസാരിച്ചു തുടങ്ങി. എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞതും ഷീ കുടുംബത്തിലെ ആ എൽഡർ പ്രിൻസിനോടായി പറഞ്ഞു, പ്രിൻസ്, നമ്മളിത് ഏകപക്ഷീയമായി തീരുമാനിക്കുകയാണെന്ന് നാളെ ഇനി ആരും പറയാൻ ഇടവരരുത്. നമുക്കിത് വോട്ടിനിടാം. പ്രിൻസും 9 അരിസ്റ്റോക്രാറ്റ് കുടുംബങ്ങളുടെ പ്രതിനിധികളും ചേർന്ന് 10 പേരാണ് ആ കൗൺസിൽ എന്ന് പറയുന്നത്. ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം അനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ തീരുമാനിക്കൂ. വോട്ടിട്ടാൽ എന്തായിരിക്കും റിസൾട്ട് എന്ന് പ്രിൻസിന് നന്നായിട്ട് അറിയാം. പ്രിൻസ് അവരോട് പറഞ്ഞു, ഈ നാടകം ഇനിയും വെച്ചു പുലർത്തേണ്ട കാര്യമില്ല. നിങ്ങളൊരു തീരുമാനമെടുത്തു, ആ തീരുമാനം ഇവിടെ നിങ്ങൾ അവതരിപ്പിക്കുന്നു. നിങ്ങൾ 9 പേരും ഒരു ടീമാണെന്നും ഞാൻ ഒറ്റയ്ക്കാണെന്നും നിങ്ങൾ എനിക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഒരു വോട്ടെടുപ്പിന്റെയും ആവശ്യമില്ല. അത് കേട്ടതും ഷീ കുടുംബത്തിന്റെ ആ എൽഡർ ഒന്ന് ചിരിച്ചു. പെട്ടെന്ന് തേർഡ് പ്രിൻസസ് പറഞ്ഞു, അതെ, ഈ നിമിഷം മുതൽ അത് അവസാനിക്കുകയാണ്. സ്കൈ സിറ്റിക്ക് മുകളിലുള്ള ആ നിയന്ത്രണം ഇവിടെ അവസാനിക്കുന്നു. അങ്ങനെ പറഞ്ഞതും 9 ആളുകളും കൈയടിച്ചു. പ്രിൻസ് എണീറ്റ് ആ നിമിഷത്തിൽ തികച്ചും അപ്രതീക്ഷിതമായ ഒരു സംഭവം ഉണ്ടായി. ജൂ മുന്നോട്ട് കുതിച്ച് ആ തേർഡ് പ്രിൻസസിനെ കസേരന്ന് വലിച്ച് പുറത്തേക്കെടുത്തു. കസേരന്ന് വലിച്ച് പുറത്തേക്കെടുത്ത ആ തേർഡ് പ്രിൻസസിനെ ജൂ വലിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു. ശരിക്കും അവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്കോ പുറത്തേക്കുന്ന ആളുകൾക്കോ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകും മുമ്പ് ജൂവിന്റെ കൈ ആ തേർഡ് പ്രിൻസസിന്റെ കഴുത്തിൽ അമർന്നിരുന്നു. ആ കൈ അമർത്തി പിടിച്ചുകൊണ്ട് ജൂ അവളോട് പറഞ്ഞു, നിന്നെ ഞാൻ കൊല്ലാൻ പോവുകയാണ്.
കഥയുടെ ഈ ഭാഗം ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ മാർക്ക് ഫെല്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.